യോണ്ടപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മുക്തി എന്ന ലക്ഷണത്തോടു കൂടിയ ഏകാദശ സ്കന്ധം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹങ്ങളിൽ നിന്നുള്ള മുക്തി, ആഗ്രഹങ്ങളിൽ നിന്നുള്ള മുക്തി, കാമത്തിൽ നിന്ന് ക്രോധത്തിൽ നിന്നുള്ള മുക്തി. ഇതിൽ മുക്തിയാണ് മുക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ദുഃഖമോചനം, ദുഃഖത്തിൽ നിന്നുള്ള മുക്തി. അതല്ലാതെ വേറെന്തോ മുക്തിയെ പറ്റിയല്ല ഇവിടെ പറയണത്. മരിച്ചു കിട്ടുന്ന വിഷയത്തെ പറ്റിയല്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മുക്തന്മാർ ആവണം. അല്ലെങ്കിൽ നമ്മൾ മുക്തരാണെന്നുള്ള സത്യം തിരിച്ചറിയണം. അതാണ് ശരി. പക്ഷേ അത് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മോക്ഷം കിട്ടണം എന്നൊക്കെ പറയുന്നത്. കിട്ടേണ്ട വിഷയമൊന്നല്ല. നമ്മളൊക്കെ മുക്തരാണ്. നമ്മളെ ആരും കെട്ടിയിട്ടിട്ടില്ല. പക്ഷേ ആ സത്യം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓർമ്മിപ്പിക്കേണ്ടി വരും. നമ്മൾ ഉറങ്ങാണ്, നിങ്ങൾ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണ് എന്ന് സ്വപ്നത്തിൽ തന്നെ വന്നൊരാൾ പറഞ്ഞാൽ ചെറുപ്പല്ലേ? എന്താണ് അലറി വിളിക്കേണ്ട, ഇത് സ്വപ്നമാണ് സ്വപ്നത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു വന്നാൽ അതുപോലെയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു സത്സംഗമൊക്കെ. അങ്ങനെയാണ് ഗുരുനാഥന്മാരുടെ ഉപദേശമൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം തന്നെ വന്ന് കരുണ കൊണ്ട് പറയണത്, ഈ കാണുന്ന നീയും ഞാനും സത്യമല്ല. നിന്നെ ഉണർത്താനായിട്ട് നിൻ്റെ സ്വപ്നത്തിൽ ഞാൻ വന്നേ ഉള്ളൂ. ഉണർന്നാൽ പിന്നെ വിഷമിക്കേണ്ട. അതുകൊണ്ട് ദുസ്വപ്നം കണ്ട് പേടിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഈ ഒരു മായാലോകത്ത് ഇതൊക്കെ സത്യമാണെന്ന് ധരിച്ച് ദുഃഖിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശാസ്ത്രങ്ങൾ ചെയ്യണത്, ഇവിടെ വന്നിട്ട് പറയണത് ഇതൊക്കെ നല്ല കളവാണ് എന്ന് കരുതി ഒഴിവാക്കണ്ട. കളവാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തോളൂ, ചായ കുടിക്കുമ്പോൾ ഇത് കളവാണെന്ന് മനസ്സിലാക്കി ചായ കുടിച്ചോളൂ. കുടിക്കണ്ട പറഞ്ഞല്ലേ വിഷമമുള്ളൂ. അത് കളവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കുടിക്കാം, ഒരു കുഴപ്പമില്ല. അത് ഭഗവാനെ നിവേദിച്ചിട്ട് കുടിച്ചോളൂ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇത് സത്യമല്ലാന്ന് ബോധ്യവും. അതാണ് ഒരു രണ്ട് മാർഗ്ഗമാണ്. ഇല്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് അനുഭവിക്കാം, ഇല്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കാറൊക്കെ ഉണ്ട്. ആഗ്രഹം ഇല്ലാണ്ട് കർമ്മം ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ പറയാം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലല്ല, പ്രയോജനം കിട്ടാണ്ട് കർമ്മം ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ പ്രയോജനം ഇല്ലാണ്ട് ചെയ്യാറുണ്ട്. ഇല്ലേ? മക്കളെ നോക്കണതൊക്കെ അത് നമ്മുടെ ധർമ്മമാണ്. പ്രയോജനം നോക്കിയിട്ടൊന്നുമല്ല, എന്താ ലാഭം നോക്കിയിട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമില്ല. പണ്ടൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഇന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോക്കുന്നു, അവിടുത്തെ പോലെ ശ്രദ്ധിക്കുന്നു, വേണ്ട സമയത്ത് അതിന് പഠിപ്പ് കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. നോക്കിക്കൊള്ളണമെന്നൊന്നുമില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. തൻ്റെ ധർമ്മമാണത്, താനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആഗ്രഹം ഇല്ലാണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യും, പറ്റാത്ത കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. അതിന്ന് വേറൊരു ലാഭം ഒന്നും ആഗ്രഹിക്കാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സേവ എന്ന് അതിന് പറയാം. സേവ ചെയ്യും, ശമ്പളം ഇല്ലാണ്ടും പണിയെടുക്കും. എന്താണ് ഇപ്പോൾ ഒന്നൊരു ഉറപ്പില്ലാണ്ടൊന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് താല്പര്യമുള്ളൊരു വിഷയമാണെങ്കിൽ ചിലപ്പം പിന്നെ അത് നോക്കില്ല. ഇതുപോലെ ഭഗവാനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ എന്നില്ല, അതിന് പിന്നെ നമ്മൾ കൂലി നോക്കണില്ല. അത് ത്വത്പ്രസാദായ, അല്ലേ ഗുരുവായൂരപ്പ അങ്ങ് പ്രസാദിക്കണേ. ഞാൻ ഈ നാരായണിയൊക്കെ എഴുതിയത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഇതിനെല്ലാവരും ഇങ്ങനെ നാരായണി സമിതിക്കാർ കൊണ്ട് നടക്കുമെന്ന് കരുതിയിട്ടൊന്നല്ല. പട്ടരിപ്പാട് അല്ല, കൊണ്ട് നടക്കുന്നത് തെറ്റൊന്നുമില്ല, കാര്യമാക്കിയതല്ല. അങ്ങനെ പ്രചാരം കിട്ടട്ടെ, താനൊരു ഗ്രന്ഥം എഴുതിയിട്ട് തനിക്കൊരു പ്രശസ്തി കിട്ടട്ടെ എന്ന് കരുതിയിട്ടൊന്നുമല്ല അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയതിൻ്റെ ഉദ്ദേശം ത്വത്പ്രസാദായ, അങ്ങ് സന്തോഷിക്കണം. പിന്നുള്ളത് ഭഗവാന്റെ സങ്കല്പമാണ്. അങ്ങനെ പോരാ, എല്ലാവരും അറിയണം എന്നുള്ളത് ഭഗവാന്റെ സങ്കല്പം ആയിക്കോട്ടെ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം തന്നെ അതിലും പേരിട്ടു. പണ്ടൊക്കെ തമിഴ്നാട്ടിലല്ലായിരുന്നു, എന്നാൽ ഇപ്പം തമിഴ്നാട്ടിലും ശങ്കാലിപുരം ഗുരുവായൂർക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം. അദ്ദേഹമാണ് ഇത് പ്രചരിപ്പിച്ച് തമിഴ്നാട്ടിൽ എത്തിച്ചു. ഇപ്പം തമിഴ്നാട്ടിൽ മാത്രമല്ല, ലാലിക്കലും നാരായണീയപ്പം ഉത്തരേന്ത്യയിലൊക്കെ പലരും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെയാണ്. അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നർത്ഥം. ഇതുപോലെ കർമ്മം തന്നെ ബാധിക്കാത്ത മട്ടിൽ ചെയ്യാൻ പഠിക്കുക, അതാണ് മുഖ്യം. ചെയ്യാണ്ടിരിക്കാൻ സാധിക്കില്ല, ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യരുത്. അതുകൊണ്ട് കരുതി വേണം. അതാണ് കുശലം, അല്ലേ? കുശാൻ ലാദി എന്ന് പറയാം. കൗശലം എന്ന് പറയാൻ അങ്ങനെ പേരെന്നെ വന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ കുശാൻ ലാദി ഇത് കുശലഹ. നമ്മൾ ഈ കൗശലം കേൾക്കുമ്പോൾ നമുക്ക് ഇത് കുറുക്കനെ ഓർമ്മ വരിക, അല്ലേ? കുറുക്കൻ്റെ കൗശലം നമുക്ക് പണ്ട് കാലത്ത് പഠിച്ചിട്ടുണ്ടാവും. അതല്ല, ശരിക്ക് കുശലൻ എന്ന് പറഞ്ഞ അർത്ഥം, കുശം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നർത്ഥം, ദർഭപ്പുല്ല്. പണ്ട് കാലത്ത് ഈ ദർഭപ്പുല്ല് പറിച്ചു കൊണ്ടുവരും, ബ്രഹ്മചാരികളുടെ പണിയാണ്. ഗുരുനാഥൻ പറഞ്ഞാൽ ദർഭപ്പുല്ല് പറിച്ചു കൊണ്ടുവരും. ദർഭപ്പുല്ല് പറിക്കുമ്പം ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ പൂജാസ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് അറിയില്ല. അതല്ലാതെയാണെങ്കിൽ അത് പറിക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റത്ത് മൂർച്ചയുണ്ട്. നമ്മളത് പറിക്കുമ്പോൾ ചിലപ്പോൾ കൈ മുറിയും. വളരെ കരുതി വേണം ആ ദർഭപ്പുല്ല് മുറിക്കാൻ. അങ്ങനെ കൈ മുറിയാതെ ദർഭപ്പുല്ല് പറിക്കാൻ കഴിയുന്നവൻ,
കുശാനല്ല, ദർഭപ്പുല്ല് കൊണ്ടുവരുന്നവൻ എന്നർത്ഥം. കൈ മുറിയാണ്ട് ദർഭപ്പുല്ല് കൊണ്ടുവരുന്നവനെയാണ് കുശലൻ എന്ന് പറയുക. ആ ഒരു സാമർത്ഥ്യത്തെ കാണിക്കാൻ പിന്നെന്തായി മാറി? ഇപ്പോൾ ഒക്കെ ഫസ്റ്റ് ട്രിപ്പിൽ ഊണ് കഴിച്ചാലും കുശലൻ, എന്താ അയാളുടെ ആവശ്യം, അങ്ങോട്ട് എടുത്തു. അത്രയും താല്പര്യമുള്ളൂ. ഇതുപോലെ കർമ്മം ചെയ്യുമ്പം അത് തന്നെ ബാധിക്കാണ്ട് ചെയ്യാനുള്ള കഴിവ് അതെല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല, അത് പറ്റണം. യോഗ കർമ്മസുഖ കുശലം. യോഗം എന്ന് പറഞ്ഞാൽ തന്നെ കർമ്മം ചെയ്യുമ്പം അത് തന്നെ ബാധിക്കാത്ത മട്ടിൽ ചെയ്യാനുള്ള കഴിവ്, താൻ ദുഃഖിക്കാതെ കർമ്മം ചെയ്യുക. അതിൻ്റെ ഫലം ലോകദൃഷ്ടിയിൽ അനുകൂലമോ പ്രതികൂലമോ ആവട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചെന്തില്ല, അനുകൂലം പ്രതികൂലമൊന്നുമില്ല. അത് ലോകര് സ്തുതിക്കുക നിന്ദിക്കട്ടെ ചെയ്യട്ടെ, അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അതിനെപ്പറ്റിയൊന്നും അദ്ദേഹം എത്ര പേര് സ്തുതിച്ചു എഴുതി വയ്ക്കുക, എത്ര പേരൊന്ന് നിന്ദിച്ചവരെ എഴുതി വയ്ക്കുക, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എന്താ വെച്ചാവാം, ഒക്കെ കണക്കാം. അദ്ദേഹം അതിലൊന്നും ശ്രദ്ധയില്ല. അങ്ങനെ കർമ്മം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കർമ്മം നമ്മളെ ബാധിക്കില്ല. അതാണ് മുക്തി എന്ന് പറഞ്ഞാൽ, കർമ്മങ്ങളിൽ നിന്നുള്ള മുക്തി, ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അതാണ് ഏകാദശ സ്കന്ധത്തിലെ വിഷയം. അതിൽ ഭാഗവത ധർമ്മം എന്ന മനോഹരമായൊരു പ്രകരണം നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് അവധൂത ഗീത, കുറേ ഉപദേശങ്ങളാകുന്ന രത്നങ്ങളാണ് ഈ ഒരു ഏകാദശ സ്കന്ധത്തിൽ. പല ശൈലിയിൽ നമുക്കിങ്ങനെ ഒരേ കാര്യം തന്നെ പറഞ്ഞു തരികയാണ്. ഒരിക്കൽ യദുരാജാവ് അവധൂതനെ കണ്ടു എന്നും ആ അവധൂതൻ ഇങ്ങനെ സമാധാനമായിട്ട് കഴിയാൻ കാരണം തൻ്റെ ഗുരുനാഥന്മാരുടെ കാരുണ്യമാണ് എന്ന് പറഞ്ഞ സമയത്ത്, ആരാണ് അങ്ങയുടെ ഗുരുനാഥൻ എന്ന് ചോദിക്കുമ്പം, ഒന്നൊന്നല്ല രാജാവേ, എനിക്ക് അനവധി ഗുരുനാഥന്മാരുണ്ട്. അതെ, ഒന്നാവില്ല. ഒരു ഗുരുവിൽ നിന്ന് എല്ലാം കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പല ഗുരുനാഥന്മാർ ആവശ്യം വരും. ഇല്ല, നമുക്ക് സ്കൂളിൽ തന്നെ എത്ര ഗുരുനാഥന്മാരുണ്ട്. ബയോളജി പഠിക്കുന്നത് വേറൊരു ഗുരുനാഥൻ, ഫിസിക്സ് വേറൊരു, കെമിസ്ട്രി അത് വേറൊരു ഗുരുനാഥൻ. എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ അങ്ങനെ പറ്റിക്കോളുന്നില്ല. ഒരു ഗുരുനാഥൻ എല്ലാം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. പറ്റുമോ? ഭാഗവതം മാത്രമല്ല, ഒക്കെ എല്ലാം 18 പുരാണം അങ്ങനെയൊക്കെ പറ്റുമോ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ ഓരോ ശാസ്ത്രം പഠിക്കാൻ അത് പഠിച്ച ഗുരുനാഥൻ്റെ അടുത്തേക്ക് ചെല്ലുക, അത്രയേ ഉള്ളൂ. ഓരോന്നും ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കണം വെച്ചാൽ അത് പഠിച്ച അടുത്തേക്ക് ചെല്ലണം. കാശുണ്ടാക്കാൻ പഠിക്കണം വെച്ചാൽ അതുണ്ടാക്കി പരിചയമുള്ള അടുത്തേക്ക് ചെന്നിട്ട് അത് പഠിക്കുക. അതുകൊണ്ട് ഒരു ഗുരുനാഥിൽ നിന്ന് എല്ലാം പഠിക്കാനൊന്നും പറ്റില്ല. തനിക്ക് വേണ്ട വിഷയങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളടുത്ത് പോയിട്ട് പഠിക്കുക. അപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോ ഗുരുനാഥന്മാരിൽ നിന്നാണ് പഠിച്ചത്. ആദ്യത്തെ ഗുരുനാഥ ഭൂമി എന്നെ ക്ഷമ പഠിപ്പിച്ചു. ഇന്നലെ നമ്മൾ കണ്ടു, 3 നില കണ്ടു. പിന്നെയോ പൃഥിവി, വായു, ആകാശം. വായു പഠിപ്പിച്ചത് ഒന്നിനോട് ഒട്ടണ്ട, കർമ്മം അങ്ങനെ ചെയ്യുക, അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കേണ്ട, സ്തുതിക്കണതും നിന്ദിക്കണതും നോക്കണ്ട. സ്തുതിക്കണത് കേട്ടാൽ നമുക്ക് വലിയ രസമൊക്കെ തോന്നും. ആർക്കും ഇപ്പോൾ സ്തുതി ഇഷ്ടമില്ലാത്ത ആരുമില്ല. പല വേദികളിലും ഏർപ്പാടാക്കിയിട്ടുണ്ടാവും, താൻ എന്നെ സ്തുതിക്കണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആശംസ പറയുമ്പോൾ തന്നെ സ്തുതിക്കും, താൻ സ്വാഗതം പറയുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ആവട്ടെ, അതൊക്കെ മനസ്സുകൊണ്ട് സ്തുതിക്കണമെന്നല്ല, അത് ശല്യം എന്നുള്ള മട്ടിലാണ് സ്തുതിക്കണതൊക്കെ. ഉള്ളുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ സ്തുതിക്കുന്നവർ തന്നെയാവും നാളെ നമ്മളെ പറ്റി കുറ്റവും പറയാം. അത് ആദ്യം മനസ്സിലായിക്കോളൂ. ഇന്ന് കണ്ണിൽ ഉണ്ണിയെന്നും പറയും, നാളെ കണ്ണിലെ കരടാന്നും പറയും. അതുകൊണ്ട് സ്തുതിയിലൊന്നും വീഴാൻ നിൽക്കണ്ട, അതൊന്നും നമ്മളെ ബാധിക്കരുത്. നമ്മുടെ കർമ്മത്തിന് എന്ത് ചെയ്യരുത്, സ്തുതി കേൾക്കുമ്പോൾ ഒരു പ്രോത്സാഹനം, എന്തിക്കുമ്പോൾ ഒരു ലൗകിക വിഷയങ്ങൾ അങ്ങനെയൊക്കെ ആവട്ടോ, ആ വിഷയമല്ല അവിടെ പറയുന്നത്. ഒരു കുട്ടി പാട്ട് പാടുമ്പോൾ പ്രോത്സാഹിപ്പിച്ചോളൂ, തെറ്റൊന്നുമില്ല. അതല്ലേ തിരുമേനി, അതപ്പോഴല്ലേ അതിന് പാടാൻ തോന്നുക. അതെ, ഇത് പാടുന്ന വിഷയമല്ല ഇവിടെ പറയണത്. അതെ, അതൊക്കെ ശരിയാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടെന്നല്ല, അതൊക്കെ ആയിക്കോട്ടെ. വ്യവഹാരത്തിൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്, അഹന്ത വർദ്ധിക്കും. പണ്ട് കാലത്ത് പ്രായമുള്ളവരൊന്നും അങ്ങനെ വല്ലാണ്ട് പ്രോത്സാഹനമൊന്നും ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ ചെയ്താലും അവരെ അങ്ങനെ വലിയൊരു 99 മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞത്. അത് വലിയ ഗെയിമായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക, ആ 99 കിട്ടി. അച്ഛൻ ചോദിക്കുക, ഒന്നെവിടെ 99 കിട്ടി, ആരെവിടെ പോയി? അല്ലാതെ ഈ 99 കിട്ടിയാലും അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം അത് അവരെ അഹന്ത വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്ദ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നിന്ദിക്കാൻ വേണ്ടി കർമ്മം ചെയ്യണമെന്നല്ല. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിന്ദിക്കുമ്പം അതിൽ വല്ല സത്യം ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ തിരുത്തുക. ഇല്ലെങ്കിലോ, ഇല്ല അയാൾക്ക് വിവരമില്ല, പോട്ടെ, അവർക്കത് അറിയില്ല, പറഞ്ഞേ ഉള്ളൂ. സത്യം ഉണ്ടെങ്കിൽ തിരുത്തുക, അതാണ് വേണ്ടത്. ഏതായാലും ഇവിടെ അങ്ങനെ ആ വായു ആ പാഠം പഠിപ്പിച്ചു. പിന്നെ ആകാശം എല്ലാത്തിനും അവകാശം കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാം നിൽക്കുന്നത് വാസ്തവത്തിൽ ബോധത്തിലാണ്, ബ്രഹ്മത്തിലാണ് എന്നുള്ള സത്യം ആര് പഠിപ്പിച്ചു? എല്ലാം എന്നിലാണ് നിൽക്കുന്നത്. എന്താണ്? സൂത്രേ മണിഗണായിവ. അർജുനോട് കൃഷ്ണൻ പറയാണ്, അർജുന ഇതൊക്കെ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടോ? ഓക്കെ എന്നിലാണെന്ന് പറഞ്ഞാൽ കൃഷ്ണനിലാണെന്നല്ല, നമ്മളങ്ങനെയാണ് ധരിക്കുക. യേശുക്രിസ്തു പറയണ്ടേ ഞാനാണ് വഴി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വഴി എന്നല്ല. നമ്മുടെ ഉള്ളിലൊക്കെ എന്തുണ്ട്? ഞാൻ എന്നുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ വഴി.
നമ്മൾ നേരെയാവണമെങ്കിൽ ആ ഞാനെ ശ്രദ്ധിക്കൂ. അത് വാസ്തവത്തിൽ ഈ ശരീരമല്ല, മനസ്സല്ല, അഹങ്കാരമൊന്നുമല്ല, അത് ഭഗവാനാണ്, അല്ലെങ്കിൽ സത്യമാണ്. അത് ബ്രഹ്മാവിനും ശിവനും വിഷ്ണുവിനും മാത്രമല്ല, ഇവിടെ എല്ലാ ചൈതന്യമുള്ള വസ്തുക്കളിലും എന്തുണ്ട്? ചൈതന്യമില്ലാത്ത വസ്തു ഇല്ല കേട്ടോ. ജഡം ചൈതന്യം എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ രണ്ടായിട്ട് തിരിക്കുകയാണ് സൗകര്യത്തിന്. ഒരു സാധകന് ഉപാസിക്കാൻ സൗകര്യത്തിന് ആദ്യം ജഡം ചൈതന്യം രണ്ടായി തിരിക്കുകയാണ്. ശരിക്കും എന്തേ ഉള്ളൂ? ഈശ്വരനല്ലാണ്ട് വേറൊന്നുമില്ല. അതുറപ്പിക്കാനല്ലേ ഏകമേവ അദ്വിതീയം എന്നെടുത്ത് പറയണത്. ഒന്നേ ഉള്ളൂ, രണ്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കുറേ തോന്നുന്ന സ്ഥിതിക്ക് തൽക്കാലം പറയുന്നു. അങ്ങനെയാണെങ്കിൽ തൽക്കാലം രണ്ടെന്ന് വെച്ചോളൂ, പ്രകൃതിയും പുരുഷനും. ഇതൊക്കെയാണ് സാങ്ക്യം പറയുക. ഏതായാലും ഇവിടെ എല്ലാം ഈശ്വരനിലാണ് എന്നുള്ളത് ആകാശത്തെ കണ്ടുപിടിക്കൂ. ആകാശത്തിലാണ് എല്ലാം. പക്ഷെ ആദ്യം നമ്മളത് പറയില്ല. ഇരിക്കണത് കസേരയിലാണെന്ന് പറഞ്ഞു, ഭൂമിയിലാണെന്ന് പറയും. ഭൂമി എവിടെ ഇരിക്കണത്? സ്പേസിലാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശമല്ല, സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെ ഒന്ന് വിചാരം ചെയ്താൽ, വിചാരം ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഒന്ന് വിചാരം ചെയ്താൽ എല്ലാം ഇരിക്കുന്നത് ആ ആകാശത്തിലാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി കുഴിച്ചു നോക്കിയാൽ ബോധത്തിലാണ്, എന്നിലാണ്. ഞാൻ ഉണർന്നാലേ നിങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ഉറങ്ങിയ നിങ്ങളൊക്കെ ഞങ്ങളെവിടെയും പോകില്ല തിരുമേനി. അതല്ല, എന്നെ സംബന്ധിച്ച് പോയില്ലേ, അതേ ചോദ്യമുള്ളൂ. ഇവിടെ നമ്മൾ എന്നെ സംബന്ധിച്ചുള്ളത് എപ്പോഴും കൈ കൊണ്ട് നടക്കണം. ആധ്യാത്മിക വിദ്യയൊക്കെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു യുക്തി മനസ്സിലാക്കിയില്ലെങ്കിൽ പെടും. നമ്മൾ പോയാലും ലോകം വിടല്ലേ, സൂര്യൻ വിടല്ലേ, ചന്ദ്രൻ, അതല്ല പറയണത്. നമ്മളെ സംബന്ധിച്ചുണ്ടോ? അത്രേ ചോദ്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ചുണ്ടോ? ഞാൻ പോയാൽ പിന്നെ ഭാര്യ ഉണ്ടോ? എന്നെ സംബന്ധിച്ച് മക്കളുണ്ടോ? വീടുണ്ടോ? ഇപ്പോൾ പ്രധാനം ഞാൻ തന്നെ. ഞാൻ ഉണർന്നാൽ നിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഞാൻ ഉണർന്നാൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയതാ, എൻ്റെ സങ്കല്പമാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഞാൻ കാണണമെന്ന് വിചാരിക്കുന്നവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എല്ലാവരും കാണണമെന്നില്ല. ഞാൻ നോക്കണമെന്ന് വിചാരിക്കുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ. ആ സങ്കല്പം ആദ്യം ഉള്ളിലുണ്ടെങ്കിലേ നിങ്ങളെ കാണുള്ളൂ. ഇനി പുറമെ നിങ്ങളുണ്ടായിട്ടും കാര്യമില്ല. അതാണ് സത്യം. ഈ സങ്കല്പം ഉണ്ടാവുന്നത് എവിടുന്ന്? അത് ബോധം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ബോധം ഇല്ലെങ്കിൽ സങ്കല്പം ഉണ്ടാവുള്ളൂ? ഉണ്ടാവില്ല. അപ്പോൾ അടിസ്ഥാനം എന്താ? ബോധമല്ലേ? അതാണ് ചോദ്യം. ഇതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഇനി കുറച്ച് ഗുരുനാഥന്മാരുടെ പേരൊക്കെ പറയണമെന്ന് മാത്രം. ആകാശം അത് പഠിപ്പിച്ചു. പൃഥിവി, വായു, ആകാശം, ആപഹ ജലം. ജലം എന്താ പഠിപ്പിച്ചത്? ജലം പഠിപ്പിച്ചത് ജലത്തിൻ്റെ പ്രത്യേകത മധുരം ആണ്, അതിൻ്റെ സ്വഭാവം. ജലത്തിന് മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിഠായിയുടെ മധുരം അങ്ങനെ മട്ടിലല്ല. നല്ല വെയിൽ കൊണ്ട് തളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് പച്ചവെള്ളം കുടിക്കുമ്പോൾ എന്ത് തോന്നും? ആ ഒരു സ്വാദിനാണ് മധുരം എന്ന് പറയുന്നത്. അതെ, നമ്മൾ ലഡു കഴിച്ചിട്ടുള്ള മധുരമല്ല. അത് കഴിക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ, വെള്ളം കുടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അത് ചുക്കുവെള്ളം കിട്ടിയിട്ട് കാര്യമില്ല, അത് പച്ചവെള്ളം തന്നെ വേണം. ഇതുപോലെ ആവണം നമ്മളുടെ പെരുമാറ്റം. തിളച്ച വെള്ളം ഒഴിക്കുന്നത് പോലെ ആവരുതെന്ന് അർത്ഥം. നമ്മളിങ്ങോട്ട് കാണുമ്പം ദുഃഖിച്ച് വരുന്നവർക്ക് എന്തുണ്ടാവണം? ഒരു സന്തോഷം, മരുഭൂമിയിൽ മഴ പെയ്ത പോലെ. എന്നിട്ട് ഒന്നും കൂടി നമ്മളെന്ത് ചെയ്യും? ഒന്നും കൂടി ബുദ്ധിമുട്ടിച്ചാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക പറയും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ വകയും കൂടി. അങ്ങനെ ചെയ്യരുത്. നല്ല വർത്തമാനം പറയണം. അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കേ പറയാവൂ. ജിഹ്വാമേ മധുമത്തമാ, ഉപനിഷത്തിലെ പ്രാർത്ഥനയാണ്. എൻ്റെ നാവ് എങ്ങനെയുള്ളതാവണം? ഭഗവാനെ നല്ലത് മാത്രം നാവെന്ന് വരാവൂ. കാരണം നമ്മുടെ കൺട്രോളല്ല എല്ലാം. നമ്മളങ്ങോട്ട് പറഞ്ഞു തുടങ്ങി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വരരുത്. എന്തേ വരാവൂ? നല്ലത് മാത്രമേ വരാവൂ എന്നുള്ള പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന വാക്കാവണം പറയാൻ. അത് മാത്രമല്ല, ബോധം കൊടുക്കുന്നതാണ് ജലം. ബോധം കെട്ട് പോകണം. നമ്മൾ വെള്ളം തളിക്കുകയല്ലേ ചെയ്യുക, അപ്പം ബോധം ഉണ്ടാവും. അതേപോലെ ബോധമില്ലാണ്ട്, സത്യം തിരിച്ചറിയാതെ, നേർവഴി അറിയാതെ ദുഃഖിച്ചിരിക്കുന്ന അജ്ഞാനികൾക്ക് ബോധം കൊടുക്കുന്ന വാക്കാവണം നമ്മുടേത്. അവിടെ ഉള്ള ബോധം കൂടി കെടുത്തുന്ന വാക്കാവരുന്ന അർത്ഥം. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? ജലം പഠിപ്പിച്ചു. ജലത്തിന് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. ഇതുപോലെ നമുക്കും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരോട് പോലും എന്തേ ഉള്ളൂ? ഉപദ്രവിച്ചു എന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. അതാണ് ഉപദ്രവിച്ചു. അതെയോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എനിക്കങ്ങനെ തോന്നിയില്ല. അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെയുള്ളൂ. ഉപദ്രവിച്ചു എന്ന് ഉപദ്രവിക്കുന്നവൻ വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവർക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ജലം അങ്ങനെയാണ്, എല്ലാത്തിനോടും ചേരും. ഒന്നിനോടും അത് വിട്ടു നിൽക്കില്ല. അത് സാമ്പാറിനോടും ചേരും, രസത്തിനോടും ചേരും, മോരിനോടും ചേരും. 10 ആളധികം വന്ന വീട്ടിൽ നമ്മൾ വേറെ രസം വയ്ക്കും, വെള്ളം കൂടെ ഒഴിക്കും. അത്രയേ ഉള്ളൂ. അതിലിപ്പം
സാമ്പാറിലാണെങ്കിൽ അങ്ങനെ തന്നെ, മോരിലാണെങ്കിൽ അങ്ങനെ തന്നെ. അത് പറ്റില്ല പറയില്ല, ഞാൻ രസത്തിനോട് ചേരില്ല, അത് വേറെ പാർട്ടിയാണ് എന്നൊന്നും പറയില്ല. അത് പാർട്ടിയില്ല, ജാതിയില്ല, മതമില്ല. ഇതുപോലെ നമ്മളും അങ്ങനെയൊന്നും വേണ്ട. ഒന്നിനോടും ഭേദബുദ്ധി ഇല്ല എന്നർത്ഥം. എല്ലാത്തിനോടും ചേരണം, ശ്രദ്ധിക്കണം. ചേരുമ്പം അപകടമാവാണ്ട് നോക്കണം കേട്ടോ. നമ്മളങ്ങോട്ട് ചേർന്നു നമ്മുടെ ഉള്ളിലുള്ള നന്മ നഷ്ടപ്പെടരുത്. ഈ പതിവ് അങ്ങനെയാണ്. നമ്മൾ ചേരും എന്നിട്ടോ നമ്മുടെ നന്മയൊക്കെ പോവും, ആ ദോഷമൊക്കെ അങ്ങോട്ട് വരും ചെയ്യും. അങ്ങനെയാവരുത്. ജലത്തിൻ്റെ പ്രത്യേകത, അത് ചേർന്ന് കഴിഞ്ഞാൽ കൂടെ ചേരുന്നവനെ ശുദ്ധാക്കും. മുണ്ടിലഴുക്കായ ജലം ചേർത്താൽ മുണ്ടിലത്തെ അഴുക്ക് പോവും. നമ്മുടെ ശരീരത്തിൽ അഴുക്കായ കുളിച്ചാൽ ശരീരത്തിൽ അഴുക്ക് പോവും. അതാണ് ജലത്തിൻ്റെ പ്രത്യേകത. ഇതുപോലെ നമ്മളും കൂടെ ചേരാം. ചേർന്നിട്ട് ഒപ്പമുള്ള ആളുടെ അഴുക്ക് പോക്കുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മളുടെ അഴുക്ക് കൂട്ടല്ല. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്. ഇത് മാത്രമൊന്നുമല്ല, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും പല വിധത്തിൽ പഠിക്കാനുണ്ട്. അതാണ് എന്നെ ജലം പഠിപ്പിച്ചത്. പൃഥിവി, വായു, ആകാശം, ആപഹ, അഗ്നിഹി. അടുത്തത് അഗ്നി. പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞു. അഗ്നി എന്ത് പഠിപ്പിച്ചു? അഗ്നി പഠിപ്പിച്ചത് എന്താ ചോദിച്ചാൽ, അഗ്നിയിൽ നമ്മൾ എന്തൊക്കെ ഇടുന്നുണ്ട് ഒക്കെ അത് ദഹിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് വേണ്ടാവെന്നും പറയില്ല, ചേട്ടത് വെച്ചാൽ ദഹിപ്പിക്കും. ഇതുപോലെ നമ്മളൊന്നും വേണ്ടാവെന്നും പറയണ്ട. അത് കിട്ടിയാൽ സന്തോഷിക്കുക, ഒന്നും കിട്ടിയില്ല ആലോചിക്കൂല. കിട്ടണം നോക്കിയിട്ട് നല്ല സന്തോഷം. എന്ത് കിട്ടിയാലും സന്തോഷമായിട്ടിരിക്കുക. അഗ്നി അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജ്വലനത്തിന് എന്തില്ല, മങ്ങലില്ല. ഇനി നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഇട്ടാലും ദഹിപ്പിക്കും, ചീത്ത വസ്തുവാണെങ്കിൽ. അഗ്നയേ സ്വാഹ എന്ന് പറഞ്ഞ് വേദമന്ത്രമൊക്കെ ജപിച്ച് തോന്നിച്ചാൽ അതും ദഹിപ്പിക്കും. അതിനെന്തില്ല, അതിനങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഒന്നും അതിനെ ബാധിക്കുന്നില്ല. ഒരു കളങ്കവും അഗ്നിയെ ബാധിക്കുന്നില്ല. എന്താ കാരണം? അത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മളും ജ്വലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കളങ്കവും നമ്മളെ ബാധിക്കില്ല. ഒരു പ്രലോഭനത്തിലും വീണു പോവില്ല. ഒരു പ്രശ്നങ്ങളിലും ചെന്ന് ചാടില്ല. ചാടാണ്ടിരിക്കണം എന്ത് വേണം? ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജ്വലിച്ചുകൊണ്ട് 2 ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം പോയി വെള്ളം ഒഴിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അതങ്ങനെ കുറേശ്ശെ കത്തട്ടെ. അതിങ്ങനെ കടാറാവുമ്പോൾ ലേശം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. കടാറാവുമ്പോൾ ലേശം കുറച്ച്, വല്ലാണ്ട് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ഒഴിക്കുക. ഓരോ കൊള്ളി തീരുമ്പോൾ അങ്ങനെ എടുത്തു വയ്ക്കുക. അങ്ങനെ കെടാണ്ട് നോക്കണം. കാരണം എപ്പോഴും കത്തിക്കാനൊരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് പറ്റിക്കോളുന്നില്ല. ഇതിലൊക്കെ പോകണം, കല്യാണത്തിന് പോകണം, പിന്നെ കുടിയിരിക്കലിന് പോകണം, ചോറൂണിന് പോകണം, ഷഷ്ടിപൂർത്തിക്ക് പോകണം. അങ്ങനെയൊക്കെ ഈ ജ്ഞാനാമൃത അംഗങ്ങളൊക്കെ അവരെ വീട്ടിലെ പരിപാടിക്ക് എന്നെ വിളിച്ചു തുടങ്ങിയാൽ എൻ്റെ കഥ എന്താ? അല്ല, എന്നാൽ വെറുതെ ഒന്ന് ആലോചിച്ചു. ഞാൻ ഒന്നിനും പോകാറില്ല. അത്രയേ ഉള്ളൂ. കാരണം പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ടൊരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് പ്രയാസം തന്നെയാണ്. എങ്കിലും മുഴുവനായിട്ടൊന്നും ധാരാളമൊന്നും കത്തിച്ചില്ലെങ്കിലും കെടാണ്ടെങ്കിലും നോക്കണേ. അതല്ലെങ്കിൽ കൂരിട്ടിൽ ചെന്ന് പതിക്കും. പേടിപ്പിക്കാൻ പറയല്ല, അത് പ്രാഗമൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ മനസ്സിൻ്റെ താളം തെറ്റും. ഭാവിയിൽ തിരിച്ചു കിട്ടാൻ പറ്റാത്ത അത്രയ്ക്കും താഴത്തേക്ക് അങ്ങോട്ട് കൂടുപോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ അഗ്നി കെടാതെ നോക്കണം. അതിനെയാണ് സ്വാധ്യായം എന്ന് പറയുക. നിത്യം ലേശെങ്കിലും വായിക്കുക. വെറുതെ വായിക്കുക എന്നുള്ളതല്ല, അർത്ഥസഹിതം വിചാരം ചെയ്യുമ്പോഴേ അത് സ്വാധ്യായമാവുള്ളൂ. അർത്ഥം മനസ്സിലാക്കിയിട്ട് ലേശമായിട്ട് അങ്ങനെ വിചാരം ചെയ്ത് ഉറപ്പിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് അനുഭവത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് അഗ്നി എന്നെ പഠിപ്പിച്ചത്. പിന്നെയോ പൃഥിവി, വായു, ആകാശം, ആപവഗ്നി, ചന്ദ്രമാ, രവി. ചന്ദ്രനും സൂര്യനും. ചന്ദ്രൻ എന്ത് പഠിപ്പിച്ചു? ചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണനല്ലേ, ഒരു കുറവും ചന്ദ്രനില്ലല്ലോ. ഇതുപോലെ വാസ്തവം പറഞ്ഞാൽ നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ പൂർണ്ണരാണ്. നമ്മളൊക്കെ പൂർണ്ണമത, പൂർണ്ണമിതം. എങ്ങനെ നോക്കിയാലും പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. എങ്ങനെ നോക്കിയാലും നമ്മളൊക്കെ പൂർണ്ണരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണരാണോ? എന്തോ ഒരു കുറവുണ്ട് എനിക്ക്. ലേശം എവിടെയോ ഒരു കുറവില്ല. എനിക്ക് നിങ്ങൾക്കൊരു കുറവുമില്ല. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ലേശം കുറവുണ്ട് തോന്നിയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ കുറവൊന്നുമില്ല. പക്ഷെ നമുക്കങ്ങനെ തോന്നുകയാണ് എന്തോ ഒരു കുറവ്. കുട്ടിക്കാലത്ത് കളിപ്പാട്ടമാണ് കുറവ് തോന്നി. കളിപ്പാട്ടം കിട്ടിയപ്പം അതല്ല, പഠിപ്പിൻ്റെ കുറവായിരിക്കും. സ്കൂളിൽ പോയി നോക്കുക, കുറേ പഠിച്ചു, പഠിപ്പിൻ്റെ പ്രശ്നമല്ല. പിന്നെ ജോലിയുടെ കുറവാണ്. ജോലി കിട്ടിയപ്പോഴോ ജോലിയുടെ പ്രശ്നമല്ല, ശമ്പളം കുറഞ്ഞുകൊണ്ടാണോ? ഒന്നുകൂടി വലിയ ജോലി, കുറച്ചധികം ശമ്പളം കിട്ടി. അപ്പോഴോ കുറവ് എന്താ കണ്ടുപിടിച്ചു? കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചപ്പോഴോ എന്നിട്ട് എന്തോ ഒരു കുറവ്. കുട്ടിയില്ല. ആൺകുട്ടിയായാൽ പെൺകുട്ടി വേണമെന്നായി, പെൺകുട്ടിയായാൽ ആൺകുട്ടി വേണമെന്നായി, രണ്ടെണ്ണമായാൽ ഇത് രണ്ടും നേരെയായില്ല എന്നായി. അവർ പറഞ്ഞാൽ കേൾക്കണില്ല എന്നുള്ള വിഷമം. അവർ പറഞ്ഞാൽ കേട്ടാൽ ഞാൻ തൃപ്തനാവും കേട്ടോ. അവർ പറഞ്ഞാൽ കേട്ടാലും തൃപ്തരൊന്നും ആവില്ല. അതൊന്നും ആവില്ല.
ഒക്കെ വെറുതെ. പിന്നെ അവരുടെ കല്യാണം, വന്ന മരുമകൾ ശരിയല്ല, ഇനി അതിനെ നേരെയാക്കണം, ഇങ്ങനെയൊക്കെ ഓരോ. ഇതൊന്നും നമ്മൾ ആലോചിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂർണ്ണരാ. അതറിഞ്ഞ് അവിടെ നിൽക്കുക. നമുക്കിങ്ങനെ തോന്നുന്നതോ കുറവുണ്ടോ, അത് ശരീരമായിട്ടുള്ള അഭിമാനം കൊണ്ടാണ്. ഈ ശരീരം ഞാൻ അങ്ങോട്ട് വിചാരിച്ചാൽ നമുക്ക് കുറവ് തുടങ്ങി. ചന്ദ്രൻ അങ്ങനെയാണ്. കല നോക്കിയാൽ കുറയേണ്ടതും കൂടുതലായിട്ടും കാണാം. അതിങ്ങനെ കുറഞ്ഞ് ക്ഷീണിച്ചു, ഇല്ലാണ്ടേയും മരിച്ചു കേട്ടോ, ചന്ദ്രൻ പോയി എന്നൊക്കെ പറയുമ്പോൾ വ്യത്യാസം ലേശം ഉണ്ടാവും. അതങ്ങനെ അങ്ങനെ വലുതായി വരും. ശരീരം നോക്കിയാൽ നമ്മൾ ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്, ഇല്ലാണ്ടാവുന്നുണ്ട്. പക്ഷേ ആത്മാവിനെ ശ്രദ്ധിച്ചാൽ ശരിക്കും ഞാൻ ആത്മാവല്ലേ, ഈ ശരീരമല്ലല്ലോ. അതെന്താ അറിയാത്തത്? അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ദുഃഖിക്കാനൊന്നുമില്ല. ദുഃഖം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ കഥ കേൾക്കുമ്പോൾ ദുഃഖം ഉണ്ടാവുന്നുണ്ടോ? ഞാനിപ്പോൾ കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ? എന്തല്ലാത്തു ചോദിച്ചപ്പോൾ ആത്മാവിനെ പറ്റിയാണ് പറയണത്. അതാണ് ഈശ്വരനെ പറ്റി, തന്നെ പറ്റിയാണ് പറയണത്. ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ ദുഃഖമില്ല. ഇതങ്ങോട്ട് നന്നാ ദുഃഖമായി, പഴയ ദുഃഖം വീണ്ടും വരും. കാരണം അപ്പോഴേക്കും എന്തോർത്തു? ശരീരത്തെക്കുറിച്ച് ഓർത്തു, ഇതായിട്ട് ബന്ധപ്പെട്ടവരെ കുറിച്ച് ഓർത്തു. മൂപ്പർക്ക് പ്രഷറിൻ്റെ ഗുളിക എന്നിപ്പോൾ കഴിച്ചോ എന്തോ. അല്ല, ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ടതൊക്കെ മെസ്സേജ് അയക്കുക, വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാൻ തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ അത് ശരീരമായിട്ടുള്ള താതാത്മ്യമാണ്. അതങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെയുണ്ട്. അങ്ങനെ ശരീരമായിട്ടുള്ള താതാത്മ്യം കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. ശരീരത്തെ മറന്നാലോ ദുഃഖമില്ല. ശരീരം ഞാനല്ല എന്ന് പറഞ്ഞാൽ ദുഃഖമില്ല. അതുകൊണ്ട് അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? അതാണ് ചന്ദ്രൻ പഠിപ്പിച്ചത്. നമ്മളൊക്കെ ആരാണ്? അമൃത സ്വരൂപികളാണ്. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്. നമ്മളാരും കരയേണ്ടവരല്ല. നമ്മളൊക്കെ വലിയ സമ്പന്നന്മാരാ, ദരിദ്രന്മാരാണെന്ന് വിചാരിക്കരുതേ എന്നെ ആര് പഠിപ്പിച്ചു? പൂർണ്ണരാണ്, ഒരു കുറവില്ലാത്തവരാണെന്ന് ആര് പഠിപ്പിച്ചു? ചന്ദ്രൻ പഠിപ്പിച്ചു. അടുത്തത് സൂര്യൻ പഠിപ്പിച്ചു. ഇങ്ങനെ പൂർണ്ണരാവണമെങ്കിലേ, നമുക്കത് ബോധ്യമാവണില്ലെങ്കിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യണം. സൂര്യനെ പോലെ കർമ്മം ചെയ്യൂ. സൂര്യൻ്റെ പ്രത്യേകത എന്താ? അതങ്ങനെ ജ്വലിക്കുന്നുണ്ട്. അതിനാവണതുപോലെ എത്ര കണ്ട് സാധിക്കുമോ അത്രയും ഭംഗിയിൽ അത് ജ്വലിക്കുന്നുണ്ട്. പക്ഷെ അതെന്താ ആഗ്രഹിക്കുന്നില്ല? ആരും സ്തുതിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അത് ആരുടെയും പ്രശംസ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഫലം ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. എന്താണ്? സൂര്യൻ വന്ന് ചോദിക്കാറുണ്ടോ, ഇന്നലെ ഉച്ചയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രകാശം, ഇഷ്ടപ്പെട്ടു എന്നൊന്നും നമ്മൾ ചോദിക്കും. കഴിഞ്ഞാൽ എൻ്റെ പ്രഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു? 60 വർഷമായിരുന്നു. വർഷമായിരുന്നു ചോദിക്കരുത്. അതൊന്നും ചോദിക്കണ്ട. സൂര്യൻ ചോദിച്ചിട്ടില്ലല്ലോ. സൂര്യനാവണത് പോലെ അത് ജ്വലിച്ചു. ചിലപ്പോൾ ഇതിനേക്കാൾ ജ്വലിക്കുന്ന സൂര്യൻ വേറെ ഉണ്ടാവുമായിരിക്കും. അതിപ്പോൾ ആ സൂര്യൻ, എത്ര സൂര്യന്മാർ ഇവിടെ ഉണ്ട്? നമ്മളിപ്പോൾ ഒന്നിനേ കാണുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ സയൻസ് തന്നെ പറയുന്നുണ്ട്, ധാരാളം സൂര്യന്മാരുണ്ട്. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. തനിക്കാവണത് പോലെ തൻ്റെ ഉദ്ദേശം ശുദ്ധമാണ്, അത് വൃത്തിയിൽ ചെയ്യുന്നു, അത്രേ സൂര്യനുള്ളൂ. സൂര്യൻ അതിന് ശേഷമുള്ള കാര്യത്തെ പറ്റിയൊന്നും സൂര്യൻ ചിന്തിക്കാറില്ല. ഫീഡ്ബാക്ക് നോക്കില്ല. നമ്മളതല്ല. കഴിഞ്ഞാൽ പിന്നെ ഓരോ അമ്മമാരും വരും, അഭിപ്രായം പറയും. ഇതാ മൈക്ക് ആദ്യം ഒരു പരിപാടി നമുക്കില്ല. അങ്ങനെ പറഞ്ഞാൽ വിഷമാവും. പിന്നെ അവർ വന്ന് ഓരോന്നും അങ്ങനെ 200 ആളുണ്ടെങ്കിൽ 400 അഭിപ്രായമായിരിക്കും. അതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതും ഉണ്ടാവും. ഇപ്പം തന്നെ നമുക്കിപ്പം തോന്നുന്ന അഭിപ്രായം അവർ 2 ദിവസം കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള തിരുമേനി, പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി വേറെ ഒന്നാക്കിയാലോ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ശരി തോന്നുന്നത് എന്ത് ചെയ്യുക? അത് ഉറപ്പാണെങ്കിൽ ചെയ്തുകൂടാ. നാളെ തെറ്റ് തോന്നിയാൽ മാറ്റാമെന്ന്. അത്ര തന്നെ. സൂര്യൻ അത്രയേ ഉള്ളൂ. അത് ആസ്വദിച്ച് ജ്വലിക്കുന്നു. അത് അഭിപ്രായം ചോദിക്കാറില്ല. ഇതുപോലെ ദുഃഖം വേണ്ടാന്നുണ്ടെങ്കിൽ എന്താണ്? അത്രയും ദുഃഖിക്കണം മോഹാച്ച അഭിപ്രായം ചോദിക്കാം. അല്ല, ദുഃഖം വേണ്ടാന്നുണ്ടെങ്കിൽ സൂര്യനെ പോലെ കർമ്മം ചെയ്യൂ. കാരണം കർമ്മയോഗിയാണ് സൂര്യൻ. അതങ്ങനെ ചെയ്യുന്നു. അത് ജ്വലിക്കുമ്പം തന്നെ ആസ്വദിക്കുകയാണ്. നല്ല സംഗീതജ്ഞന്മാർ, അങ്ങനെ പാട്ടുകാരും, അങ്ങനെ അവർ പാടുമ്പോൾ തന്നെ ആസ്വദിക്കുക ചെയ്യുക. അവർ പാടിക്കഴിഞ്ഞ് വല്ലതും കിട്ടണമെന്നൊന്നുമില്ല. നോട്ടുമാല കിട്ടിയ സന്തോഷം, ആ തിരക്കെടുത്തി അത്രയേ ഉള്ളൂ. അതല്ലാതെ അത് നോട്ടുമാല കിട്ടാൻ വേണ്ടി പാടില്ല. അവർ രസിച്ച് പാടുന്നു. ഇപ്പോൾ കുളിമുറി എന്നൊക്കെ പാടുന്നത് നോട്ടുമാല കിട്ടാനാ? അതാവില്ലല്ലോ. അപ്പം അവരാസ്വദിച്ചത് പാടുന്നു, ലയിച്ച് പാടുന്നു, സന്തോഷിക്കുന്നു. ഇതുപോലെ ഒരു കർമ്മം ചെയ്യുമ്പോൾ സന്തോഷിച്ച് അങ്ങോട്ട് ചെയ്യുക. ഓഫീസ് ജോലിയാണോ സന്തോഷിച്ച് ചെയ്യുക. പ്രഭാഷണം പറയാനാണെങ്കിൽ സന്തോഷിച്ച് പറയുക. കേൾക്കാനാണെങ്കിൽ സന്തോഷിച്ച്. എന്നാലിത് കേൾക്കേണ്ടി വന്നല്ലോ, നല്ലൊരു ഞായറാഴ്ച, ഒരാവശ്യമില്ലായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞത് എന്ത് ഓർഡർക്ക് പോകാം. ആസ്വദിച്ച് കേൾക്കുക. ഒരു ദുഃഖം വന്നാൽ അത് ആസ്വദിച്ച് ദുഃഖിക്കുക. അത്ര തന്നെ. അതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഇവിടെ പറഞ്ഞ വിഷയം, ചെയ്യണ കർമ്മം അത് ആസ്വദിച്ച് ചെയ്യുക. അതിൻ്റെ ഫലത്തെ പറ്റി ചിന്തിക്കേണ്ട. ഫലം കിട്ടില്ല പറഞ്ഞിട്ടില്ലേ? കർമ്മം ചെയ്താൽ ഫലം കിട്ടും, അത് നിയമമാണ്. പക്ഷെ ഫലത്തെ പറ്റി ആദ്യം ചിന്തിച്ചാൽ ചെയ്യണ കർമ്മം നേരാവണം പറ്റില്ല. പറ്റുമോ?
കൂലി തന്നെ കുറയോ കൂടുകയോ ഉള്ള ആലോചന ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് വൃത്തിയിൽ കർമ്മം ചെയ്യാൻ പറ്റില്ല. അയാളെ മനസ്സിൽ എന്തായിരിക്കും? ഇത് കഴിഞ്ഞാൽ നമുക്കണ്ടാ വിട്ടു, ഇത് കഴിഞ്ഞാൽ തോന്നണില്ല, ഇത് ശരിയാവില്ല, ഇങ്ങനെ ഈ സംശയം കൊണ്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് അത് വേണ്ട. തൻ്റെ കർമ്മം വൃത്തിയിൽ ചെയ്യുക. അതെന്താ വരട്ടെ, അത് കർമ്മത്തിൻ്റെ ഒരു നിയമമാണ്, വന്നോളും, അതെന്തായാലും കുഴപ്പമില്ല, ഞാൻ സന്തോഷിക്കും എന്ന് തീരുമാനിക്കണം. ഇങ്ങനെയാണ് ആര്? സൂര്യൻ. നമ്മളിപ്പോൾ സൂര്യൻ ഇങ്ങനെ ജ്വലിക്കണതേ കാണുള്ളൂ, ഇങ്ങനെ വല്ല പാടും പഠിച്ചു. അതാണ് അവധൂതൻ. എന്താ വെച്ചാൽ ഈ പഠിക്കാനുള്ളൊരു മനസ്സുണ്ട്. അതുകൊണ്ടൊരു സാധകൻ ഉണ്ടാക്കേണ്ടത് ജീവിതത്തിൽ എന്ത് കാണുമ്പോഴും ആധ്യാത്മികമായിട്ട് ഞാൻ ഉയരും. എന്ത് വന്നാലും, അത് ദുഃഖം വന്നാലും സുഖം വന്നാലും ഉയർച്ച വന്നാലും തളർച്ച വന്നാലും എന്ത് വന്നാലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത് ദുഃഖം സഹായിക്കണം. നമ്മളെ വേദാന്തം പഠിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണെന്ത്? സുഖം അഹങ്കരിക്കാനാണ് സഹായിക്കുന്നത്. ഉപനിഷത്ത് പഠിക്കാനും ഭാഗവതം പഠിക്കാനുമല്ല. എന്നാൽ ദുഃഖമാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഈ ദുഃഖം ഇല്ലാണ്ടിയാക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് തോന്നി ഈശ്വരാധീനുണ്ടെങ്കിൽ ഭാഗവത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് അതാണ് സൂര്യൻ പഠിപ്പിക്കുന്നത്. അടുത്തത് പൃഥിവി വായു ആകാശം ആപഹ അഗ്നി ചന്ദ്രമ രവി കപോതഃ. കപോതം എന്ന് പറഞ്ഞാൽ പ്രാവ്. പ്രാവെന്ന് പഠിപ്പിച്ചു. പ്രാവ് പഠിപ്പിച്ച പാഠം എന്താ വെച്ചാൽ, പ്രാവ് കല്യാണം കഴിച്ചു, അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് കഴിയുകയാണ്. പക്ഷെ എന്താ കുഴപ്പം ചോദിച്ചാൽ, അങ്ങോട്ട് രക്ഷിതാക്കളുടെ സമൂഹത്തോടു കൂടിയുള്ള കല്യാണം അല്ല അത്രേ. അപ്പോൾ ഇവർക്ക് വേറൊരു ഫ്ലാറ്റെടുത്ത് താമസിക്കേണ്ടി വന്നു. കയ്യിൽ കാശുമില്ല, ആരുടെയൊക്കെയോ കടം വാങ്ങി. രണ്ട് കൂട്ടരുടെ വീട്ടുകാർ സഹായിക്കുന്നില്ല. പിന്നെ ഒരു കുട്ടിയായാൽ മനസ്സ് മാറുന്നൊക്കെ അങ്ങനെയാണല്ലോ പറയുക. പക്ഷെ ഇത് 2-3 കുട്ടികളായിട്ടും അവരുടെ മനസ്സ് മാറുന്നില്ല. പെട്ടു പറഞ്ഞാൽ മതി. അങ്ങനെ അവസാനം ഒരു പ്രാവിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ 2 പ്രാവും കൂടി ജോലിക്ക് പോയി. 2 പ്രാവും കൂടി ജോലിക്ക് പോയ മക്കളുടെ കാര്യം എന്താ? അവരെ നോക്കണ്ടേ? പറ്റുന്നില്ല. 2 അറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ മക്കളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷേ മക്കളെ നോക്കാൻ പറ്റിയില്ല. ഏതോ ഒരു വേടൻ വന്ന് വല വിരിച്ചു. അത് ശ്രദ്ധിക്കണം. നമ്മൾ പോകുമ്പോൾ വല്ല വേടന്മാരും വല വിരിക്കണ്ടോന്ന് ഒരു CCTV വെക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ വല്ല വേടനും വന്ന് വല വിരിച്ചാൽ പെട്ടുപോകും. കാരണം കുട്ടികൾക്ക് അത്രയല്ലേ ബുദ്ധിയുള്ളൂ. അവർ ഭാഗമൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, തുടക്കത്തിലേ പഠിക്കുമോ? കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായ ഭാഗം പഠിച്ചിട്ട് തന്നെ എത്ര പേര് വല ചാടുന്നുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല എന്നർത്ഥം. അതുകൊണ്ട് കരുതണം. ഇത് ഈ 2 പ്രാവുകളും പോയി തിരിച്ചു വരുന്ന സമയത്ത് വേടൻ്റെ വലയിൽ പ്രാവുകൾ വീണുപോയില്ലേ കുട്ടികൾ. അമ്മപ്രാവ് തിരിച്ചു വന്ന സമയത്ത് ഈ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല. മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇര തേടാൻ പോയത്, നീ ഇവരില്ലാണ്ട് എന്ത് ജീവിതം എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞെടുത്ത് ചാടി. എവിടേക്ക്? അങ്ങനെ കണ്ട് എടുത്ത് ചാടാൻ പറ്റുമോ? ഭർത്താവില്ലേ? അത് മറന്നുപോയി. കുട്ടികളോടുള്ള അമിതമായ ആസക്തി കൊണ്ട് ഭർത്താവിൻ്റെ കാര്യം മറന്നുപോയി. അതല്ലെങ്കിൽ എന്തൊക്കെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്, നാട് വിട്ട് വല്ല കാശിക്ക് പോയി കൂടെ? എന്തൊക്കെ വഴി ഇവിടെ ലോകത്തുണ്ട്. മുടി അങ്ങോട്ട് മൊട്ടടിക്കുക, ആൾക്കാർക്ക് മനസ്സിലാവില്ല. അങ്ങനെ മുടി മീശൊക്കെ പഠിച്ച് അങ്ങോട്ട് പോയാൽ പോരെ. എന്തിനാ ആത്മഹത്യ ചെയ്യണം? അതാ ചോദ്യം. ഇത് ആത്മഹത്യ ചെയ്തു. ആരെ മറന്നു? ഭർത്താവിനോട് ആസക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടികളോടുള്ള അമിത ആസക്തി കാരണം ഭർത്താവിൻ്റെ ആ കാര്യം ഓർമ്മ പോയി. ഗുരുവായൂരപ്പനെ ഓർമ്മ പോകുന്നില്ലേ നമുക്ക് പലപ്പോഴും? ഗുരുവായൂരപ്പനിലായിട്ടൊന്നല്ല, അങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുമ്പം മക്കളെ പറ്റി ഓർക്കുമ്പോൾ, അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ, അമ്മയെ പറ്റി, പണത്തെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ആര് പോകും? ഗുരുവായൂരപ്പനെ കാണില്ലേ? ഗുരുവായൂരപ്പനെ ഓർത്താൽ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയും. പക്ഷെ മറന്നുപോയി. അത്യാസക്തി കൊണ്ട് വരുന്ന അപകടം ഈ പ്രാവിനെ കണ്ടുപഠിക്കൂ. അച്ഛൻ പ്രാവ് വന്ന സമയത്ത് ഭാര്യയും മക്കളും ഉണ്ട് വലയിൽ. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം താൻ കൊണ്ടുവന്ന സമ്പാദ്യമൊക്കെ വലിച്ചെറിഞ്ഞ് വലയിലേക്ക് അങ്ങോട്ട് ചാടി. അങ്ങനെ എല്ലാവരും നശിച്ചു. ലാഭം ഉണ്ടായത് വേടനാണ്. ഇത് ശരിയായോ യദുരാജാവേ? എന്താ അങ്ങയുടെ അഭിപ്രായം എന്ന അവധൂതൻ. ശരിയായില്ല. നമ്മളൊക്കെ ചെയ്യണത് ഇപ്പം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ശരിയില്ലാത്ത കാര്യമാണ് നമ്മളൊക്കെ ചെയ്യണത്. ഭാര്യയിലും മക്കളിലും അല്ലെങ്കിൽ ഭർത്താവിലും കുട്ടികളിലും സ്ഥലത്തിലും വീടിലും പലതിലും അഭിമാനം വെച്ച് ഭഗവാനെ മറന്ന് അവസാനം ഇതൊക്കെ തുച്ഛമാണ്, അപ്രസക്തമാണ് എന്ന് അറിയുന്ന സമയത്ത് ഭഗവാനെ ഭരിക്കാൻ സമയവുമില്ല, മനസ്സുമില്ല. അല്ലാത്തൊരവസ്ഥയും. അതുകൊണ്ട് ആദ്യം ഒന്ന് ഉറപ്പിക്കൂ. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? കപോതം. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അതൊക്കെ എല്ലാവർക്കും വരും. പക്ഷേ ജ്ഞാനികൾ എന്ത് ചെയ്യില്ല? ആ സാഹചര്യം വന്നാലും ദുഃഖിക്കില്ല. ജ്ഞാനിയുടെ ബന്ധുക്കൾ നശിക്കാണ്ടിരിക്കുമോ? ജ്ഞാനിയുടെ ശരീരവും നശിക്കില്ലേ? നശിക്കും. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇത് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം നല്ലോണം ഉപയോഗിക്കുക. കേടായ വലിച്ചെറിയുക. അത്ര തന്നെ. അതല്ലാതെ ആർക്കും ഉപദ്രവമില്ലാത്തൊരു മട്ടിൽ എവിടെയും കൊണ്ടുപോയി ഇടുക. അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളധികവും ലോകത്തെന്താ കുഴപ്പം ചോദിച്ചാൽ അപൂർവം ചില ദിക്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളുള്ളൂ. അല്ലാതെ TV തുറന്നാലും ചാനൽ മാറ്റിയാലും ഒക്കെ എന്താ ഉപദേശം? അതൊക്കെ
ശരീരം സൂക്ഷിക്കാനുള്ള വഴികളെ പറ്റി ഇന്നത് തേക്കൂ, ഇന്നത് കുടിക്കൂ, ഇന്നത് നേരെയാക്കൂ, എന്നങ്ങനെ യൗവനം വീണ്ടെടുക്കാം. എന്തെടുക്കാന്നാ പറയുക ഒരു സംഗതി. പക്ഷെ ഇതിലൊക്കെ ഭ്രമിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇതിലൊന്നും ശ്രദ്ധ വരണമില്ല. അവിടെയാണ് കുഴപ്പം. അതുകൊണ്ട് അതാര് പഠിപ്പിച്ചു? അത് ഈ കപോതം. ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തി വേണ്ട. നാതി സ്നേഹ പ്രസംഗോവാ. അധികം സ്നേഹം ആരോടും വേണ്ട, ആരോടും അധികം വർത്തമാനം പറയണ്ട. പ്രസംഗം വേണ്ട. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രഭാഷണമല്ല, അതും വേണ്ട, അത് ശരിയാണ്. എന്നാലും സംഘം, അറ്റാച്ച്മെൻറ്റ്. ഒന്നിനോടും എന്ത് വേണ്ട. മിണ്ടുമ്പോഴാണ് ഈ ഒരു ബന്ധം ഉണ്ടാവുക. ഒന്നും മിണ്ടാണ്ടിരുന്ന ബന്ധമൊന്നും ഉണ്ടാവില്ല. നമ്മളടുത്ത് ആരെങ്കിലും വന്നാൽ അങ്ങനെ അങ്ങനെ നോക്കൂ, തിരുമേനി, പിന്നെ അടുത്തേക്ക് വരില്ല. നമ്മൾ വരുമ്പോൾ ഒന്ന് ചിരിച്ചോ, എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവർക്കൊന്നും കൂടല്ലേ. ഇപ്പം ബന്ധം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രശ്നങ്ങളും പറയുക, അതൊന്നും ഒരു പ്രയാസമായില്ലേ. അപ്പം അതുകൊണ്ട് വർത്തമാനം പറയുമ്പോഴാണ് ബന്ധം കൂടുക. അതുകൊണ്ട് അധികം ദുഃഖമൊന്നും വേണ്ട എന്നാണ് ഭാവമെങ്കിൽ അധികം ആരോടും വർത്തമാനം പറയേണ്ട, അധികം ആരെയും മനസ്സിലേക്ക് എടുത്തു വയ്ക്കും വേണ്ട. അത് എടുത്തു വച്ചതാണ് ആരുടെ പ്രശ്നം? ഗൃഹേഷു ഖഗവത് സക്തഃ തമാരൂഢച്യുതം വിദുഹു. ഈ പക്ഷികൾ കണ്ടില്ലേ, വീട്ടിൽ വല്ലാതെ വീടിനോടുള്ള ആസക്തി, മക്കളോടുള്ള ആസക്തി കൊണ്ട് ഈ പക്ഷിക്ക് എന്ത് പറ്റി? എത്രയോ മുകളിലെത്തുക, താഴത്തേക്ക് വീണില്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതാണ് എന്നെ ആര് പഠിച്ചത്? കപോതം പഠിപ്പിച്ചു. അടുത്തത് പെരുമ്പാമ്പാണ്. അജഗരാഹ. ഈ അവധൂതൻ അങ്ങനെ സഞ്ചരിക്കല്ലേ, ചിലപ്പോൾ കാട്ടിലൂടെ സഞ്ചരിക്കും, നാട്ടിലൂടെ സഞ്ചരിക്കും. അപ്പോഴൊക്കെ കാണുന്ന കാഴ്ചയൊക്കെ ഇയാൾക്ക് പാടാ. എവിടേക്കെത്താൻ? ഭഗവാനിലേക്ക് എത്താനുള്ള പാഠങ്ങളാണെല്ലാം. നമ്മളിങ്ങനെ കയറല്ലേ, മുന്നിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ സ്റ്റെപ്പാണ്. ഒരു കാലം കൂടി എടുത്തു വെച്ച് മുകളിലേക്ക് അങ്ങോട്ട് കയറി. ഇങ്ങനെയാണ് വേണ്ടതെന്ന് കാണിക്കുകയാണ്. അജഗരം പഠിപ്പിച്ച പാഠം എന്താ വെച്ചാൽ, അതിനെ ഇഴയാനൊന്നും വയ്യ. പക്ഷെ അതും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ. ഇര തേടാനുള്ള ശക്തി അതിനില്ല. എന്നിട്ട് അത് കഴിഞ്ഞു കൂടുന്നുണ്ടല്ലോ. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ അതിനെ നിരീക്ഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് വായ തുറന്ന് ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും, എന്നാലും അത് വായ അടക്കില്ല. കിട്ടിയായിരിക്കും, എപ്പോഴെങ്കിലും സമയമാകുമ്പോൾ കിട്ടും. വായ തുറന്നങ്ങനെ കിടക്കും. ചിലപ്പോൾ എന്ത് പറ്റും ചോദിച്ചാൽ, ഈ മാനും മകനൊക്കെ സിംഹത്തിനെയും പുലിയും പേടിച്ച് ഓടുന്ന സമയത്ത് വഴി തെറ്റി ഈ പാമ്പിൻ്റെ വായിൽ വന്ന് വീഴും. വീണാൽ പിന്നെ അത് വായ അടച്ചു, പിന്നെ അത് കഴിക്കും. ചിലപ്പം ഈ 2-3 മാസത്തേക്കൊന്നും കഴിച്ചില്ല എന്ന് വരും. ഒരു പരാതി ആർക്കില്ല. കാരണം ആ അജഗരത്തിന് അറിയാം, എനിക്ക് കിട്ടേണ്ടത് കിട്ടും, കുറച്ച് വൈകിയായാലും കിട്ടേണ്ടത് കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ കിട്ടാൻ യോഗമില്ല. അതെന്തല്ലേ, അതിന് മനസ്സിന് അതിനൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ സങ്കല്പമാണ്. പഠിക്കണമെച്ചാൽ ഇങ്ങനെ സങ്കല്പിക്കുക. യാദർച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കാൻ പഠിക്കൂ. മനസ്സിനെ പഠിപ്പിക്കൂ. ഞാൻ സന്തോഷിക്കുകയുള്ളൂ, എന്ത് കിട്ടിയാലും ഞാൻ സന്തോഷിക്കും. ഇങ്ങനെ ഒന്ന് ശീലിച്ചാൽ ദുഃഖമില്ലാണ്ട കഴിയുക. അതാണ് ഈ അജഗരം പഠിപ്പിച്ചത്. ഇടയ്ക്ക് കുറേ കിട്ടും, ഇടയ്ക്കൊന്നും കിട്ടില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് ഏകാശിക്കോട്ടെ വിചാരിക്കും. തന്നെ കിട്ടുന്ന ദിവസം കിട്ടുന്നത് കഴിക്കും ചെയ്യും. കിട്ടുന്നത് വേണ്ടാന്ന് പറയില്ല, അതും പറയണ്ടെന്ന്. കിട്ടണമൊന്നും വേണ്ടാന്ന് പറയണ്ട. ഭോഗത്തിനായിക്കൊണ്ട് കാക്ഷിക്കയും വേണ്ട. നീ ഭോഗം വിധീവത്. നീ കിട്ടുന്നതൊന്നും വേണ്ടാന്ന് ആരും മസാദോഷമായി തന്നു വേണ്ടാന്ന് പറയണ്ട. നന്നായി, ആയിക്കോട്ടെ, സന്തോഷം. 10 വാങ്ങി തന്ന ബുദ്ധിമുട്ടാവും. അത് വേണ്ട, നീ നാളെ തന്നാൽ മതി. ഇന്ന് എല്ലാവരും കൂടി അത്രയേ ഉള്ളൂ. നീ തരണില്ല കരുതി ആലോചിക്കൊന്നുമില്ല, അത്രയും ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അമിതമായി ഉത്കണ്ഠപ്പെടണ്ട. അതാണ് ആര് പഠിപ്പിച്ചത്? അജഗരം. നമ്മൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ വേണ്ടതൊക്കെ പ്രകൃതി അത് വേണ്ടതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉൾക്കൊള്ളില്ല, പക്ഷെ കുറേ കഴിയുമ്പോൾ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം നമ്മൾ ജനിക്കുമ്പോഴേക്കും കുടിക്കാനുള്ള പാല് അമ്മയുടെ മാറത്ത് വെച്ചില്ലേ. എന്നിട്ട് ആ ഭഗവാനെ നമ്മൾ പരീക്ഷിക്കുക, എന്തായാലും നാളെ തിന്നാൻ കിട്ടുമെന്നുള്ള സംശയമാണ് ഇപ്പോൾ. അത് പേടിക്കണ്ട, കിട്ടും. ഇല്ലെങ്കിൽ അങ്ങനെയാവും യോഗം, അങ്ങനെ അങ്ങോട്ട് പോകാനായിരിക്കും. അത് വിചാരിച്ചാൽ മതി. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? അജഗരം പഠിപ്പിച്ചു. സിന്ധു, സമുദ്രം പഠിപ്പിച്ച പാഠം എന്താ വെച്ചാൽ, സമുദ്രം എത്ര ദിക്കിൽ നിന്ന് നദികൾ വരുന്നുണ്ട്, പക്ഷെ സമുദ്രത്തിലെത്തിയ പിന്നെ പേരില്ല. ഭഗവാന്റെ അടുത്തെത്തിയ പിന്നെ എന്തില്ല, പിന്നെ അയാൾക്ക് പേരില്ല. അയാൾ അതിനെ കണ്ടത്. അതല്ലേ ഗോപിമാർക്ക് പേരില്ലല്ലോ. ഗോപി എന്ന് പറയുന്നല്ലാണ്ട് ഒരു ഗോപികയുടെയും പേര് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല. എന്താ കാരണം വെച്ചാൽ, എന്ത് പേര്? കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നദികൾക്ക് പേര് പറയാൻ പറ്റും. ഗംഗ, ഗോദാവരി, യമുന ഇതൊക്കെ കണ്ട് ഒഴുകി വന്ന് സമുദ്രത്തിലെത്തി. ആ ഗംഗാജലം എടുക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുക? ഒരു ബക്കറ്റ് വെള്ളം, അത് ഗംഗ. ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് യമുന പറയാൻ പറ്റുമോ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സമുദ്രമായി. ഇതുപോലെ
ആ ഈശ്വരനിലെത്തിയാൽ നമ്മളൊക്കെ പിന്നെ ശരീരം നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, മനസ്സ് നോക്കുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ബോധത്തെ ശ്രദ്ധിച്ച് നമ്മളൊക്കെ ഒന്ന് വിശാലമായ സമുദ്രം പോലെ നമ്മളുടെ മനസ്സും വിശാലമാക്കൂ. ആഴമുള്ള സമുദ്രം പോലെ നമ്മുടെ മനസ്സ് ആഴമുള്ളതാക്കൂ. ഈ സത്യം തിരിച്ചറിയാൻ പറ്റും. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? സമുദ്രം പഠിപ്പിച്ചു. അജകര സിന്ധു പതംഗ. അടുത്തത് പതംഗം. പതംഗം എന്ന് പറഞ്ഞാൽ മഴപ്പാറ്റ. മഴപ്പാറ്റയ്ക്ക് അധികമൊന്നും കാലം ജീവിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല സമയത്ത് കുഴപ്പമില്ലാണ്ടിരുന്നൂടെ? അതില്ല. അതതിൻ്റെ മുന്നേ തന്നെ ചാവാനായിട്ട് ഒരുങ്ങും. അതിൻ്റെ പ്രശ്നം കണ്ണാണ്. മഴപ്പാറ്റയ്ക്ക് കണ്ണാണ് പ്രശ്നം. മാനിന് ചെവിയാണ് പ്രശ്നം. ആനയ്ക്ക് ത്വക്കാണ് പ്രശ്നം. വണ്ടിന് മൂക്കാണ് പ്രശ്നം. മത്സ്യത്തിന് നാവാണ് പ്രശ്നം. മനുഷ്യന് ഇതൊക്കെ പ്രശ്നമാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കേണ്ടത് മനുഷ്യരാണ്. കാരണം ഒക്കെ വീക്ക്നെസ്സാണ്. കണ്ണും മൂക്കും നാക്കും ചെവിയും തൊക്കും. മറ്റത് അങ്ങനെയല്ല. മനുഷ്യൻ നാവിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, മാന് ചെവിയെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം കണ്ണും മൂക്കും നാക്കും ചെവിയും തൊക്കും തോന്നി വഴിക്ക് പോവുകയാണ്. അത് പഠിപ്പിക്കാനാണ് ഇപ്പം ഇനിയുള്ള ഗുരുനാഥന്മാരുടെ കഥ. പതംഗം പഠിപ്പിച്ചത് എന്താ വെച്ചാൽ, അത് കാഴ്ച കണ്ട് ഭ്രമിച്ച് പോവുകയാണ്. തനിക്ക് നേട്ടമുണ്ടാവും എന്ന് കരുതിയിട്ട് കാഴ്ച കണ്ടു പോകുന്നു. അടുത്തെത്തുമ്പോഴാണ് അബദ്ധം മനസ്സിലാവുക. പക്ഷേ തിരുത്താൻ പറ്റില്ല. എരിഞ്ഞങ്ങോട്ട് പോകും. തീയിലേക്കാണ് പോയതേ. വിളക്കൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് എന്തോ കേമാവും. അടുത്തെത്തിയാൽ സ്വർണ്ണമായിരിക്കും, അല്ലെങ്കിൽ വല്ല മഞ്ഞ ലഡുവായിരിക്കും. കഴിച്ചു നോക്കാം എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അടുത്തെത്തുമ്പോഴാണ് അയ്യോ ചിറക് കരിഞ്ഞു, ഇനി പറക്കാനും പറ്റില്ല, കഴിഞ്ഞു, അത് തീർന്നു പോവുകയാണ്. എന്നാൽ ഇത് കണ്ട് അടുത്ത പാറ്റ പഠിക്കുമോ? അതും വരുന്നു, എരിഞ്ഞു വീഴുന്നു. ഇങ്ങനെ പാറ്റകൾ വരിയായിട്ട് വന്ന് എരിഞ്ഞു വീഴല്ലേ. ആര് തിരിഞ്ഞോടുന്നു? ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്താലും കേൾക്കൊന്നുമില്ല. പോണ്ടാ പറഞ്ഞാൽ അയാൾ നമ്മളെ പറ്റിക്കാൻ പറയുക, പോയി നോക്കുക. അവിടെ കുഴപ്പം. ഏതെങ്കിലും ആചാര്യന്മാരൻ ഇങ്ങനെ പോണ്ട, വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ ദുഃഖിക്കേണ്ടി വരിക പറഞ്ഞാൽ അതിനുമേ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വഴിക്ക് തന്നെ പോയി ദുഃഖിക്കും. അതല്ലേ അവസ്ഥ. അതുകൊണ്ട് കണ്ണിനെ ശ്രദ്ധിക്കണം. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും. വീഴാൻ നിൽക്കരുത് എന്ന് തന്നെ ആര് പഠിപ്പിച്ചു? കാഴ്ച ശ്രദ്ധിക്കണം എന്നർത്ഥം. അധികം കാണുന്നത് നിർത്തണം. അത് ടി വി ആണെങ്കിലും മൊബൈലാണെങ്കിലും പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും എന്തായാലും. ഭാഗവതം കണ്ടോളൂ, കുഴപ്പമില്ല. അതല്ലാത്തതൊക്കെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ എരിഞ്ഞു പോവുകയാണ് ആയുസ്. അതങ്ങനെ തീരുകയാണ്. അത് തിരിച്ചു കിട്ടില്ല. നല്ലൊരു സമയം അങ്ങനെ എരിഞ്ഞു പോകണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്നർത്ഥം. അതാണ് എന്നെ ആര് പഠിപ്പിച്ചു? മഴപ്പാറ്റ പഠിപ്പിച്ചു. പതംഗാഹ. അടുത്തതെന്താ? മധുകൃത് ഗജഹ. മധുകൃത് എന്ന് പറഞ്ഞാൽ വണ്ട് എന്നർത്ഥം, അല്ലെങ്കിൽ തേനീച്ച ഒക്കെ പറയാം. രണ്ട് പാഠം പഠിപ്പിക്കുന്നുണ്ട്. വണ്ട് അതിന് ഗന്ധം മുഖ്യമാണ്. താമരയിൽ പോയിട്ട് വാസനിച്ച് അങ്ങനെ ആ സുഗന്ധം ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നേരം പോകുന്നത് അറിയില്ല. നമ്മളും അങ്ങനെ അറിയില്ല. സിനിമയൊക്കെ കാണുമ്പോൾ നേരം പോകുന്നത് അറിയും. പുറത്തിറങ്ങുമ്പോൾ രാത്രി അയ്യോ വരുമ്പോൾ അങ്ങനെയൊന്നല്ലായിരുന്നു, അറിയില്ല. ഇങ്ങനെ എന്തെങ്കിലും ലൗകിക വിഷയങ്ങൾ രസിക്കുമ്പോൾ നമ്മൾ ആയുസ് പോകുന്നത് നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. അവസാനമാവും തിരിച്ചറിയാം. പണ്ട് തേൻ കുടിച്ചിരിക്കുന്ന സമയത്ത് സന്ധ്യ ആവണത് അറിയണില്ല. താമര കണ്ട് കൂമ്പി സമയമാകുമ്പോൾ കൂമ്പും. നമ്മളെ കാത്തു നിൽക്കൊന്നുമില്ല. തട്ടി വിളിക്കൂല, പോകുന്നുണ്ടോ, പോയിട്ട് വാതിലടയ്ക്കാമെന്നും അറിയില്ല. അറിഞ്ഞില്ല. അവസാനം ഉള്ളിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കുകയാണ്. ഇതുപോലെ പറ്റിപ്പോകരുത്. ഏത് വിഷയത്തിനും ഗന്ധമുണ്ട്. ഒന്നിനോടും ഒട്ടാതെ നോക്കണം. ഒന്നിനോടും ഒട്ടണ്ട. വിഷയങ്ങൾ ആയിട്ട് ഒട്ടില്ല വിചാരിച്ചാൽ ഒട്ടും. ജഡമായ വസ്തുക്കൾ പോലും നമ്മളെ സ്വാധീനിക്കും. ജഡമായ വസ്തുക്കളും സ്വാധീനിക്കുന്നുണ്ട്. ഫാനിൻ്റെ ചോട്ട് പോയിക്കണത് എന്താ? അവിടെ കുറച്ച് കാറ്റ് കിട്ടും. അത് ജഡമായ വസ്തുവാണ്. എന്നാലും അതിനോടൊരു താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്. ചായ കാപ്പിയൊക്കെ ജഡമായ വസ്തുക്കളാണ്. ചായ ഇല്ലെങ്കിൽ വയ്യ പറയണില്ലേ? രാവിലെ തിരുമ്പി എണീറ്റ ഉടനെ ഒരു കാപ്പി, പിന്നെ ഒന്നും വേണമെന്നില്ല. എന്താ ഉടനെ ഇതിനെ കാപ്പി? അതാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പം കാപ്പിക്ക് ഗന്ധമുണ്ട്. അതിനാണ് വിഷയവാസന എന്ന് പറയും. ഏത് വിഷയത്തിനും ഇവിടെ എന്തുണ്ട്? ഒരു നമ്മളെ ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് ഇന്നത് വേണമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇന്നത് മാത്രമേ ആകർഷിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഇന്നതൊന്നുമില്ല, എന്തും. അതുകൊണ്ട് ഒന്നിനോടും അധികം ആകർഷണം പാടില്ല. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? ഈ ഒരു വണ്ട് പഠിപ്പിച്ചത്. പിന്നെ തേനീച്ച പഠിപ്പിച്ച പാഠം എന്താ വെച്ചാൽ, അധികമൊന്നും ആർജിച്ച് വെക്കണ്ട, കുറച്ചൊക്കെ ആർജിക്കുക. എന്നിട്ടോ ഇങ്ങനെ ആർജിക്കാൻ സാമർത്ഥ്യം ഇല്ലാത്ത ഭാവങ്ങളുണ്ടാവും, അവർക്ക് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആർജിക്കണമെന്ന് വിചാരിക്കുക.
ആപന്നാർത്തി പ്രശമന ഫല സമ്പതോ ഹ്യുത്തമാനാം. ഉത്തമന്മാർ കാശുണ്ടാക്കാറില്ല എന്ന് പറയണില്ല, ഉണ്ടാക്കും, നല്ലോണം ഉണ്ടാക്കും. പക്ഷെ അവർ ധൂർത്തരിക്കില്ല, അവർ പൊങ്ങച്ചം കാണിക്കില്ല. അവരെന്ത് ചെയ്യും? ഇല്ലാത്തവർക്ക് കൊടുക്കും, കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും, ന്യായമായ ദിക്കിൽ വേണ്ടതുപോലെ ചെലവഴിക്കും, ധാർമ്മിക കാര്യങ്ങൾ ചെയ്യും. അതിനു വേണ്ടി സമ്പാദിക്കാം. കാളിദാസൻ പറയണം, സജ്ജനങ്ങൾ സമ്പാദിക്കാറുണ്ട്. ആർക്ക് വേണ്ടി? ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ സമ്പാദിക്കാറുണ്ട്. അങ്ങനെ ആവാം. ഇതിപ്പം തേനീച്ച തേൻ കുറേ എടുത്തു വെച്ചു, അതും കഴിക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നുമില്ല. അവസാനം കരടി വന്ന് മുക്കിപ്പിഴിയും. ആരെ? അതിനെയും കൊല്ലും, തേനും കൊണ്ടുപോകും. ആർക്കും കൊടുക്കാണ്ട് എടുത്തു വെച്ചാൽ അവസാനം തനിക്കും ഉപകരിക്കില്ല, ആ ധനവും നഷ്ടപ്പെടും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി തൻ്റെ ഊർജം ചെലവാക്കണം എന്നാണ് എന്നെ ആര് പഠിപ്പിച്ചത്? ഈ തേനീച്ച പഠിപ്പിച്ചത്. അടുത്തതാരാണ്? പതംഗോ മധുകൃത് ഗജഹ. ആന. ആനെന്ത് പഠിപ്പിച്ചു ചോദിച്ചാൽ, ആന വലിയ ജന്തു പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സ്പർശസുഖം പ്രധാനമാണ്. ത്വക്കിനെ ജയിക്കാൻ അതിന് പറ്റിയിട്ടില്ല. ഒന്ന് ഊതിയാൽ ആ പാപ്പാൻ പറന്നു പോകും. പക്ഷേ ഈ വിവരാർക്കില്ല. അതല്ലേ, തോട്ടി കണ്ടാൽ പേടിക്കണം. എന്ത് തോട്ടി? അതൊക്കെ പൊട്ടിക്കാനുള്ള കഴിവ് ഈ ആനയ്ക്ക് ഉണ്ടെങ്കിലും ചങ്ങല തന്നെ ഒന്ന് കാലണയ്ക്കാൽ പൊട്ടും. എന്നിട്ട് ആ ചങ്ങലയുടെ ഉള്ളിൽ പൊട്ട് ഇങ്ങനെ താൻ ബന്ധനസ്ഥനായി എന്നുള്ള മട്ടിൽ ഒതുങ്ങി നിൽക്കണില്ല ആന. എന്താ കാരണം ചോദിച്ചാൽ, അതിന് ഈ സത്യം അറിയാത്തത് കൊണ്ടാണ്. താൻ ആത്മാവാന്നുള്ള സത്യം ഭാവം അതിനറിയില്ല. അത് സ്പർശസുഖത്തിൽ ഭ്രമിച്ചിട്ട് പറ്റിപ്പോയതാണ്. ആനയെ പിടിക്കാൻ മനുഷ്യർക്ക് എളുപ്പമാണ്. കാരണം മനുഷ്യന് ഈ ബുദ്ധിയുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ കുഴപ്പങ്ങൾ അറിയാം. ആനയെ പിടിക്കാനായിട്ട് പോണവരെന്ത് ചോദിച്ചാൽ, പിടിയാനയെ ദൂരത്ത് അങ്ങോട്ട് വയ്ക്കും. പിടിയാനയെ കണ്ടു കഴിഞ്ഞാൽ ആന പിന്നെ ഒന്നും നോക്കില്ല, വേഗം അതിൻ്റെ അടുത്തേക്ക് ഓടും. ഓടുന്ന സമയത്തോ താഴെ വലിയ കുഴി കുഴിച്ചിട്ടുണ്ടാവും ഈ ആനയെ കൊടുക്കാൻ പാകത്തിനും. അതിൻ്റെ മുകളിൽ മനസ്സിലാവാത്ത മട്ടിൽ പുല്ലൊക്കെ വെച്ച് മൂടിയിട്ടുണ്ടാവും. സ്വതവേ ആന ശ്രദ്ധിച്ച് നടക്കാറുള്ളൂ. നല്ലോണം കരുതി ഒരു കാല് വെച്ച് നല്ലോണം നോക്കി ഉറപ്പില്ലേ നോക്കിയിട്ടൊക്കെ അടുത്ത കാല് വയ്ക്കുള്ളൂ. ആന നടക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്കും കരുതി മാത്രമേ അത് സഞ്ചരിക്കുള്ളൂ. പക്ഷേ പിടിയാനയെ കണ്ടാൽ ശ്രദ്ധ പോവും, അതിൻ്റെ ജാഗ്രത നഷ്ടപ്പെടും. അതങ്ങോട്ട് ഓടിച്ചെല്ലും. പിടിയാന അടുത്തേക്ക് എത്തിയിട്ടില്ല, പിടിയാനയെ തൊട്ടിട്ടുമില്ല. അതിന് മുന്നേ എവിടെ വീണു? ഈ കുഴിയിൽ വീണു. ആകെ അതിന് ദിക്കറിയാണ്ട കഷ്ടപ്പെടും. പിന്നെ തീപ്പന്തം കൊണ്ട് പൊള്ളിച്ച് കുന്തം കൊണ്ട് കുത്തി വേദനയാക്കി അതിനെ മെരുക്കണം. അതോടുകൂടി ആരായി? കാട്ടാന ഒന്നിനും കൊള്ളാണ്ടിയായി, പിന്നെ നാട്ടാനായി. അതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥ ഈ ആനയ്ക്ക് വരാൻ കാരണം എന്താ? അതാണ് ചോദ്യം. ആനയ്ക്ക് വരാൻ കാരണം ആ പിടിയാനയുടെ പിന്നാലെ ഓടിയതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സ്പർശസുഖത്തിൻ്റെ പിന്നാലെ ഓടരുതേ. അതെന്നെ ആര് പഠിപ്പിച്ചു? അതെന്നെ ആന പഠിപ്പിച്ചു. അടുത്തത് മധുഹ, ഹരിണഹ, മീനഹ. അടുത്തത് ഹരിണഹ, മാൻ. മാൻ എന്താ പഠിപ്പിച്ചത്? മാന് ചെവിയാണല്ലോ മുഖ്യം. ശബ്ദം കേട്ടാൽ ചെവി കുറിപ്പിച്ച് അങ്ങനെ നിൽക്കും. കണ്ണ് തുറന്നാൽ നിൽക്കണമെങ്കിലും മുന്നിലുള്ളതൊന്നും ആര് കാണില്ല. ചെവി ശബ്ദത്തിലല്ലേ ശ്രദ്ധ, കൺമുന്നിലുള്ളത് കാണുന്നില്ല. അത്രയ്ക്കും അത് ശ്രദ്ധിക്കും. മനുഷ്യർ ചെല്ലും, രണ്ടുപേര് പോയിട്ട് ഒരാൾ കുഴൽ വിളിക്കും. ഒരു വേടൻ ആ കുഴവിളി കേട്ടുകൊണ്ടിരിക്കണ മാനിനെ പിടിക്കാനായിട്ട് പോകും. മാൻ ചെവി കുറിപ്പിച്ച് കുഴൽവിളി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണ് തുറന്നാണ് നിൽക്കണതെങ്കിലും വേടൻ കുന്തവും കൊണ്ടുവരുന്നത് ആര് കാണില്ല. അത് കാണില്ല. കുത്ത് കിട്ടുമ്പോഴാണ് അയ്യോ എന്ന് പറയാം. ഇതുപോലെ നമ്മളും കിട്ടുമ്പോഴാണ് അയ്യോ. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാൻ അന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പം കുത്ത് കിട്ടിയത് എന്നുള്ളത് കുത്ത് കിട്ടുമ്പോഴേ അറിയണുള്ളൂ. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് മുമ്പേ എന്ത് ചെയ്യണം? അറിയണം. അതറിയാൻ പറ്റിയില്ല. അതിന് കാരണം ചെവി. അതുകൊണ്ട് അധികം ശബ്ദങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. ശബ്ദം നമ്മളെ സ്വാധീനിക്കും. 10 പ്രാവശ്യം അതങ്ങനെ കേട്ടാൽ നമുക്കത് ശരി തോന്നും. അങ്ങനെ കുഴപ്പമുണ്ട്. അങ്ങനെ സ്വഭാവം നമുക്ക് കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് പരസ്യമൊക്കെ അങ്ങനെയല്ലേ. അങ്ങനെ കേട്ട് നമ്മൾ ഇഷ്ടത്തോടു കൂടി കേൾക്കണമെന്നല്ല, ശല്യമായിട്ട് കേൾക്കുകയാണ്. എന്നാലും നമ്മൾ അങ്ങനെ കടയിൽ പോയാൽ നമുക്ക് ആ സോഫ കാണുക ആദ്യം. അതിവിടെ അങ്ങനെ പതിഞ്ഞു, നമ്മൾ അറിയാണ്ട് ഉള്ളിൽ കിടന്നത് അറിയാണ്ട് എടുക്കും. കാരണം അത്രയ്ക്കത് സ്വാധീനിച്ചു. ഇങ്ങനെ ശബ്ദങ്ങൾ പലതും ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന ആ ശബ്ദം കേട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ശബ്ദത്തിൽ വല്ലാതെ ഭ്രമിക്കാൻ പോകണ്ട. സ്തുതി ശ്രദ്ധിക്കരുത്. അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ആയിക്കോട്ടെ, നന്നായി, അതന്നെ ഉള്ളൂ. കാരണം എന്ത് ചെയ്യരുത്, അതിൽ വല്ലാതെ സന്തോഷിക്കാൻ പോകണ്ട. അത് കരുതണം എന്നർത്ഥം. പ്രലോഭനങ്ങളിൽ വീഴാണ്ട് നോക്കണം. ഇതൊക്കെയാണ് എന്നെ ആര് പഠിപ്പിച്ചു? അതെന്നെ ഈ മാൻ പഠിപ്പിച്ചു. ഗ്രാമ്യഗീതം ന ശൃണുയാത്. ഗ്രാമ്യഗീതം കേൾക്കരുത്. മനസ്സിനെ ഇളക്കുന്ന ഗീതമല്ല കേൾക്കേണ്ടത്,
വികാരമുണ്ടാക്കുന്ന ശബ്ദങ്ങളല്ല കേൾക്കേണ്ടത്. പക്ഷെ ലോകത്തൊരു 90% ആളുകൾക്ക് അത് മതി. സപ്താഹം തന്നെ അത് മതി എന്നുള്ള അഭിപ്രായമാണ് പലർക്കും. അങ്ങനെയാണ് പലരും സപ്താഹമൊക്കെ നിർത്തിയത്. ഇന്നലെ വന്ന അദ്ദേഹത്തെ കണ്ടില്ലേ, അദ്ദേഹം സപ്താഹത്തിന് പോവാറില്ല. കാരണം എന്താ വെച്ചാൽ അധിക സപ്താഹ വേദിയിൽ എന്ത് മതി? DJ മതി. എന്താണ് അങ്ങനെയുള്ള ശബ്ദം അങ്ങനെ വേണം. കഥ കേൾക്കണം എന്നില്ല. വികാരമാണ് മുഖ്യം, വിചാരമല്ല എന്നർത്ഥം. മനസ്സിനെ ഇളക്കലാണ് മുഖ്യം. ചില പറയാറുണ്ട് ഒന്ന് ഇളക്കണം തിരുമേനി. ഇല്ലില്ല, ഞാൻ ഒന്നെങ്കിലും ഉറക്കും, അല്ലെങ്കിൽ എന്തിനു വെറുതെ ഇളക്കിയിട്ട് എന്തെങ്കിലും ഉളുക്കിപ്പോയാൽ അത് മതി. വലിയമ്മമാരൊക്കെ ഒന്ന് ചാടി എന്തെങ്കിലും പറ്റിയ പിന്നെ അതായില്ലേ, അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിക്കോളൂ, സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ഉണർന്നിരിക്കച്ചത് കേൾക്കാം, അല്ലെങ്കിൽ ഉറങ്ങുക. 2000 ലാഭ. ഉറങ്ങുകയാണെങ്കിൽ സുഖമല്ലേ? ഉറങ്ങാൻ പറഞ്ഞ ചെറിയ കാര്യമാണ്. അപ്പോൾ 2000 ലാഭമാണ്. അതുകൊണ്ട് വിചാരം, വികാരമല്ല മുഖ്യം. വികാരം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. നമ്മളൊക്കെ തുള്ളിക്കളിച്ച് പോവുകയും ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ആചാര്യം പോരാ, തുള്ളിക്കളിപ്പിച്ചു എന്നാ പറയാ. അറിയോ, നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, ധാരാളം കേട്ടിട്ടുണ്ട്. തൽക്കാലം വികാരത്തിൽ നമ്മളും പെടും, ഒന്ന് കളി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ചെയ്യുമ്പം അപ്പം ആലോചിക്കുമ്പോൾ അയ്യേ അല്ലട്ടോ വേണ്ടത് എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് വികാരമല്ല വേണ്ടത്, വിചാരമാണ് വേണ്ടത്. അതുകൊണ്ട് മനസ്സിനെ ഇളക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാനല്ല നോക്കേണ്ടത്, മനസ്സിനെ അടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാനേ ശ്രമിക്കാവൂ. അത് കുറച്ച് മുഷിപ്പൊക്കെ തോന്നിയേക്കാം. ആരംഭത്തിൽ കഷായം പോലെ ആയിരിക്കും. ചില ഔഷധമൊക്കെ അങ്ങനെ കഴിപ്പായിരിക്കും, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഗുണം ചെയ്യും. അവസാനം മധുരം ഉണ്ടാവും. എന്നാൽ ചിലത് തുടക്കത്തിൽ മധുരമായിരിക്കും, കുറച്ച് കഴിയുമ്പോഴാണ് വിഷം മനസ്സിലാവുക. അതുകൊണ്ട് അങ്ങനെയുള്ളത് ശ്രദ്ധിക്കണേ. അതാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെയും ഹരിണഹ മീനഹ. അടുത്തത് മത്സ്യം എന്ത് പഠിപ്പിച്ചു? മത്സ്യം രുചിയുടെ പിന്നാലെ ഓടും. അതിന് ആഹാരം കഴിക്കുന്നത് വിശപ്പ് മാറാനല്ല. നമ്മളും അങ്ങനെയല്ല. മത്സ്യത്തിനെ പഠിപ്പിക്കാനല്ല, നമ്മളെ പഠിപ്പിക്കാനാണ് ഇതൊക്കെ പറയണതേ. നമ്മളും ആഹാരം കഴിക്കണം, അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കണം, ആ ആഗ്രഹമേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ കുറച്ച് കഴിച്ചാൽ പോരെ അല്ലേ? ഭാഗത്തൊക്കെ കേൾക്കണം, ഉറങ്ങാണ്ടൊക്കെ കേൾക്കണം. അങ്ങനെ വെച്ചാൽ 2 ഇഡ്ഡലി മതി. 4 ഇഡ്ഡലി ആയാൽ കുറച്ച് ഉറങ്ങും. അല്ലെങ്കിൽ ഉഴുന്ന് കുറച്ച് ഉറക്കം തരുന്നത്. അത് 8ഉം 10ഒക്കെ വെച്ചാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആഹാരം ആവശ്യത്തിന് കഴിക്കുക മതി. കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കണം എന്നേ ഉള്ളൂ. ആരോഗ്യം ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ആരോഗ്യം അത്രയും ഉണ്ട്. മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള ആരോഗ്യമൊന്നും വേണ്ട. അത്യാവശ്യം ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇരിക്കാനുള്ള ആരോഗ്യം അങ്ങനെ വിചാരിക്കാവൂ. അതല്ലാണ്ട് സ്വാദ് നോക്കി പുറപ്പെട്ടാലാണ് ഈ രോഗങ്ങൾ കൂടുതലും വരിക. മത്സ്യം എങ്ങനെയാണ്? മത്സ്യം വിശപ്പ് മാറി വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പുഴുവിനെ കെട്ടിത്തൂക്കി താഴത്തേക്ക് ഇട്ടാൽ പോയി കൊത്തും. ഒരാവശ്യമില്ലേ, വയറ് നിറഞ്ഞിരിക്കുക, എന്നാലും പോയി നോക്കട്ടെ. പുതിയ ഹോട്ടൽ തുറന്നു, പോയി നോക്കട്ടെ. ഇപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ, എന്നാലും നോക്കട്ടെ. അവിടുത്തെ ആഹാരം കഴിക്കാൻ പോയി. അങ്ങനെയാണ് ഇൻഫെക്ഷൻ, ഫുഡ് ഇൻഫെക്ഷൻ വന്നു. പിന്നെ 3 മാസം ആശുപത്രിയിലായി. 7 ലക്ഷം റുപ്യ അങ്ങനെ പോയി. എന്തോ 10 റുപ്യയുടെ സാധനം കഴിക്കാൻ പോയതാ എന്ന് പറഞ്ഞാൽ ഇതേപോലെ രുചിയുടെ പിന്നാലെ ഓടിയിട്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അതുകൊണ്ട് രുചിക്ക് പ്രാധാന്യം കൊടുക്കണ്ട, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല. സ്വാദിന് പ്രാധാന്യം കൊടുക്കരുതേ. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? എന്നെ മത്സ്യം പഠിപ്പിച്ചു. അത് മാത്രമല്ല, മത്സ്യം നല്ലൊരു പാഠം പഠിപ്പിച്ചു. മത്സ്യം മിണ്ടില്ല, നല്ല ഗുണമാണത്. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കണം എന്നാര് പഠിപ്പിച്ചു? ഇനി പുറമേക്ക് മിണ്ടിയാലും ഉള്ളിൽ മിണ്ടണില്ല. എന്താണ്? പുറമെ മിണ്ടണുണ്ടാവും. ചില മഹാത്മാക്കളൊക്കെ അങ്ങനെ ഉണ്ട്, പുറമേ അങ്ങനെ മിണ്ടും, പക്ഷെ അവർ ഉള്ളിൽ എന്തില്ല. അവർ ആ മിണ്ടണത് ഒരു ലീല, അത്രയേ ഉള്ളൂ. അവർക്ക് മിണ്ടിയത് എന്താ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഇനി കുറച്ച് നമ്മൾ ചോദിച്ചാൽ, ആരാ ഇന്നലെ താൻ 2.5 മണിക്കൂർ എന്നോട്, ഞാനോ നിങ്ങളോടോ എന്താ പറഞ്ഞത്? അവർ അത് ബോധത്തോടു കൂടി ഒന്നുമല്ല. അത് ആ സമയം തൽക്കാലം നീങ്ങാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ അത് അവരറിയുന്നില്ല. അവരുള്ളിൽ മിണ്ടിയിട്ടില്ല എന്നർത്ഥം. നമ്മൾ പുറമേക്ക് മിണ്ടണമൊന്നുമില്ല എന്ന് വെച്ചാൽ ഉള്ളിൽ എന്തുണ്ട്? ഉള്ളിൽ കേടായ റേഡിയോ പോലെ ഇങ്ങനെ ഇരിക്കണം. അത് ഏതൊക്കെയോ സ്റ്റേഷനിൽ പോകുന്നുണ്ട്, വേറെ പാടി വരുന്നുണ്ട്, ഏതൊക്കെയോ ഭാഷയിൽ പാടുന്നുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ മത്സ്യത്തെ കണ്ടുപഠിക്കൂ, മിണ്ടാണ്ടിരിക്കുക, ആഹാരം ശ്രദ്ധിക്കുക. ജിതം സർവം ജിതേ രസേ. നാവിന് ജയിച്ചാലൊക്കെ ജയിച്ചു. ഏറ്റവും ആദ്യം ജയിക്കേണ്ടത് നാവിനെയാണ്. കാരണം നാവ് 2 പണി ചെയ്യുന്നുണ്ട്. കണ്ണ് കാണുക മാത്രമേ ചെയ്യുള്ളൂ, ചെവി കേൾക്കുക മാത്രമേ ചെയ്യുള്ളൂ, മൂക്ക് വാസനിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എങ്കിൽ നാവ് ഒരേ സമയം കർമ്മേന്ദ്രിയമാണ്, ജ്ഞാനേന്ദ്രിയമാണ്. നാവ് വർത്തമാനം പറയുന്നുണ്ട്, മാത്രമല്ല രുചി അറിയുന്നുണ്ട്.
ഈ രണ്ടിനുമുള്ള ആ ഒരു പ്രാധാന്യം കൊണ്ട് കുറച്ചാൽ തന്നെ ഈ തത്വമൊക്കെ എളുപ്പം മനസ്സിലാവും. ഇനി മുതൽ ഉപ്പില്ലാത്ത കഞ്ഞി മാത്രമേ ഞാൻ കുടിക്കുള്ളൂ തീരുമാനിക്കുക. എന്താണ് 3 നേരം ഉപ്പ് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്വാദ് നോക്കണ്ടെന്ന് അർത്ഥം. അങ്ങനെ കണ്ട് തീരുമാനിക്കുക. അങ്ങനെ വേണമെന്നല്ല, ഒന്നും വേണ്ടട്ടോ. അത് ഷുഗർ തന്നെയാണ്. ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, അരിയല്ലേ, അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതല്ല പറയേണ്ട താല്പര്യം എന്താ വെച്ചാൽ രുചിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുക. ഞാൻ നാവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയണം നിർത്തി ആവശ്യമുള്ളതേ പറയുള്ളൂ തീരുമാനിക്കുക. ആവശ്യമുള്ളതേ പറയുള്ളൂ. വളരെ അളന്ന് തൂക്കി വേണ്ടത് പറയുക എന്ന് തീരുമാനിക്കുക. ഇത് നമ്മളെങ്ങനെ പറഞ്ഞു 2.5 മണിക്കൂർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ല. കേട്ടാക്കോ എന്താ അയാൾ കുറേ നേരം കേട്ടിട്ട് എന്താ പറഞ്ഞത് വെച്ചാൽ എപ്പോഴും അങ്ങനെയുള്ളതൊക്കെ നിർത്തി അത്യാവശ്യം വേണ്ടത് മാത്രം പറയുക. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? മത്സ്യം പഠിപ്പിച്ചു. പിങ്കള ഒരു വേശ്യാസ്ത്രീയാണ്, പക്ഷേ അവൾ വലിയ പാഠം പഠിപ്പിച്ചു. എന്താ അവൾ പഠിപ്പിച്ചത് ചോദിച്ചാൽ, അവൾക്ക് ധാരാളം കാശുണ്ട്. ആദ്യമൊക്കെ ഞാൻ കരുതി കുറേ കാശുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുന്നതാണ്. പിന്നെ വിചാരിച്ചു കാശ് മാത്രം പോരാ, സൗന്ദര്യം ഉണ്ടാവും. സൗന്ദര്യം മാത്രം ഉണ്ടായാൽ പോരാ, ചെറുപ്പാണ്. അത് മാത്രം പോരാ, വലിയ ബംഗ്ലാവ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ സമാധാനമാവുമെന്ന് വിചാരിച്ചു. ഈ പിങ്കളയെ കണ്ടപ്പം ഇവർക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ സമാധാനമില്ല. അപ്പം മനസ്സിലായി ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ഭാഗവതം ഉണ്ടെങ്കിലേ. അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ അവൾക്കുണ്ട്. പിങ്കള കാണാൻ സുന്ദരിയാണ്, ചെറുപ്പക്കാരിയാണ്, കുറേ കാശുമുണ്ട്, വലിയ ബംഗ്ലാവുമാണ്. പക്ഷെ അവൾ ഉറക്കമില്ല, തിരിഞ്ഞു മറന്ന് കിടക്കുകയാണ്. പുറമേക്ക് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഉള്ളിൽ കരച്ചിലാണ്. ഒരിക്കൽ ഞാൻ അവളെ കണ്ടു. കാരണം അവൾക്ക് എന്താ വെച്ചാൽ കാശ് വേണം എന്നുള്ള മോഹം എപ്പോഴും തീർന്നില്ല. ഇനിയും വേണം എന്നുള്ള ആഗ്രഹമാണിത്. കുറേയൊക്കെ ആയി, ഇനി നിർത്തിക്കൂടെ തോന്നുന്നത് അങ്ങനെയില്ല. ഇനിയും എന്നൊരു ഭാവമാണ്. രാത്രി 12:30 1 മണിയായി 2 മണിയായി. അവൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ചുറ്റുപാടുള്ള കുടിലുകളിലൊക്കെ ഉള്ളവർ സുഖമായിട്ട് കിടന്നുറങ്ങുക. ദരിദ്രരാ, അവർക്ക് വസ്ത്രം തന്നെ ഉടുതുടി എടുത്ത് പുറച്ച് കിടക്കുക. പക്ഷെ അവർക്ക് എന്തുണ്ട്? നല്ല ഉറക്കുണ്ട്. ചെറിയ കുടിലിൽ താമസിക്കുമ്പോൾ വലിയ സൗന്ദര്യമൊന്നുമില്ല അവർക്ക്, ചെറുപ്പക്കാരൊന്നുമല്ല. പക്ഷെ എന്നിട്ട് അവർക്ക് എന്തുണ്ട്? ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ശാന്തി ഉണ്ടെന്ന് അർത്ഥം. സപ്താഹം കേൾക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അർത്ഥം സപ്താഹം കേൾക്കുമ്പോൾ ശാന്തി ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അതന്നെയാണ് അർത്ഥം. ഇവിടെ ഇവൾക്ക് വലിയ ബംഗ്ലാവായിട്ട് കാര്യമില്ല. AC ഉണ്ട്, ഫാനുണ്ട്, അതുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ 2 ലക്ഷം ഉറുപ്പിയുടെ കട്ടില്ല. ഉറക്കം 2 ലക്ഷം ഉറുപ്പിക കൊടുത്താൽ കിട്ടുമോ? ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ആശാഹി പരമം ദുഃഖം. ഇനി ഞാൻ ആശിക്കില്ല. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇനിയും വേണം എന്ന ചിന്തയാണ്. ഞാൻ ഇനി അങ്ങനെ ചിന്തിക്കുന്നില്ല. നൈരാശ്യം പരമം സുഖം. ഒന്നും വേണ്ട, എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന് തീരുമാനിച്ചു നോക്കൂ. അയാളുടെ അത്ര സുഖം ഒരാളും അനുഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി മറ്റ് ആരെയും ആശ്രയിക്കുന്നില്ല. ശവത്തെ ആശ്രയിക്കണം നിർത്തി. ഇനി ഞാൻ ശിവനെ ആശ്രയിക്കുള്ളൂ. സന്തം സമീപേ രമണം രതിപ്രദം. തനിക്ക് ഇവരൊക്കെ തരുന്നതിനേക്കാൾ വലിയ ആനന്ദം തരുന്ന രമണൻ തൊട്ടടുത്തിരിക്കെ അദ്ദേഹത്തെ അവഗണിച്ച്, അദ്ദേഹം വിളിക്കുമ്പോഴും നോക്കാണ്ട് ഈ ദുഃഖിപ്പിക്കുന്നവരുടെ പിന്നാലെ ഓടുന്നുണ്ടല്ലോ. ഇനി ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്തു? അവൾ കാവ്യം എടുത്തു, തുളസിമാരി ഗോപിക്കുറിയൊക്കെ ആയിട്ട് അങ്ങനെ നാമം ജപിച്ച് സഞ്ചരിച്ചു. ചിലർ പറയും ഈ അവധൂതൻ്റെ നോട്ടം കിട്ടിയോണ്ടാണ് അത്രേ. എന്താണ്? അവധൂതൻ ആ വഴിക്ക് പോയി, അദ്ദേഹം അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും അവളുടെ സ്വഭാവം മാറി. എന്തായാലും അവൾ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. ആശയാണ് ദുഃഖത്തിന് കാരണം. ദുഃഖമുണ്ടെങ്കിൽ ആഗ്രഹം കുറയ്ക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ദുഃഖവും കുറഞ്ഞു. കുറേ ദുഃഖം ഉണ്ടെങ്കിൽ കുറേ ആഗ്രഹം ഉണ്ടെന്ന് അർത്ഥം. എനിക്ക് വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹം ഉണ്ടെന്ന് അർത്ഥം. എനിക്ക് ചെറിയൊരു ദുഃഖമാണ്, ചെറിയ ആഗ്രഹം. ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. ഒന്നും ആഗ്രഹിക്കേണ്ട വിചാരിച്ചു, ഒന്നും വേണ്ട, നടക്കട്ടെ, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ ദുഃഖിപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഈ പിങ്കളയെ പോലെ സന്തോഷമായിട്ടിരിക്കണം, ആശ ഒഴിവാക്കൂ എന്ന് ഞാൻ അവളിൽ നിന്ന് പഠിച്ചു. കുരരഹ, ചെറിയൊരു കിളിയാണ്, അടയ്ക്കാക്കിളി പോലെ ചെറിയൊരു കിളി. ആ കിളിക്ക് എവിടുന്ന് ഒരു മാംസക്കഷ്ണം കിട്ടി. അതിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ട് ഈ മാംസക്കഷ്ണം. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുടുംബസമേതം കഴിക്കാം എന്ന് കരുതി ഇത് കൊണ്ടുപോവുകയാണ്. കടിച്ചങ്ങനെ പറക്കുകയാണ് ഈ കുരരപ്പക്ഷി. അത് പറന്നു പോകുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ പരുന്തുകളും കാക്കകളും അങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അതിന് മനസ്സിലായി തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കാക്കകളും പരുന്തുകളും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ കിളി ആവണതുപോലെ വേഗത്തിൽ പറക്കാൻ തുടങ്ങി. പക്ഷേ പരുന്ത് പറക്കും പോലെ ചെറിയ കിളിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. അതിന് മനസ്സിലാവണില്ല. അത് പറക്കണ സമയത്ത് ആലോചിക്കുകയാണ്, ഞാനിവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല,
ഇവരെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നു? ഞാൻ അവർക്ക് ഒരു കുറ്റം ചെയ്തിട്ടില്ല, അവരെ ദ്രോഹിച്ചിട്ടില്ല. ഈ പരുന്തുകളും കാക്കകളും ഇതിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇവരെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന ചിന്ത ആർക്കുണ്ടായിരുന്നു? ഈ കിളിക്കുണ്ടായിരുന്നു. എന്തായാലും പറക്കുന്ന സമയത്ത് ഭാഗ്യം എന്ന് പറയട്ടെ, അതിൻ്റെ ആ ചുണ്ടെന്ന് ഈ മാംസക്കഷ്ണം വീണു. എന്നാലത് പറക്കുക. ആര്? കിളി. ആര് വരുന്നുണ്ടാവും? പരുന്തുകൾ പിന്നാലെ വരണല്ലേ, കാക്കകൾ വരണല്ലേ കരുതി ഇതിങ്ങനെ പറന്ന് കുറച്ച് കഴിയുമ്പോൾ അതിന് തോന്നി ആരും ഇല്ലേ. മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പം ആരുമില്ല. എവിടെ പോയി ദുഃഖങ്ങളാകുന്ന കാക്കകൾ? എവിടെ ഭയമാകുന്ന പരുന്തുകൾ? ഇപ്പം എവിടെ നോക്കിയാലും ഭയം, ദുഃഖം, പേടിയാ. രാത്രി കണ്ട് കിടന്നാൽ തിരുമേനി ഒരു പേടിയാ. എന്താ അറിയില്ല, ഉണ്ടാവട്ടോ, പരിഹസിച്ച് പറയല്ല. ഒരു പ്രായം കഴിഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. എനിക്കുണ്ട്, പലർക്കും ഉണ്ട്. കുറേ പേര് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഇല്ലാണ്ടാക്കാൻ ഇപ്പോഴേ നോക്കൂ, ഇപ്പോഴേ ശ്രമിക്കൂ, ഭഗവാനെ തന്നെ അങ്ങനെ ധ്യാനിക്കൂ. നമ്മൾ ഈ രാത്രി വരുന്നതൊക്കെ നമ്മൾ ഈ പകൽ കഴിക്കുന്ന സാധനം തന്നെ രാത്രി വരുന്നത്. അതുകൊണ്ട് നല്ലത് മാത്രം ആഹരിക്കുക. അത് കഴിക്കുന്നതാണെങ്കിലും മനസ്സുകൊണ്ട് കഴിക്കുന്നതാണെങ്കിലും നല്ലത് മാത്രം കേൾക്കുക, പറയുക, ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ വരുവാച്ച ഗുരുവായൂരപ്പനാവും വരുന്നത്. ഇപ്പോൾ കുട്ടിച്ചാത്തം വരുന്നുണ്ടെങ്കിൽ അത് ധ്യാനിക്കണോണ്ടാണ്. അപ്പം അതുകൊണ്ട് നല്ലത് ധ്യാനിക്കുക, അതാണ് താല്പര്യം. കുരരഹ, ഈ കുരരപക്ഷി പഠിപ്പിച്ച പാഠം എന്താ വെച്ചാൽ അതിന് മനസ്സിലായി ഇതിന് വേണ്ടത്, ഇവർക്ക് വേണ്ടത് എന്നെയല്ല, എൻ്റെ കയ്യിലുള്ള ഈ മാംസക്കഷ്ണമായിരുന്നു. അത് പോയത് നന്നായിട്ടോ, ഞാൻ വിട്ടുകൊടുത്തോന്നല്ല, എന്തോ ഭാഗ്യം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് പോയതാ. വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ പോയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ഞാനത് പിടിച്ചു വച്ചിരുന്നെങ്കിൽ ആ പരുന്തുകൾ എന്നെയും കൊത്തില്ലേ, ആ കാക്കകൾ എന്നെ ബുദ്ധിമുട്ടിക്കില്ലേ. ഇപ്പം ഈ കാക്കകളും പരുന്തുകളും എൻ്റെ പിന്നാലെ വരാൻ കാരണം എന്നോടുള്ള ദേഷ്യമല്ല, എൻ്റെ കയ്യിൽ എന്തുണ്ട്? ആ സ്ഥലം അവരെ വില കൊണ്ട് എഴുതി വെച്ച് നോക്കൂ. പിന്നെ ഒരു പരുന്തും വരില്ല, ഒരു കാക്കയും വരില്ല. ഗുരുവായൂർ ഫ്ലാറ്റ് കൊടുത്ത് എൻ്റെ പരുന്തുകളും ഇല്ല, കാക്കകളും ഇല്ല. മനസ്സിലായില്ലേ? എല്ലാം കൊടുക്കരുതേ, 10 സെൻറ്റ് അവിടെ നോട്ടെ, അത് തൻ്റെ കാലശേഷം മാത്രം. എല്ലാം കൊടുത്താൽ ചിലപ്പം ബുദ്ധിമുട്ടാവും. ദുഃഖങ്ങളാകുന്ന പരുന്തുകളും കാക്കകളൊക്കെ നമ്മളെ ആക്രമിക്കുന്നത് ദേഹമാകുന്ന മാംസക്കഷ്ണത്തിനോടുള്ള മമത കൊണ്ടാണ്. അത് വേറൊരു പാഠം. ഇതാണ് ഈ മാംസക്കഷ്ണം. പക്ഷി അത് ആത്മാവാണ്. അത് ആ മാംസക്കഷ്ണമായിട്ട് അങ്ങനെ പോവുകയാണ്. അതിൽ അഭിമാനം വെക്കുകയാണ്. അതിൽ അഭിമാനം വെച്ചാൽ എന്നും പ്രശ്നമായിരിക്കും. ഒരു രോഗം വന്നതങ്ങോട്ട് മാറി എന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത പ്രശ്നം. ഒരു ദുഃഖം കഴിഞ്ഞ് അടുത്ത ദുഃഖത്തിൻ്റെ ഇടയ്ക്കുള്ള സമയത്തിനെയാണ് നമ്മളെന്ത് പറയുക? സുഖാട്ടോ, സുഖം പറയാമേ, അടുത്ത് വരാൻ നിൽക്കുകയാണ്. അതിൻ്റെ മുന്നപ്പോൾ കുറച്ച് ഒഴിവുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്തത് വരും. അത് നേരെയാക്കുമ്പോഴേക്കും അടുത്തതൊന്നും വരാണ്ടിരിക്കില്ല. ഇതൊക്കെ നീങ്ങിയിട്ടേ ഞാൻ ഭാഗവതം വായിക്കുള്ളൂ തീരുമാനിച്ചാൽ പിന്നെ വായിക്കലും ഉണ്ടാവില്ല. ദുഃഖം വരട്ടെ, ഇരിക്കൂ, 10 മിനിറ്റ് അവിടെ ഇരിക്കൂ, ഞാൻ 2 അധ്യായം വായിച്ചിട്ട് ദുഃഖിക്കാം എന്ന് വിചാരിച്ചാൽ മതി. ദുഃഖിക്കാണ്ടിരിക്കണ്ട, 2 അധ്യായം കഴിഞ്ഞിട്ട് ദുഃഖിക്കാം പോരെ. അപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചതല്ലേ, 12:30 കഴിഞ്ഞിട്ട് ദുഃഖിക്കാം അല്ലേ? ആണ്, 12:30 വരെ എന്തായാലും കേൾക്കുക, ഇനി അത് കഴിഞ്ഞിട്ട് ദുഃഖിക്കാം. ദുഃഖമേ നീ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് കേൾക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കില്ല. അത്രേ താല്പര്യമുള്ളൂ. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? കുരരപക്ഷി പഠിപ്പിച്ചു. അർഭകഃ, ചെറിയൊരു കുട്ടി, അതാണ് അർഭകൻ. അർഭകൻ എന്ത് പാഠം പഠിപ്പിച്ചു? ചെറിയൊരു കുട്ടി പോലും പാഠം പഠിപ്പിക്കണം വെച്ചാൽ അതിന് അഭിമാനമില്ല. നേരെ വാ, നേരെ പോന്നേ ഉള്ളൂ, ഉള്ളിൽ കളങ്കമില്ല. അത് ഉള്ളിലുള്ളത് പറയും, പറയണതേ ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ആർക്കുണ്ട്? ഇല്ലേ? കുട്ടികൾക്കുണ്ട്. കുട്ടികൾ എന്താ വെച്ചാൽ അവർ കേട്ടത് അവർ പറയും. അവരോരോന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ വിചാരിക്കും, ഇപ്പോഴത്തെ കുട്ടികളൊരു കാര്യം എന്തൊക്കെയാ വെച്ചാൽ ഇവർ പറയണത് തന്നെയാണ് പറയണത്. ഇവർ വീട്ടിൽ നിന്ന് പറയുന്നത് ഇവർ മുറ്റത്തിറങ്ങി പറയണം, അത്രയേ ഉള്ളൂ. നമുക്കത് അവിടെ പറയാം, ഇവിടെ പറയുന്നത് നോക്കണ്ട. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്കതൊക്കെ കാരണം ഉള്ളു ശുദ്ധമാണ്. മാത്രമല്ല അഭിമാനം തീരല്ല. തന്നെ അപമാനിച്ചുകൊണ്ടുള്ള വിചാരമൊന്നും കുട്ടികൾക്ക് അധികം നേരം നീണ്ടു നിൽക്കില്ല. അവർ തല്ലുകൂടും. അവർ പെട്ടെന്ന് തന്നെ രക്ഷിതാക്കളൊക്കെ വന്ന് പരസ്പരം യുദ്ധം ചെയ്യുമ്പോഴേക്കും ഇവർ കൂട്ടായിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു പിന്നെ പ്രശ്നമായിട്ട് വരും. അവർക്ക് അങ്ങനെ എന്തില്ല, നമ്മളെപ്പോലെ അങ്ങനെ. നമ്മളിപ്പോൾ ഇന്ന് 1991 തുടങ്ങിയതാണ്, അപ്പോഴും കഴിഞ്ഞില്ല. മറക്കാൻ പറ്റുമോ? വിട്ട് കൊടുക്കില്ലേ, അങ്ങനെ ഇരിക്കുകയാണ്. അവർക്കതില്ല, കാരണം അവർക്ക് അഭിമാനമില്ല. അതുകൊണ്ട് അഭിമാനമില്ലാത്തത് കൊണ്ട് അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട്. കുട്ടികളൊക്കെ ഉറങ്ങുന്നത് കണ്ടു നോക്കും, അസൂയോ ഒന്നും അറിയാണ്ട്. ചിലർ സത്താഹം കേട്ടുറങ്ങുമ്പോഴേക്കും അസൂയ തോന്നാറുണ്ട്.
പിന്നെ ഒന്നും അറിയാണ്ട് കുട്ടികളങ്ങനെ ഉറങ്ങുമ്പോൾ എന്താ വെച്ചാൽ അത്രയ്ക്ക് ഉള്ളെന്താണ്, ഉള്ള ശുദ്ധമാണെങ്കിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാം. നമുക്ക് ഉറങ്ങാൻ പറ്റണില്ലെങ്കിൽ ഉള്ളിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒന്ന് വയറിളക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? അർഭകൻ കുട്ടി പഠിപ്പിച്ചു. കുമാരി, ഒരു കുമാരി, ഒരു പെൺകുട്ടി. അവളല്ല, അവളെ കയ്യിലെ വള. അവളെ പെണ്ണ് കാണാൻ കുറച്ച് പേര് വരുന്നു പറഞ്ഞു. ആദ്യം പറഞ്ഞത് 7 പേര് വരുന്ന, വന്നത് 12 പേരാണ്. അത്രയ്ക്കുള്ള ചോറൊന്നും അവിടെ പണിക്കാരി വെച്ചിട്ടില്ല. പണിക്കാരിക്ക് വേറെ തിരക്കുള്ളതുകൊണ്ട് അവൾ ചോറൊക്കെ വെച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇവളാണെങ്കിൽ ഉടുത്തൊരുക്കി നിൽക്കുകയാണ്. മുട്ടുവരെ വളകൾ പൊട്ടൊക്കെ കുത്തി സാരിയൊക്കെ കൊടുത്തങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്രയും 12 പേര് വന്നാൽ എന്ത് ചെയ്യും? പ്രായമുള്ള അമ്മയും അച്ഛനാണ്, അവർക്ക് നെല്ല് കുത്താനൊന്നും വയ്യ. അവസാനം ഇവൾ തന്നെ നെല്ല് കുത്തേണ്ടി വന്നു. വിഷമമൊക്കെ ഉണ്ട്, എന്നാലും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണ്ടേ. അവൾ പോയി നെല്ല് കുത്തുമ്പോൾ എന്താ കുഴപ്പം ചോദിച്ചാൽ, അവളുടെ മുട്ടുവരെ കയ്യിൽ വളകളല്ലേ. നെല്ല് കുത്തുമ്പോൾ ഇതിൻ്റെ ശബ്ദം ഇങ്ങനെ എവിടേക്ക് കേൾക്കും? അത് പൂമുഖത്തേക്ക് കേൾക്കും. അവരെന്തോ ഇലഞ്ഞിത്തറമേളാന്നാണ് വിചാരിക്കണം. അത് പുറത്തേക്ക് ഇങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പം അത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അവൾക്ക് തോന്നിയത് വേണ്ട. കാരണം അവർ വിചാരിക്കും ഞാനാണ് നെല്ല് കുത്തുന്നത്, മോശമല്ലേ. അവിടെ പെണ്ണിന് നെല്ല് കുത്തുന്നത് പെണ്ണിന് അങ്ങനെ വേണ്ട. അവൾക്കെന്തൊരു അഭിമാനം. അവിടെ എന്ത് ചെയ്തു? ഓരോരോ വളയായിട്ട് അങ്ങനെ അഴിച്ചു വെച്ചു. നെല്ല് കുത്തുന്ന ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ, നെല്ല് കുത്തുന്ന ശബ്ദമല്ല, ഈ വളയുടെ ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഓരോരോ വളയായിട്ട് അഴിച്ചു വെച്ചു. അങ്ങനെ നെല്ല് കുത്തുമ്പോൾ അവരെന്ത് വിചാരിക്കും? വളയുടെ ശബ്ദം കേൾക്കണം, നെല്ല് കുത്തുന്നുണ്ട്, അത് പണിക്കാരിയിരിക്കും, അവളാവില്ല. വള ശബ്ദം കേട്ടാൽ അവളാന്ന് വിചാരിക്കാമല്ലോ. അങ്ങനെ അവസാനം ഒരു വള മാത്രമായി. വള ഉണ്ട് കേട്ടോ, എല്ലാ വളയും ഒഴിവാക്കിയില്ല. ഒരു വള ഉണ്ട്. ഒരു വള മാത്രമായപ്പോൾ ശബ്ദമില്ല. 2 വളയാണെങ്കിൽ, 3 വളയാണെങ്കിൽ, 4 വളയാണെങ്കിൽ, 500 ആണെങ്കിൽ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. സൗകര്യം ഉണ്ടല്ലേ, വലിയ കലഹമില്ല, വലിയ ആളില്ലാണ്ടിരിക്കും. നമ്മളായി പ്രായക്കാരനാണ്. ആൾ കൂടി എനിക്ക് പേടിയാണ്. നമ്മൾ കാരണം കുറച്ച് പേര് 10 ആൾ പുറത്തേക്ക് പോയിക്കോളും, പോകേണ്ടവർക്ക് പോകാൻ പറയാൻ കാരണം വാസോ ബഹൂനാം കലഹ. ആളങ്ങോട്ട് കൂടിയാൽ അഭിപ്രായം പലതാവും, തമ്മിലത് പൊരുത്തപ്പെടില്ല, തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഏക ഏവ ചരേ തസ്മാത് കുമാരിയ ഇവ കങ്കണ. കുമാരിയുടെ കങ്കണം പോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ഒരേ മനസ്സുള്ളവരുമായിട്ട് മാത്രമേ കൂട്ടുകൂടാവൂ. ഭാഗവതം പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിൽക്കൂ. അല്ലാത്തവരോട് സ്നേഹത്തോടുകൂടി ശരി നിങ്ങൾക്ക് ഇറങ്ങാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരേ മനസ്സല്ലാത്തവരുടെ കൂടെ കൂടിയാൽ ബുദ്ധിമുട്ടാവും. പല യാത്രയ്ക്കും തീർത്ഥയാത്രയ്ക്കും പോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? പലപ്പോഴും അതാണ്. നമ്മളതങ്ങനെ കണ്ടിരിക്കുമ്പോഴാവും ഇത് മലയല്ലേ, തിരുമേനി പോവുക, നീ ഗംഗയിൽ പോയ ഇത് വെള്ളമല്ലേ തിരുമേനി, പിന്നെ ഇവരെന്തിനാ വന്നത്? കിടന്നുറങ്ങണ പിടിക്കുന്ന പോലെ. മസാല ദോശ കഴിക്കാം, നല്ല മസാല ദോശ കിട്ടുന്ന കട ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ കഴിക്കാൻ നമ്മൾ തമിഴ്നാട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ തന്നെ ആവാലോ അല്ലേ? ഓരോ ദിക്കിലൊക്കെ പോയി, ഉത്തരേന്ത്യയിലൊക്കെ പോയി സ്ഥലം കണ്ട് ശാന്തമായിട്ടിരിക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരേ മനസ്സല്ലാത്തവരാണെങ്കിൽ സപ്താഹത്തിന് വന്നാലും ബുദ്ധിമുട്ടാവും. ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് മനസ്സിലുള്ള ഒരാൾ, അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഈ കേൾക്കണം എന്ന് വിചാരിച്ച ഇയാൾക്ക് ഇഷ്ടാവണില്ലേ, പിന്നെ അയാളെ നോക്കി. വാസോ ബഹൂനാം കലഹ. അതുകൊണ്ട് ആരെ എന്ത് ചെയ്യണ്ട, പറയാം, നിർബന്ധിക്കരുത്. എന്താണ്? എന്നെ കണ്ടിട്ടോ എല്ലാവരും ഗ്രൂപ്പിൽ ചേരണം, ഒന്നും വേണ്ട. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പോകേണ്ടവർക്ക് പോവാന്ന് പറയും കൂടി വേണ്ട. എന്താണ്? പിന്നെ എന്തേ തിരുമേനി എന്നെ ഒഴിവാക്കി ചോദിക്കും. ഞാൻ ആരെയും ഒഴിവാക്കാറില്ല, ഞാൻ ആദ്യം പറയാം. ഒരാളിൽ എന്നെ ചീത്ത വിളിച്ചാൽ പോലും ഞാൻ ചെയ്യില്ല. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇന്ന് വരെ അങ്ങനെയൊന്നുമില്ല. നീ എന്ത് പറഞ്ഞാൽ അവർ പോയാൽ പോയി. ചിലക്ക് ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ തിരുമേനി എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല, അവരിതിലില്ല, അവരെന്നും ഞാനെങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ നോക്കുമ്പോൾ അവരിതിലില്ല, അവരെന്നോ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞാൽ നമ്മുടെ കുറ്റമല്ലാന്ന് അർത്ഥം. ഇനിയിപ്പോൾ ചില അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലുള്ള കാര്യം പറയാൻ ഒന്നും വിഷയമില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞു, കുറേ എന്നെ ചീത്ത വിളിച്ചു, നിങ്ങൾ പോയി വിചാരിക്കുക. ആരും അങ്ങനെ പോയിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വരണം തോന്നിയോ, ശരി, ആ വാതിൽ തുറന്നു, നാളെ തന്നെ പോകണം. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ഓരോ സമയത്ത് ഓരോ മനസ്സോ. തിങ്കളാഴ്ചയുള്ള മനസ്സല്ല ചൊവ്വാഴ്ച മുതൽ അങ്ങനെ തിങ്കളാഴ്ച വന്നോളൂ, ചൊവ്വാഴ്ച പോവാം, ബുധനാഴ്ച വരാം. ഇതൊന്നും ഇവിടെ എനിക്ക് തോന്നും വേറെ ആചാര്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ടോ സംശയം ഉണ്ടെങ്കിൽ. അതുപോലെ നമ്മൾ വിചാരിക്കുന്നത് ഇല്ല. അങ്ങനെയൊന്നും ഒരു വിഷയം ഒന്നും നിർബന്ധിക്കില്ല, ഒരു കാര്യത്തിലും നിർബന്ധമില്ല. അതാണ് വിഷയം. വാസോ ബഹൂനാം കലഹ. അതുകൊണ്ട് ടെൻഷൻ കൂടും, നമുക്ക് ആകെ പ്രയാസമാവും.
സ്വസ്ഥമായിട്ടിരിക്കാനുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ഏവചരേ തസ്മാത്, ഒരേ മനസ്സോടുകൂടി സഞ്ചരിക്കണം. എവിടെ പോകുമ്പോഴും താൻ ഒറ്റയ്ക്കാന്നുള്ള സത്യം അറിഞ്ഞും കൊണ്ട് സഞ്ചരിക്കണം. ഒപ്പം എല്ലാവരും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, ഇരിക്കട്ടെ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനമ്മ ഒക്കെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണെന്ന സത്യം മറന്നു പോകണ്ടെന്ന് അർത്ഥം. എനിക്കറിയുള്ളൂ, അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും അറിഞ്ഞോളൂ. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? ആ വള പഠിപ്പിച്ചത്. ആൾ കൂടുമ്പം ബഹളവും വാസോ ബഹൂനാം കലഹ. ഇനി ആരാ പഠിപ്പിച്ചത്? അടുത്ത പാഠം എന്നെ ഒരു ശരകൃത്ത്, ശരത്തിന് മൂർച്ച കൂട്ടുക, ഒരു ബ്ലാക്ക് സ്മിത്ത്. അദ്ദേഹം ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? ശരത്തിന് മൂർച്ച കൂട്ടുന്നതിലല്ലേ. അപ്പോൾ ആ വഴിക്ക് വലിയൊരു ഘോഷയാത്ര പോയി രാജാവിൻ്റെ. 10,000 പേര്, 12 ആന, 8-10 പെരുമ്പറ, അതിൻ്റെ ശബ്ദം, വലിയ ആന, ഇത്രയും 10,000 പേര്. ഇവരൊക്കെ ഈ തകിലും നാഗസ്വരമൊക്കെ ആയിട്ട് പോയിട്ടും ഈ ശബ്ദം ഇയാൾ കേട്ടില്ല. അത്രയും പേര് പോയത് ഇയാൾ കണ്ടില്ല. കണ്ണ് തുറന്നിരിക്കണത്, പക്ഷേ കണ്ടില്ല, കേട്ടില്ല. ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ വഴിക്കോ ആനയോ 12 ആനയോ ഞാൻ കണ്ടില്ലല്ലോ. അയാൾ കണ്ടില്ല. എന്തായാലും ചോദിച്ചാൽ അയാളുടെ ശ്രദ്ധ അവിടെയല്ലായിരുന്നു. അയാളുടെ ശ്രദ്ധ ശരത്തിന് മൂർച്ച കൂട്ടുന്നതിലായിരുന്നു. ഇപ്പം നമ്മൾ ഭാഗവതം മാത്രം കേൾക്കാൻ വെച്ചാൽ മറ്റേ ശബ്ദം നമ്മൾ കേൾക്കില്ല. അതിങ്ങനെ കേൾക്കച്ചതും കേൾക്കില്ല. നമ്മളുടെ ശ്രദ്ധ എവിടെയാണോ അത് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളെ ശ്രദ്ധിക്കണം. ഞാൻ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഞാൻ ആരാന്നിങ്ങനെ ശ്രദ്ധിക്കണം. ഓരോ നിമിഷവും മറന്നു പോവാണ്ട് എന്നെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കുമ്പം എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന ശരിക്കുള്ള എന്നെ കാണാൻ പറ്റും. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ശരിക്കുള്ളതുണ്ട്, ഇങ്ങനെ പറയിപ്പിക്കുന്ന ഒരു ചൈതന്യം. അതാണ് ശരിക്കുള്ള ഞാൻ. അതുതന്നെയാണ് നിങ്ങളൊക്കെ. ഇതറിയുന്ന ഒരാൾക്ക് ദുഃഖമില്ല. അതറിയാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈശ്വരനെ നേടണം അല്ലെങ്കിൽ ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ വളരെ കരുതണം, ഏകാഗ്രത വേണം. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ശ്രദ്ധ വളരെ പ്രധാനമാണ്. ബുദ്ധി പ്രധാനമല്ല. ബുദ്ധി കൊണ്ട് കാശുണ്ടാക്കാം, ശ്രദ്ധ കൊണ്ടേ ഈശ്വരനെ കിട്ടുള്ളൂ. ശ്രദ്ധ വളരെ പ്രധാനമാണ് ആധ്യാത്മിക വിഷയങ്ങളിൽ. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? ആ ശരകാരിക്കുള്ളത് പോലുള്ളൊരു ഏകാഗ്രത, ശ്രദ്ധ ശാസ്ത്രം പഠിക്കുമ്പം ഒരു സാധകന് വേണം. ഇല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാണ്ടാണ് ഇരിക്കണതെങ്കിൽ ഭാഗവതമൊക്കെ നമ്മൾ കേട്ടാൽ തെറ്റിദ്ധരിക്കും. അങ്ങനെയുണ്ട്. ചിലർ ശ്രദ്ധ ഇല്ലാണ്ട് ഗീത പഠിച്ചിട്ടാണ് ഗീത യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഒന്നും ചെയ്യാണ്ടാകരുതിരുന്ന ആ അർജുനെ കൊണ്ട് ദുഷ്ടൻ കൃഷ്ണൻ എത്ര പേരെ കൊല്ലിച്ചു. എന്താ വെച്ചാൽ വളഞ്ഞു പോയ എന്ത് ചെയ്യും? അത് വായിച്ചിട്ടല്ലേ മഹാത്മാഗാന്ധി സമാധാനമായിട്ടിരിക്കുന്നത്. തളർച്ച വരുമ്പോൾ ഞാൻ ഗീതാമാതാവിനെ ആശ്രയിക്കും. ആ അമ്മയെ അങ്ങോട്ട് കാണുമ്പോൾ ദുഃഖം തീരുക. പ്രയാസങ്ങൾ വരുമ്പോഴും സംശയങ്ങൾ വരുമ്പോഴും ആ ഗീതാ പുസ്തകം തുറന്നു നോക്കിയാൽ അദ്ദേഹത്തിന് ദുഃഖം തീരുകയാണ്. വേണ്ടതുപോലെ ആശ്രയിച്ചാൽ അനുഗ്രഹിക്കും. വേണ്ടതുപോലെ ആവണം. അതല്ലെങ്കിൽ ചിലപ്പോൾ അനുഗ്രഹിച്ചോളണമെന്നില്ല. വേണ്ടതുപോലെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം അത് ആനന്ദമാണ്. ലക്ഷ്യം സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്നങ്ങോട്ട് ഉറപ്പിച്ചാൽ അയാൾക്ക് ഈ ഒരു മാർഗം എളുപ്പം മനസ്സിലാവും. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? അതാണ് എന്നെ ആ ശരകൃത്ത് ഏകാഗ്രത വേണമെന്ന് പഠിപ്പിച്ചു. സർപ്പഹ, സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പ്. നേരത്തെ നമ്മൾ പെരുമ്പാമ്പിനെ കണ്ടത്. ഇപ്പം സാധാരണ അതെന്തേ പഠിപ്പിച്ചു ചോദിച്ചാൽ അത് വീട് വയ്ക്കില്ല, മാളത്തിൽ താമസിക്കുക ചെയ്യുക. ആരുടെ മാളത്തിൽ? ആരുടെയോ മാളത്തിൽ, തൻ്റെ മാളത്തിലല്ല. നമ്മളും അങ്ങനെയല്ല. ഇപ്പം എവിടെ വന്ന് താമസിക്കുന്നത്? ആരുടെ? നമ്മുടെ വീട് അവിടെ ഉണ്ട്, നമ്മളിവിടെ. അധികം സപ്താഹക്കാരുടെ കഥ. അവർ വീട് വയ്ക്കുമെങ്കിലും വീട്ടിൽ അവർ താമസിക്കില്ല. അവരേതെങ്കിലുമൊക്കെ വീട്ടിൽ അവിടെ താമസിക്കും. ചില വീട്ടിലൊക്കെ വളരെ കേമായിരിക്കും, എല്ലാ സൗകര്യവും ഉണ്ടാവും. അടുത്ത സപ്താഹം ഒന്നും ഉണ്ടാവില്ല. വെള്ളം തന്നെ നമ്മൾ പോയി കോരി കൊണ്ടുവരേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, അവരത് ശീലിച്ച്. കൊച്ചിത്ത് പ്രാസാദ പറ്റങ്ങ് ചിലപ്പം വലിയ വലിയ ബംഗ്ലാവിലാവും, ചിലപ്പം കുടിലാവും. പക്ഷേ പൊരുത്തപ്പെട്ട് പോകാൻ പഠിക്കണം. പാമ്പ് അങ്ങനെയാണ്. അതങ്ങനെ ഇഴഞ്ഞു പോവും. വിശന്ന് കഴിഞ്ഞാൽ എലിയുടെ മാളത്ത് കയറി അതിനെ പിടിച്ച് തിന്ന് അവിടെ താമസിക്കും 2 ദിവസം അവിടെ. വിശന്നാൽ പിന്നെയും മെല്ലെ ഇഴഞ്ഞു പോയി അടുത്ത മാളത്ത് കയറി അവിടുത്തെ എലിയെ പിടിച്ച് കഴിച്ച് അവിടെ താമസിക്കും. ഇതുപോലെ നമ്മളും അടുത്ത വീട്ടിൽ പോയിട്ട് അയാളെ പിടിച്ച് പുറത്താക്കി അവിടെ താമസിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ വലിയ വീടൊന്നും വെക്കണ്ട, തൽക്കാലം കഴിഞ്ഞു കൂടണം, അത്രയല്ലേ വേണ്ടൂ. കുറച്ച് കാലം നമ്മളിവിടെ നിൽക്കുള്ളൂ. ഒരു 10 വെയിലും മഴയും കഴിഞ്ഞാൽ നമ്മളെ കഥ കഴിഞ്ഞു. അതിനു വേണ്ടി വലിയ ബംഗ്ലാവൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ വെറുതെ? നമ്മളൊക്കെ ഇന്നാളൊരാൾ പറഞ്ഞു, ഞാനൊരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞെട്ടണം. ഇയാൾ ഞെട്ടിക്കാനേ വീടുണ്ടാക്കണം.
താമസിക്കാനൊന്നല്ല. എല്ലാവരും കണ്ട എന്തിനും ഞെട്ടണത് എന്താ ഇങ്ങനെ അധികം കേരളത്തിൽ നോക്കിയാൽ കൂടുതലും കാണാം ഇങ്ങനെയൊരു സൂക്കട്. അങ്ങനെ എന്തൊക്കെയോ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നതോ ഒന്നുമില്ല. അവിടെ പല ദിക്കിലും എട്ടുകാലി വലയാണ്, തുടയ്ക്കാനും ആളില്ല, നോക്കാനും വയ്യ. എന്നാലും ഇങ്ങനെ 10-12 മുറികൾ, ആരും താമസമില്ല, ഒരാളല്ലേ, ഒക്കെ അമേരിക്ക ഇവിടേക്ക് ഇരിക്കുന്നത്. എത്രയോ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വീടുണ്ടാക്കി. ഉണ്ടാക്കേണ്ടതല്ല, കാശുണ്ടെങ്കിൽ ഉണ്ടാക്കാം, വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഉണ്ടാക്കേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. പാമ്പ് നോക്കൂ, അതിനെന്തല്ല, അതിന് വീടിനോട് ഒരു ഭ്രമവുമില്ല. അങ്ങനെ വേണം ഒരു സാധകൻ. ഈ വീടിൻ്റെ മുകളിൽ ഭ്രമം വെച്ചാൽ ഭാഗവതം വായിക്കേണ്ട സമയമാണ് കൂടുതൽ. അത് ലോണ് പാസ്സാക്കാൻ, അതിൻ്റെ കാര്യം ഇറങ്ങിയൊക്കെ ബാങ്കിൽ, എന്നും ബാങ്കിൽ പേപ്പർ നേരെയാക്കാൻ, അതിന് വേണ്ടി ഇങ്ങനെ ഇത് അടയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം, പലിശ കൂടി എന്നുള്ള ദുഃഖം, അടവ് തെറ്റിയാലുള്ള പ്രശ്നം, സ്വസ്ഥമായിട്ട് തത്തഹ കേൾക്കാൻ പറ്റുമോ? നേരെ മറിച്ച് തൽക്കാലം കുഴപ്പമില്ലാണ്ടൊരു വീട് അത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലേ. അവനവൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് വേണമെന്നർത്ഥം. എത്രയായാലും തൃപ്തിയൊന്നും ഉണ്ടാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കോളൂ. എത്ര വലിയ വീട് വെച്ചാലും വീട് വെച്ചവർക്കൊന്നും വലിയ തൃപ്തിയൊന്നും ഇപ്പോഴും ഇല്ല. ഉണ്ടോ? എത്ര പേർക്ക് തൃപ്തിയുള്ളവർ വീട് ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ പറഞ്ഞാൽ ഇതൊക്കെ ഗുരുവായൂരപ്പം കേൾക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എന്നാൽ ചിന്തിച്ച് തുടങ്ങിയാൽ വലിയ വീട് വെച്ചു അന്ന് തന്നെ പലരും വന്ന അഭിപ്രായം പറയില്ലേ, ഇവിടെ കണ്ട് വെച്ചാൽ വന്നിട്ട് അന്നിങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും, മുകളിലും അപ്പുറത്തൊക്കെ കാണിച്ചു കൊടുത്താൽ കണ്ടിങ്ങനെ സ്ഥലമായി ഗംഭീരം നല്ല. അവസാനം പറയും അടുക്കളയ്ക്ക് കുറച്ചുകൂടി ഒരു, എന്നിട്ട് അവരെ മുഖത്തേക്ക് നോക്കൂ. ഈ പറഞ്ഞവരന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും, കേട്ടവരോ കഴിഞ്ഞു. എന്നാലും അടുക്കളയ്ക്ക് കുറച്ചുകൂടി ഇല്ലേ, നമ്മളത് അന്ന് ചിന്തിച്ചില്ല. ഇതെന്നും ഉണ്ടാവും. ഇതിപ്പോൾ അത് കഴിയുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ കാര്യം വേറൊരു അമ്മാവെന്ന് പറയും. പിന്നെ മറ്റാൾ എന്നോട് ചോദിച്ചിട്ട് വേണ്ട ഞാൻ നല്ലൊരു കോൺട്രാക്ടറാക്കി തിരിച്ചു ചോദിക്കും. ഇതൊന്നും ഇപ്പം അത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. സമയമാണ് പോകുന്നത്, അർത്ഥം എനർജിയാണ് പോകുന്നത്. നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല. വീടുണ്ടാക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ കാലം വാടക വീട്ട് താമസിക്കണം തിരുമേനി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും ലാഭതാണ്, അത് വേറെ വിഷയം. ശരിക്കും ലാഭം അത് തന്നെയാണ്. പോട്ടെ, ഏതായാലും അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? സർപ്പം പഠിപ്പിച്ചു. അതിനെന്തില്ല, അതിന് ഗ്രഹത്തിനോട് അഭിമാനമില്ല. അടുത്തത് പഠിപ്പിച്ചത് ഊർണനാഭി, എട്ടുകാലി. എട്ടുകാലി എന്ത് പഠിപ്പിച്ചു? എട്ടുകാലിയാണ് എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചത്. ഉപനിഷത്തൊക്കെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അങ്ങനെ പറയാം, ഭഗവാൻ സൃഷ്ടിച്ചു. അതൊക്കെ LKG ക്ലാസ്സിലാണ്. എന്ത് ഭഗവാൻ സൃഷ്ടിച്ചു? അതല്ല, LKG ഇല്ലാണ്ട് പറ്റൂ, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ഇല്ലാണ്ട് പറ്റൂ. അപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ചു. കാരണം നമ്മൾ ഈ പ്രപഞ്ചം കാണുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾ വേണ്ടി വരും. ദോശ കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ദോശ അങ്ങോട്ടുണ്ടായി, അങ്ങനെ ഉണ്ടാവില്ല. അത് അതിൻ്റെ വലിയ പ്രയത്നമുണ്ട് അല്ലേ? ദോശ ഉണ്ടാക്കിയ ഒരാളുണ്ടാവും. ആ ദോശ ഉണ്ടാക്കിയ ആൾക്ക് അതിനുള്ള മെറ്റീരിയൽ ഇവിടുന്ന് കിട്ടി. അരിമാവ് വേണം, ചട്ടി വേണം, ചട്ടുകം വേണം അല്ലേ? അങ്ങനെ അടുപ്പ് വേണം, അല്ലെങ്കിൽ തീയൊക്കെ വേണ്ടേ? അപ്പം അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ ഉണ്ടാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ദോശ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു യുക്തി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ വേണം. എന്താണ്? പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ ഈശ്വരൻ വേണ്ടു. പ്രപഞ്ചം കാണാത്ത ജ്ഞാനികൾക്ക് ആരുമില്ല. എന്ത് ഈശ്വരൻ? പ്രപഞ്ചം കാണുന്നില്ല. പ്രപഞ്ചം പൊന്തുമ്പോൾ കൂടെ ആരും ഉണ്ടാവും? ഈശ്വരനും. സൃഷ്ടി കാണുമ്പോൾ സൃഷ്ടാവും ഉണ്ടായി. സൃഷ്ടി അസ്തമിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാണ്ടാകുമ്പോൾ ആരും പോയി, പിന്നെ ബോധം മാത്രം. അതാണ് കാണിച്ചിരുന്നത് ഇവിടെ. പക്ഷേ ആദ്യം അങ്ങനെയല്ലേ പറയാം, ഈശ്വരനെ സൃഷ്ടിച്ചു. അതെ, തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് പറയുക. പക്ഷെ അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ മനസ്സിലാവുന്നത് സൃഷ്ടി എന്നൊന്നും ഇല്ലട്ടോ അവിടെ. പല ധാരണ നമ്മളിതുവരെയും കേട്ടില്ലേ? വിളക്കെന്ന് കണ്ടു, ഇപ്പോൾ വിളക്കുണ്ടാക്കിയ ആളെ നമ്മൾ ആലോചിക്കും. പക്ഷേ വിളക്കെന്നൊന്നും ഇല്ലല്ലോ. ഓടിനെ ശ്രദ്ധിച്ചാലോ? ഓടിനെ ശ്രദ്ധിച്ചാൽ വിളക്ക് പോയി. സ്വർണം ശ്രദ്ധിച്ചാൽ പണ്ടങ്ങൾ പോയില്ലേ? ആഭരണങ്ങൾ പോയില്ലേ? സ്വർണം ശ്രദ്ധിച്ചാൽ പിന്നെ ആഭരണങ്ങളുണ്ടോ? വളാമാല എന്നുള്ള വ്യത്യാസം പിന്നെ കാണില്ല. വളാമാല എന്നുള്ളതാണ് സൃഷ്ടി. സത്യം എന്താണ്? സ്വർണം. ഇതുപോലെ സത്യം ബോധം. ഈ കാണുന്ന പ്രപഞ്ചം അത് ഈ വളയും മാലയും പോലെ. എത്ര കാണുന്നുണ്ട്? എത്ര പേരെ ഇവിടെ കാണുന്നുണ്ട്? വാസ്തവത്തിൽ നമ്മളൊക്കെ ഒന്നും തന്നെയല്ലേ? പഞ്ചഭൂതമല്ലാത്ത വേറൊരു ഭൂതം ഇവിടെ ഉണ്ടോ? നമ്മളൊക്കെ പഞ്ചഭൂതം, വേറെ ഭൂതമില്ല. നമ്മളൊക്കെ മണ്ണിലേക്ക് പോവും. മണ്ണെന്നാണ് വന്നത്, മണ്ണാവും. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വിക്രസമൊക്കെ കാണിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമൊക്കെ ചെയ്യെങ്കിലും അവസാനം നമ്മളൊക്കെ മണ്ണാവും. മണ്ണെന്ന് വന്നു, മണ്ണായി. അപ്പോൾ ഇപ്പോഴും തന്നെയാണ്, ഇപ്പോഴും മണ്ണ് തന്നെയാണ്. തോന്നുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് സത്യം. ആദ്യം അവസാനവും എന്താണോ അത് തന്നെയാണ് മധ്യത്തിലും. പക്ഷെ അതങ്ങനെ തോന്നുന്നില്ല. ആദ്യം ഓടായിരുന്നു,
അവസാനം ഓടന്നെയാണ്. വിളക്കായിട്ടിരിക്കുമ്പോഴും അത് ഓടന്നെയാണ്. പക്ഷെ നമ്മൾ ഈ വിളക്കിനെ കാണുന്നതാ കുഴപ്പം, അത് ഇല്ലാണ്ടി വയ്ക്കാൻ മതി. പക്ഷേ ഈ സത്യമൊക്കെ തുടക്കത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കാണണമെന്നിങ്ങനെ ഈ ഓടും വിളക്ക് ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഇത്ര കാലായി. ശരി, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ അവർക്കാണ് ഉദാഹരണം. അപ്പോൾ എന്ത് പറയേണ്ടി വരും? ഇത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തിയോട് നമ്മൾ പറയും ഈശ്വരനെ സൃഷ്ടിച്ചു. അപ്പോഴും ചോദ്യം വരും, ഈശ്വരനെ സൃഷ്ടിച്ചു പറഞ്ഞാൽ കുറേ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ വലിയ വിവരമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞാൽ മതി. പക്ഷെ കുറച്ച് വിവരമുള്ള ആളാണെങ്കിൽ അയാൾ ചോദിക്കും, ഈശ്വരൻ സൃഷ്ടിച്ചതാണോ തിരുമേനി? ഈ കാണുന്ന മനുഷ്യരൊക്കെ നോക്കുമ്പോൾ ദുഃഖം ആരുണ്ടാക്കിയതാ? കാട്ടുകള്ളൻ അല്ലേ, ഒരു വാരപ്പൻ്റെ പണിയല്ലേ? അപ്പോൾ അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. സകലാംഗരായിട്ട് ചിലർ വികലാംഗരായിട്ട്, ചിലർ അതിബുദ്ധി, ചിലർ അല്പബുദ്ധി. ഇതൊക്കെ ഈശ്വരനെ സൃഷ്ടിച്ചതാ പറഞ്ഞാൽ ഈശ്വരൻ നമ്മളെക്കാൾ കഷ്ടമാണല്ലോ. നമ്മളൊരു സംഗതി സൃഷ്ടിക്കുമ്പോൾ ശ്രദ്ധിക്കില്ലേ? നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ വളരെ വൃത്തിയില്ല ചെയ്ത് ഭഗവാന് പറ്റിപ്പോയി, ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ശ്രദ്ധയില്ലാത്ത ആളെയാണ് അവിടെ നിർത്തിയിരുന്ന മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും അല്ലേ ചോദിക്കില്ലേ? കുറച്ചൊരു ബുദ്ധി ഉണ്ടെങ്കിൽ ചോദിക്കില്ലേ? അപ്പോൾ ആ ചോദ്യം ചോദിക്കാത്ത ആളോട് മാത്രം എന്ത് പറയാവൂ? ഈശ്വരനെ സൃഷ്ടിച്ചു എന്ന് പറയാവൂ. ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് അടുത്ത ക്ലാസ്സാണ്. ശരി, നീ 1ാം ക്ലാസ്സിൽ നിന്ന് ഉയർന്നു, ഇനിയിപ്പോൾ UP സ്കൂൾ കഴിഞ്ഞു, ഇനി ഹൈസ്കൂളിലേക്ക് വരും. അങ്ങനെയാണ് പടിപടിയായിട്ട് ഉയരുക. സപ്താഹത്തിൽ അങ്ങനെ തന്നെയാണ്. ഓരോരോ സപ്താഹം അങ്ങനെ ഓരോ രീതിയിലല്ലേ ഉണ്ടാവുക. ആദ്യം നമ്മൾ വഴിപാടുകൾ മാത്രമല്ലേ ശ്രദ്ധിച്ചുള്ളൂ അല്ലേ? എന്നാ പറഞ്ഞിറക്കേണ്ടത് മാത്രമല്ലേ നോക്കിയുള്ളൂ. എന്താ പുഷ്പാഞ്ജലി എന്ന് മാത്രമല്ലേ നോക്കിയുള്ളൂ. അങ്ങനെ തന്നെയാണ് ആദ്യം അത് മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് എന്താ പായസം കിട്ടുന്ന ദിവസം, സദ്യയുള്ള ദിവസമാണ് 5ാം ദിവസം. സ്വയംവരമൊന്നും ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ല. വൈകുന്നേരം എന്തൊക്കെയോ ഏർപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കെട്ടിയൊരുക്കി നടക്കുന്നത് കാണാം. പോയി നോക്കുക, തിരുവാതിരക്കളി ഉണ്ട് 12 സെറ്റ്. എന്താ ഇപ്പോൾ അവിടെ നടന്നു തന്നെ ഇവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അത് 1ാം ക്ലാസ്. പിന്നെ എന്നും ഇങ്ങനെ 1ാം ക്ലാസ്സിലിരിക്കുക എന്തോ കുഴപ്പമാക്കണ്ട എന്ന് കരുതി വഴിപാട് ഷീട്ടാക്കണ്ട പറഞ്ഞിട്ടില്ലേ? അത് ചെയ്യണം. പണ്ടൊക്കെ ഫലം ആഗ്രഹിച്ചിട്ടായിരുന്നു ചെയ്തത്, ഇപ്പോൾ അതല്ല. ഇപ്പോഴോ അത് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണ്. ഈ പരിപാടിയൊക്കെ നടന്നു പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന തൻ്റെ വക വേണ്ടേ വേണ്ടേ വേണ്ടേ? അത് നേരാവണ്ണം തരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറയേണ്ടി വരും? വിശേഷാൽ അല്ലാണ്ട് ഇവർ തരില്ലെന്ന്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയാവും. നല്ല കാര്യങ്ങൾക്കാണ് കൊടുക്കുക. എന്തെങ്കിലും എഴുതി വെക്കണം, ഒന്നും എഴുതി വെക്കണ്ട. എന്തെങ്കിലും ഫലം ഒക്കെ മനസ്സിലായി കഴിഞ്ഞു. അതാണ് അങ്ങനെ ഉയരണം എന്നർത്ഥം. ഇവിടെ ആദ്യം സംശയം ഉണ്ടായി. കഷ്ടാതയ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേതാവഹ ജീവഭാജാം. അതിനെപ്പത്തൊരു ചോദിക്കേണ്ടത് ഭഗവാനോട്, അങ്ങ് ഈ എടാകൂടം എന്തിനുണ്ടാക്കി? എനിക്കാ ഈ വാതരോഗം. ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ഇത്ര പ്രശ്നം മനസ്സിലാക്കിയില്ല. അതങ്ങോട്ട് കിട്ടിയപ്പോഴാണ് ഈ ഉപദ്രവം മനസ്സിലാവും. തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മളെ ഭാവനയാണ്. അതൊന്നുമില്ല, അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ എന്നെപ്പോലെ എത്ര പേരുണ്ടാവും ഇങ്ങനെ ക്ലേശിക്കണം, ബുദ്ധിമുട്ടിക്കണം. അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് കൊണ്ടല്ല ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. ഇങ്ങനൊരു ചിന്ത എനിക്ക് പണ്ടുണ്ടായിരുന്നു. ഗുരുവായൂർ വരുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ വക സത്സംഗങ്ങൾ കിട്ടുന്നതിൻ്റെ മുമ്പ്. ഇത് കിട്ടിയിട്ടൊരു ചിന്ത ഉണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. നേരാവണ്ണല്ല അതിൽ പങ്കെടുക്കണമെന്ന് അർത്ഥം. ഇപ്പം എനിക്കെന്തില്ല, ഇത്യേവം പൂർവമാലോചിതം അജിതമയ നൈവ മധ്യാഭിജാനേ. എനിക്കിപ്പോൾ ആ അഭിപ്രായം ഇല്ല ഗുരുവായൂരപ്പ. എന്താ അങ്ങനെ പറയാൻ കാരണം? പട്ടേരി നോ ചേത് ജീവ. അല്ല, അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഈ ഗുരുവായൂരുണ്ടാവുമോ? ഗുരുവായൂരപ്പൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അല്ല, എന്നാലും ഇങ്ങനെ ഇവിടെ തത്താവത് ഭാതി സാക്ഷാത്, ഇങ്ങനെ സാക്ഷാത്തായിട്ട് കിട്ടും. അതല്ലേ? അപ്പോൾ ദുഃഖങ്ങളുള്ളത് കൊണ്ടാണ് അമ്പലത്തിൽ തിരക്ക് കൂടുന്നതും ആളുകൾ വരുന്നതും അവർക്കൊരു ആശ്വാസമായിട്ട് ഇങ്ങനെ വരാനും അങ്ങയെ കാണാനും അവർക്ക് ദുഃഖം ഇല്ലാണ്ടിയാക്കാനും പറ്റുന്നത് ദുഃഖമുള്ളതുകൊണ്ടല്ലേ. നമ്മുടെ ദുഃഖം എന്തിനാന്ന് ചോദിച്ചാൽ ദുഃഖം ഇല്ലാണ്ടിയാക്കാനാണ്. അതിന് ഉത്തരം എന്തിനാണ്? നമ്മൾ ദുഃഖിക്കുന്നവരല്ല തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ദുഃഖം ഭഗവാൻ തരുന്നത്. അപ്പം ഭാഗവതം അങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ദുഃഖം ഇല്ല കേട്ടോ, അതൊരു തോന്നല എന്നറിയാനാണ് ദുഃഖം പോലും. അല്ലെങ്കിൽ ആളിലൊക്കെ ഭ്രമിച്ച് നടക്കല്ലേ ഉണ്ടാവുക. ഈ ലോകം തന്നെ ഇല്ലെങ്കിൽ ഈ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നും തെറ്റല്ല, ഒക്കെ അങ്ങയുടെ ലീലയൊക്കെ കേമാവണുണ്ട്. വേണ്ടത്ര വിവരമില്ലാണ്ടിരിക്കുമ്പം ഇതൊക്കെ അപകടം തോന്നുകയാണ്. ഇവരുണ്ടാകുമ്പോഴൊക്കെ വേണ്ടതുപോലെ. ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പം എൻ്റെ കണ്ണിനായിരുന്നു. കണ്ണട വെച്ചപ്പോൾ നേരെ. ഇത്രയും കാലം ലോകം നേരെയാകാൻ വേണ്ടി ഈ നല്ലൊരു കണ്ണട വെച്ചപ്പം നേരത്തെ വെക്കേണ്ടതായിരുന്നു. അതാണ് വിഷയം. അതുകൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ചു പറഞ്ഞാൽ അതത്ര ശരിയല്ല. സൃഷ്ടിയെന്നൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ തുടക്കം പറയും
ഭഗവാൻ വേറൊന്നിനെ ആശ്രയിക്കാണ്ട് സൃഷ്ടിച്ചു, അങ്ങനെയാണ്. മറ്റ് മതസ്ഥർ പറയുമ്പോൾ എന്താ പറയുക വെച്ചാൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ പ്രശ്നം വരും. എന്താ പ്രശ്നം ചോദിച്ചാൽ മണ്ണ് വേണ്ടേ? മണ്ണില്ലെങ്കിൽ ദൈവം ചെയ്യും? ദൈവം എപ്പോഴും നോക്കിയിരിക്കും, എന്താ ചെയ്യും? മണ്ണില്ലല്ലോ. മണ്ണുണ്ടെങ്കിലേ അപ്പം ആരെ ആദ്യം തൊഴണം? മണ്ണിനെ തൊഴണം. മണ്ണില്ലായിരുന്നെങ്കിൽ സൃഷ്ടിക്കാൻ പറ്റില്ലേ? അപ്പം സർവശക്തനാണ് ദൈവം എന്നുള്ളതിന് എന്ത് വന്നു? അത് സത്യമല്ല എന്ന് വരില്ലേ? സർവശക്തൻ എന്തിനാ? മണ്ണ്. അതുകൊണ്ടാണ് ഇവിടെ അത് പറയില്ല. പകരം എന്താ പറയുക? നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സൃഷ്ടാവും ഭഗവാനാണ്. പിന്നെ വാസ്തവത്തിൽ സൃഷ്ടിയും സൃഷ്ടാവൊന്നുമില്ല എന്ന് ബോധിപ്പിക്കുന്ന ആളും ആരാ? അതും നീ തന്നെയാണ്. ഈ മായയെ നീക്കി സായുജ്യം നൽകുന്നവനും നീ തന്നെയാണ്. അതാണ് എട്ടുകാലി പഠിപ്പിച്ചത്. ഒന്നിനെയും ആശ്രയിക്കാണ്ട് ഒരു വസ്തു സൃഷ്ടിക്കാൻ പറ്റുമല്ലോ ചോദിച്ചാൽ എട്ടുകാലി വല നീണത് എങ്ങനെയാണ്? ആരെട്ടുകാലി സഹായിക്കണത്? പരികർമ്മികളുണ്ടോ എട്ടുകാലിക്ക്? എട്ടുകാലിക്ക് സൂര്യൻ നൂലും കിട്ടിയോ? എവിടുന്നേ കിട്ടി? ഏത് കടയിൽ പോയിട്ടാണ് വാങ്ങിയത്? അത് എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. ഇതുപോലെ ഇനി ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ തന്നെ എന്തായി മാറി? വിരാട് സ്വരൂപം. ഭഗവാന്റെ ആവിഷ്കാരമാണ് ഈ പ്രപഞ്ചം. ഇതൊക്കെ ഭഗവാനാണ്. സഹസ്രശീരുഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ഭഗവാൻ തന്നെ എന്തായി ഇങ്ങോട്ട് വിരിഞ്ഞു. കൂമ്പ്യതാമര ഇങ്ങോട്ട് പെട്ടെന്നാൽ കുറേ ആയില്ലേ? അതേപോലെ ആ അനന്തപത്മനാഭനൊന്ന് ഉണർന്ന് നേരെ ഇരുന്നപ്പം ഈ പ്രപഞ്ചമായി. അത്രയേ ഉള്ളൂ. അതാണ് സത്യം. അത് ഞാൻ എട്ടുകാലി കണ്ടപ്പോൾ മനസ്സിലാക്കി. പിന്നെ 24ാമത്തെ ഗുരുനാഥൻ അതാരാണ്? സുപേശകൃത്, വേട്ടാളൻ, ചെറിയൊരു ജീവി. അത് പുറമെ പോയിട്ട് ഈ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പ്ലഗ് പോയിന്റിലൊക്കെ വെച്ച് കൂടുണ്ടാക്കും. ഇടക്കിടയ്ക്ക് വരും, പെട്ടെന്ന് അത് ചെയ്യും. വളരെ ഭംഗിയിലത് വീടുണ്ടാക്കും. അതിനൊന്നും ലോൺ എടുക്കൊന്നും വേണ്ട. എത്ര സുഖമായിട്ട്, വളരെ ആരും പണിക്കാരും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു പുഴുവിനെ കൊണ്ടുപോയിട്ട് ആ കൂട്ടിൽ വെച്ച് അടയ്ക്കും. പുഴുവൊന്നല്ല കേട്ടോ, അതിൻ്റെ കുട്ടിയെ തന്നെയാണ് കൊണ്ടുപോയി അടയ്ക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നും പുഴു തോന്നും. അങ്ങനെ പുഴുവെ കൊണ്ടുപോയി അടച്ച് പിന്നെ അത് ആ വഴിക്ക് വരില്ല. ഈ പുഴുവാവട്ടെ ആരെ ധ്യാനിക്കും? വേട്ടാളം വരുമോ, വേട്ടാളം വരുമോ, 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 വരുമോ എന്ന് വിചാരിച്ചത് മെല്ലെ മെല്ലെ ആരായി മാറും? വേട്ടാളിനെ വിചാരിച്ച് ആരായി മാറി? നമ്മൾ ഗുരുവായൂരപ്പനെ വിചാരിച്ച് നമ്മൾ ആരായി മാറി? അത്രയ്ക്കാണ് കൊണ്ടാ. അത് നമ്മളെ മാറാനൊന്നുമില്ല, നമ്മളൊക്കെ ഗുരുവായൂരപ്പന്മാർ തന്നെയാണ്. യാതൊന്നു കാൺമതു നാരായണ പ്രതിമ. എഴുത്തച്ഛന് സംശയമില്ലല്ലോ. എഴുത്തച്ഛൻ ഇവിടെ മാത്രമല്ല കാണുക, എവിടെ നോക്കിയാലും നാരായണനാണ്. അവിടേക്ക് എത്തുന്നർത്ഥം. പണ്ട് നമ്മളൊക്കെ വാനരന്മാരായിരുന്നു, ഇപ്പം നമ്മൾ വാ പോയി നരൻ ആയി. ഇതോടുകൂടി തീർന്നു എന്നാണ് വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുക. ഇനി ഒന്നുമല്ല. ദുഃഖം തീർന്നത് വരെ പുരോഗമിക്കണം. അത് തീരണമെങ്കിൽ നരൻ ആരാവണം? ഇനിയും മുന്നോട്ട് പോട്ടെ. നാരായണനായാൽ ദുഃഖം തീർന്നു. ആവേണ്ട വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ നരൻ എന്ന് പറഞ്ഞാൽ നാരായണൻ്റെ കുട്ടീന്ന് കൂട്ടിക്കോളൂ. വേട്ടാളൻ്റെ കുട്ടിയല്ലേ പുഴു. കണ്ട പുഴു പോലെ, നമ്മളെയൊക്കെ കാണുമ്പോൾ പുഴു പോലെ ഉണ്ടെങ്കിൽ നമ്മളാരാ? വേട്ടാളം തന്നെയാണ്. അത്രയേ ഉള്ളൂ. അത് അവിടെ ഇരുന്ന് ധ്യാനിക്കണം. ആരെ പോലെ? ആ പുഴു ധ്യാനിച്ചതുപോലെ ഈ കുഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്ന് ധ്യാനിച്ചാൽ മെല്ലെ 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 എന്ത് സംഭവിക്കും? ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഉയർന്ന് ഈ തത്വം ഉറയ്ക്കുന്നത് വരെ തജ്ജലാൻ ഇതി ശാന്തമുപാസീത. അതുവരെയും അനുഭവത്തിൽ വരുന്നത് വരെ വിടാണ്ട് സഞ്ചരിക്കുക. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? വേട്ടാളം പഠിപ്പിച്ചു. 24 ഗുരുനാഥന്മാരെ കഴിഞ്ഞു. ഇനി 25ാമത്തെ തീയലായിട്ടില്ലേ? 24 എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. 24 ഗുരുക്കന്മാരുടെ കഥ എന്നാണ് ഇതിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ പേര്. ചിലപ്പോൾ പറയണത് 25ാമത്തെ ഗുരു എന്ന് പറഞ്ഞാൽ ഇത് തീരലായിട്ടൊന്നുമില്ല. ബെല്ലടിക്കുന്നത് വരെ പറയാം എന്നുള്ളതാണ്. തീരലായിട്ടൊന്നുമില്ല. 25ാമത്തെ ഗുരുനാഥൻ ആരാ ചോദിച്ചാൽ അത് നിർത്താം. ഈ ദേഹം തന്നെ. ഇനി അതിലും വലിയൊരു ഗുരു വേറല്ലേ? ദേഹോ ഗുരുർമമ വിരക്തി വിവേക ഹേതു. ഏറ്റവും വലിയൊരു അഭിനിവേശം അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താ ചോദിച്ചാൽ പ്രധാനമായിട്ടും അത് ഈ ശരീരം. മറ്റൊന്നും കുഴപ്പമില്ല. പറയും തിരുമേനി പ്രഭാഷണമൊക്കെ കേൾക്കാൻ രസമുണ്ടൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ രോഗമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ കേൾക്കാം. നല്ല തലവേദന വരുമ്പോൾ തിരുമേനിയുടെ പ്രഭാഷണം കേൾക്കാം തോന്നില്ല, ദേഷ്യം വരും.
അതൊക്കെ അങ്ങനെ അനുകൂലമായിട്ട് ഇരിക്കുമ്പോൾ സമയത്ത് ആഹാരം നല്ല AC ഹാളൊക്കെ നന്നായി ഫാനിൻ്റെയൊക്കെ തരക്കില്ല, അങ്ങനെ ചാരാൻ പറ്റിയ കസേരയൊക്കെ ഉണ്ട്, സന്തോഷം. അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ചില അങ്ങനെയൊക്കെ ഉണ്ട്, വീട്ടിലിരുന്ന് കാലിൻ്റെ മോള് അങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് AC ഇരുന്ന് യൂട്യൂബിലൊക്കെ. ഇവിടെ ആകുമ്പോൾ ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് അങ്ങനെ സൗകര്യമുള്ള സ്ഥലത്തിരുന്നൊക്കെ കേൾക്കാം. പക്ഷെ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ പിന്നെ പറ്റണില്ല, ഇത് വിചാരം ചെയ്യാൻ പറ്റണില്ല, അവിടെ തോറ്റു. പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് വിചാരം ചെയ്ത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമ്പോഴേ നമ്മൾ പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റത് തുടങ്ങിയിട്ടുള്ളൂ, അത് വേണം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ പാഠം ആര് പഠിപ്പിച്ചു? ഗുരു, എൻ്റെ ദേഹം തന്നെയാണ്. നമുക്കതോടല്ലേ പ്രശ്നം. ഈ ദേഹത്തിനോടുള്ള മോത കൊണ്ടാണ് ദുഃഖം മുഴുവൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അഭിമാനിക്കാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ എന്തോ ഒരു തോന്നൽ, അത് കേമാന്ന് ആരൊക്കെയോ പഠിപ്പിച്ചു. ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം കേട്ടോ, ചളിയാവാണ്ട് നോക്കിക്കോളൂ, ഇരിക്കുമ്പോൾ ശ്രദ്ധി നടക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഹം നോക്കിക്കോളൂ. നമ്മൾ നല്ലോണം നോക്കുക, നമ്മുടെ ഇരിക്കുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റും, നല്ലോണം ഉണ്ടാക്കുക. ഇങ്ങനെ എല്ലാ പാടും അത് തന്നെയാണ്. സ്കൂളിൽ പോയി അത് പഠിപ്പിക്കും, വീട്ടിൽ രക്ഷിതാക്കൾ തന്നെ പഠിപ്പിക്കും. ആർക്കൊന്നും കൊടുക്കണ്ട കേട്ടോ, കട്ടറൊക്കെ വാങ്ങി വെക്കണേ, പെന്നും മനസ്സിലൊക്കെ ഒന്നും കൊടുക്കണ്ട. ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് ചവിട്ടുക, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് തന്നെ. ഇങ്ങനെ പഠിപ്പിച്ച് പിന്നെ അവർക്ക് ദേഹത്തിനോടുള്ള അഭിമാനം കലശലാവുകയാണ്. ആ സമയത്ത് തന്നെ എന്ത് പഠിപ്പിച്ചാലോ? മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജശ്രോത്ര ജിഹ്വേ നഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർന്ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നീ ശരീരമല്ല, നിന്നെ ദുഃഖിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഒരു കട്ടർ പോയാൽ 10 കട്ടർ വശമായി തരാം, വേണ്ടവർക്ക് കൊടുത്തോളൂ. അതിലൊന്നും വിഷമിക്കേണ്ട, അതൊന്നല്ല വിഷയം എന്ന് പഠിപ്പിക്കാൻ പറ്റിയാലോ. കട്ടറിൻ്റെ കാര്യമില്ല കേട്ടോ, അതൊക്കെ എന്താ പഠിപ്പിച്ചോളൂ, അതൊന്നല്ല വിഷയം. ആനന്ദസ്വരൂപനാണ് ഞാൻ, എനിക്കൊരു മങ്ങലേൽപ്പിക്കാൻ ഈ ലോകത്തൊരാൾക്കും സാധിക്കില്ല എന്നുള്ളൊരു കാര്യമല്ലേ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്നില്ല. ഇന്നിപ്പം പുതിയ പഠനം പറയണത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവർ മെഡിക്കൽ വിദ്യാർത്ഥികളാത്രേ. എന്താണ് ആലോചിച്ചു? നമ്മൾ മനസ്സിലാക്കിയില്ല. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ആത്മഹത്യ. നല്ല വിവരം വേണേ ഇതൊക്കെ പഠിച്ചുണ്ടാക്കണം വെച്ചാൽ. പക്ഷെ വിവരം കൊണ്ട് എന്ത് പറ്റുന്നില്ല, അത് ഡാറ്റ കളക്ഷൻ മാത്രമേ ആവണുള്ളൂ. എന്തൊക്കെയോ കുറേ പഠിച്ചു വെച്ചു, അല്ലാതെ ഒന്നും തന്നെ നേരെയാക്കാൻ പറ്റുന്നില്ല. ഈ ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താ അപ്പം അതിൽ അത്ര അഭിമാനിക്കാൻ? അതിലെന്താ ഉള്ളത് ചോദിച്ചാൽ ഒക്കെ കഷ്ടമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് കഴിക്കില്ല, അത്രയ്ക്കും വലിയ വിഷയങ്ങളാണ് അതിലുള്ളതൊക്കെ. രക്തം അത്ര നല്ലതൊന്നല്ല, മാംസം ഇനിയുള്ളത് പറയുന്നില്ല. ഇതൊക്കെയാണ്. എന്താണോ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നത്, ഇതൊക്കെ തന്നെയാണ് ഈ അകത്തുള്ളത്. ഇതൊക്കെ നമ്മളങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് സ്പ്രേ പൂശി നല്ലൊരു കവറിൽ പൊതിഞ്ഞങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതങ്ങോട്ട് വിചാരത്ത് പറഞ്ഞു നടക്കണമെന്നല്ല, പറഞ്ഞു നടന്നാൽ മോശമാവും. ഉള്ളിലൊന്ന് വിചാരം ചെയ്താൽ തന്നെ ദുഃഖം എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള ആവേശം പോകും. ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെയുള്ളൂ. ശരീരമൊക്കെ അങ്ങനെ അതൊക്കെ എഡിറ്റാണ്, അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഒക്കെ AI ഒക്കെയാണ്. ഒന്നും ശരിക്കും നോക്കിയാൽ യാഥാർത്ഥ്യം അത് കഷ്ടം തന്നെയാണ്. അത് തിരിച്ചറിയൂ. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതു. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഈ ദേഹം തന്നോട് അതിൻ്റെ ഒരു ലേശമെങ്കിലും ഒരു 10-1 മര്യാദ കാണിക്കണ്ടേ? നമ്മൾ വളരെ കരുതുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, സമയത്ത് ഉറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്, ഊണ് കഴിക്കുന്നുണ്ട്, ഇല്ലേ? രോഗം വന്നാൽ ഉടനെ തന്നെ ചികിത്സിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴമ്പ് തേക്കുന്നുണ്ട്, രാസ്നാദിപ്പൊടി തിരുമണുണ്ട്, ഓട്സ് കഴിക്കുന്നുണ്ട്, വളരെ കരുതി ഒക്കെ നോക്കി. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഇതെന്താ പോണതിൻ്റെ മുമ്പൊന്നും പറയാത്തത്? ഒന്ന് പറഞ്ഞൂടെ? നാളെ ഉച്ചയ്ക്ക് ഞാൻ, അല്ലെങ്കിൽ വേണ്ട നാളെ ഒന്നും വേണ്ട, ഒരു 200 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും പറയണ്ടേ അല്ലേ? ഒന്നും പറയില്ല. അത് നോട്ടീസ് തരാണ്ടാണ് പോണത്. ചിലപ്പോൾ നമ്മളങ്ങോട്ട് എണീക്കും, മുട്ടുംകാലം അവിടെ ഇരിക്കും, അങ്ങനെ പോകാനായില്ലേ വല്യമ്മേ എന്ന് പറയാൻ. എന്നിട്ട് അവിടെ തന്നെ വീണവരൊക്കെ നമ്മൾ കാണില്ലേ? നമ്മളറിയണില്ല, നമ്മളങ്ങോട്ട് എണീക്കാൻ. അതെന്താ ഒരു മര്യാദ കാണിക്കാത്തത്? അതാണ് ചോദ്യം. ഈ ദേഹം നമ്മളോട് ഒട്ടും സഹകരിക്കുന്നില്ല. ഈ ദേഹത്തിന് പലരും അതിനവകാശികളാണ്. ഞാൻ എൻ്റെ എന്ന് പറയുന്നുണ്ട് തൊട്ടിട്ട്, ഇതിൽ കുറേ പുഴുക്കളൊക്കെ ഉണ്ട്, അത് അവരെയാ പറയുന്നുണ്ട്. എത്ര പേര് അവകാശികളുണ്ട്? മകൻ മകൻ്റെ, അച്ഛാന്ന് വിളിക്കുമ്പോൾ അയാളുടെ എന്ന് പറയുന്നുണ്ട്, മകൾ അയാളുടെ പറയുന്നുണ്ട്, ഭാര്യ എൻ്റെ. എത്ര പേര് അച്ഛനും അമ്മയും അവരുടെയാ.
എത്ര പേരുണ്ട് പുറത്തിറങ്ങിയ പലരും അവരുടെയൊന്നും പറയും. ചെന്നായ പറയുന്നുണ്ട് എൻ്റെയൊന്നും, കുറുക്കം പറയണു രാത്രിയാണെങ്കിൽ എനിക്ക് കിട്ടും, തീ പറയണു ദഹിപ്പിക്കാവൂലേ നിങ്ങളുടെ സമ്പ്രദായത്തിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടും എൻ്റെ എന്ന് ഒരു ദേഹത്തെ പറ്റി തന്നെ എത്ര പേര്. ആ കൂട്ടത്തിൽ നമ്മളും, ഞാനും ഒരു അവകാശിയാണേ, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വിചാരമല്ല ഇതെൻ്റെയാണെന്നൊരു വിചാരമുണ്ട്. അല്ല, ഈ ദേഹത്തെ ഞാനല്ല എന്നങ്ങോട്ട് വിചാരിച്ച തന്നെ ദുഃഖങ്ങളൊക്കെ തീർന്നു. ഈ മനസ്സും ഞാനല്ല, ദുഃഖം മനസ്സിനല്ലേ, അത് ഞാനല്ലല്ലോ. എനിക്കെന്താ പ്രശ്നം? എനിക്കല്ല, ദുഃഖം മനസ്സിനാണ്, മനസ്സ് ഞാനല്ല. മനസ്സും ഈ ശരീരം പോലെ ജഡമായ വസ്തു, പഞ്ചഭൂതങ്ങൾ പോലെ തന്നെ ഒന്നാണെന്ത് മനസ്സും, അതും ജഡമാണ്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ദുഃഖമില്ല. അതാണ് വിചാരം ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ വിചാരം ചെയ്യുന്നത് എന്തുകൊണ്ടോ ഈ ദേഹത്തെക്കുറിച്ച് മാത്രമായതുകൊണ്ടാണ് ദുഃഖം ഒരിക്കലും നീങ്ങാതെ. നമ്മൾ കുളിക്കുന്നത് പോലെയാണ്, കുളിക്കുമ്പോൾ ചമ്മിയൊക്കെ അങ്ങോട്ട് നീക്കുന്നത്, നമ്മളങ്ങോട്ട് മുങ്ങും. ഇപ്പോൾ 2 ദിവസം മുങ്ങി, നമ്മളങ്ങോട്ട് പൊന്തി 2 മിനിറ്റ് കഴിയുമ്പോൾ ചമ്മി അങ്ങോട്ട് വരും, ഒക്കെ പഴയതുപോലെ തന്നെ. കാരണം ഈ ഒരു കുറച്ച് നേരം മാത്രമേ നമ്മൾ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ, ആധ്യാത്മിക വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞാലൊക്കെ ഭൗതിക വിഷയം തന്നെ ചിന്തിച്ച് ചർച്ച ചെയ്യാം, വേണ്ടെന്നല്ല. പക്ഷെ ഉള്ളിൽ എന്തേലും പറയാവൂ, ഉള്ളിൽ ഇത് മാത്രം. പുറമെ പറഞ്ഞാൽ ആലോചിക്കും പലർക്കും, അതുകൊണ്ട് അത് വേണ്ട. ഉള്ളിൽ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഹി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം. എപ്പോഴും ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, എപ്പോഴും ധ്യാനാവസ്ഥിതമായ ഒരു മനസ്സോടുകൂടി സഞ്ചരിക്കുക. പുറമേ നീ ലഹള കൂട്ടിയാൽ സാരമില്ല, അർജുനൻ യുദ്ധം ചെയ്തില്ലേ, ഈ യുദ്ധമാണെങ്കിൽ യുദ്ധം, ഇനി അടുക്കളപ്പണി വെച്ചാൽ അത് എന്തായാലും അതൊന്നും ബാധിക്കാണ്ട് സമാധാനമായിട്ടിരിക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ദേഹത്തെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വിരക്തി വരും. പക്ഷേ ഈ ദേഹം ഒന്നിനും കൊള്ളില്ല പറയണില്ല കേട്ടോ. ഈ ദേഹം നമുക്ക് കിട്ടിയത് എന്തിനാന്ന് ചോദിച്ചാൽ, പണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കണ സമയത്തെ അനവധി ജീവജാലങ്ങളെ, പണ്ട് കുറേ ഇഴജന്തുക്കളെ സൃഷ്ടിച്ചു, ഖഗാൻ സരീസൃപങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ പക്ഷികളെ സൃഷ്ടിച്ചു, ഖഗദംശ മത്സ്യാൻ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ടൊന്നും അദ്ദേഹത്തിന് സന്തോഷമായില്ല. തൈഹി അതുഷ്ടഹൃദയ പുരുഷം വിധായ, താൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നൽ. വേണ്ട പോലെ ആയില്ല. അവസാനം ആരെ സൃഷ്ടിച്ചു? ഒന്ന് ധ്യാനിച്ചു, നല്ലൊരു സൃഷ്ടിയാവട്ടെ എന്ന് കണക്കാക്കി അങ്ങനെ ഈശ്വരനെ ചിന്തിച്ച് അങ്ങോട്ട് സൃഷ്ടിച്ചു. അതാണ് ആര്? അതാണ് മനുഷ്യർ. പുരുഷം വിധായ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആർക്ക് സന്തോഷമായി? അവിടെ ആ ബ്രഹ്മാവ് മുദമാപ ദേവാ, മുദം എന്ന് പറഞ്ഞ സന്തോഷം. ആ ദേവന് മുദം ആപ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴാണ് ഞാൻ തൃപ്തനായത്. ഇപ്പം വിഷമിക്കുണ്ടാവും കേട്ടോ, അന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത്ര വലിയൊരു ഏടാ കൂടാ അന്ന് അങ്ങനെ ചിന്തിച്ചു. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, ഈ മനുഷ്യന് മാത്രമാണ് ബ്രഹ്മാവലോകധിഷണം, ബ്രഹ്മത്തെ അവലോകനം ചെയ്യാനുള്ളൊരു ധിഷണ, ഒരു ബുദ്ധി. അത് ആർക്കേ ഉള്ളൂ. അത് മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല, ഇഴജന്തുക്കൾക്കില്ല. അവർക്കൊക്കെ കഴിക്കണം, കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ. ചേരണം, തൻ്റെ ആ വംശം വർദ്ധിപ്പിക്കണം, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ മനുഷ്യന് തന്നെയുള്ളൂ. പിന്നെ മൃഗവും മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം എന്ന ചോദ്യം. ഇതൊന്നല്ല ലക്ഷ്യം. കല്യാണം കഴിഞ്ഞില്ലേ, ഇനി കഴിഞ്ഞു, ഡിവോഴ്സായി ആയി. അത്ര നിസ്സാരമായിട്ട് കാണുന്നല്ല, അത് വേറെ തലാണ്, നേരത്തെ പറഞ്ഞ തലല്ല ഇത്. അതൊക്കെ എന്തോ ആവട്ടെ, എനിക്കെന്തോ വേണം, എനിക്ക് ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഈശ്വരനെ വേണം, അതല്ലേ ചിന്തിക്കേണ്ടത്. കുട്ടിയായില്ലേ, വേണ്ട, കുട്ടിയായില്ലേ. ബ്രഹ്മത്തെ ചിന്തിക്കാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? അത് മനുഷ്യനേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ മൃഗങ്ങൾക്കുണ്ട്, പറ്റി പരിഹാരമുള്ള കഴിവും മൃഗങ്ങൾക്കല്ലേ, പുഴുവിനില്ലേ. ഊണഴിക്കാനുള്ളത് ഊണല്ല, പക്ഷെ അതിന് പറ്റിയതൊക്കെ കഴിക്കുന്നുണ്ട്, ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ധർമ്മം അവബോധന എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യനുള്ള പദം ഉണ്ടായത്. ബോധം വികസിച്ചവൻ, വിചാരം ചെയ്ത് ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ളവൻ, അതാണ് മനുഷ്യൻ. വിചാരം ചെയ്ത് ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ കഴിവുണ്ടായിട്ടും ചെയ്യാണ്ടിരുന്നാൽ പറക്കാൻ കഴിവുള്ള പക്ഷി ഇങ്ങനെ ഇഴഞ്ഞു പോയാൽ നമ്മളെന്താ പറയുക? മറ്റു ജന്തുക്കൾ വന്ന് ആക്രമിക്കുക, അതിങ്ങനെ അഴിഞ്ഞു പോകും, അത് പറക്കാൻ പറ്റും. നമ്മളെന്താ പറയുക? കഷ്ടം തന്നെ. ഇതുപോലെയാണ് നമ്മളെ നോക്കി ഋഷിമാർ പറഞ്ഞത്, കഷ്ടം തന്നെ. കുറച്ചൊന്നൊരു ഭാഗത്തൊന്നും മാറിയിരുന്ന് ഏകാന്തത്തിൽ നിന്ന് വിചാരം ചെയ്താൽ നേരെ അവളുടെ വകുപ്പ് അയാളുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഈ മൃഗങ്ങളെയും പക്ഷികളെയും പോലെ നടക്കണമല്ലോ. അല്ലെങ്കിൽ മനുഷ്യനാവണ്ടില്ലായിരുന്നു, മനുഷ്യനായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഉദ്ധവ, ഇത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല സന്യാസം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവൻ ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞതൊക്കെ കുറേശ്ശൊക്കെ എനിക്ക് മനസ്സിലായി.
എൻ്റെ സംശയം എന്താ വെച്ചാൽ അങ്ങ് പറയണു ഈ പറഞ്ഞതൊക്കെ അങ്ങ് ഞാൻ ആനന്ദസ്വരൂപിയാണ്, നമ്മളൊക്കെ ആനന്ദസ്വരൂപികളാണെന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല കൃഷ്ണ, ഇടയ്ക്കൊക്കെ ദുഃഖം വരാറുണ്ട്. അപ്പം ആനന്ദസ്വരൂപമാണ് ആത്മാവെങ്കിൽ എൻ്റെ സംശയം രണ്ടാത്മാവ് ഉണ്ടാവുന്നാൽ, ഒന്ന് ആനന്ദിക്കുന്ന ആത്മാവ്, ഒന്ന് ദുഃഖിക്കുന്ന ആത്മാവ്. രണ്ടാത്മാവ് എവിടെ ഉണ്ട് ഇല്ലേ? നമുക്ക് ഇടയ്ക്ക് സുഖവും ഇടയ്ക്ക് ദുഃഖവും വരുന്നില്ലേ? അങ്ങനെ ഉണ്ടോ? ബദ്ധൻ മുക്തൻ, ആനന്ദിക്കുന്നവൻ മുക്തൻ, ദുഃഖിക്കുന്നവൻ ബദ്ധൻ. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുതഃ. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ നല്ല ചോദ്യം ചോദിച്ചത്. എന്നാൽ സത്യം ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ബദ്ധനുമില്ല മുക്തനുമില്ല. മുക്തൻ എന്ന് പറഞ്ഞാൽ കെട്ട് കഴിച്ചവനാണ് മുക്തൻ, ബദ്ധൻ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടവനാണ് ബദ്ധൻ. ശരിക്കും നമ്മൾ കെട്ടിയിട്ടൊന്നുമില്ല, നമുക്ക് കെട്ടഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടത്തൊക്കെ പറയേണ്ടി വരുന്നത് കെട്ടിൽ പെട്ടവനോടാണ് നമ്മളെന്ത് പറഞ്ഞത്, കെട്ടഴിക്കാൻ പറയുന്നത്. അയാൾ കെട്ടിൽ പെട്ടു എന്ന് വിചാരിച്ചു. അതുകൊണ്ട് വാസ്തവം പറഞ്ഞാൽ ഇവിടെ ബദ്ധനുമില്ല മുക്തനുമില്ല. എന്നാലും പറയാം, ബദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ ചോദിച്ചാൽ, ഞാൻ ശരീരം എന്ന് ചിന്തിച്ചുറപ്പിച്ചവനാണ് ബദ്ധൻ. അപ്പോൾ ആരായിരിക്കും മുക്തൻ? ഞാൻ ശരീരമല്ല എന്ന് സത്യം ഉറപ്പിച്ച ആളാണ് മുക്തൻ. ബദ്ധൻ എന്നും ദുഃഖമായിരിക്കും. ഏതുപോലെ? അത് ഒരു ഉദാഹരണം പറയണം. ഉപനിഷത്തിൽ ഇതേ മന്ത്രം കാണാം. സുവർണാവേതൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാൻ. ഒരു വലിയൊരു വൃക്ഷം, ആ വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ. ഒരു പക്ഷിയാവട്ടെ പഴങ്ങൾ നോക്കി 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 ഓരോ കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പറക്കും, അവിടെ പോയിരിക്കും, അത് കൊത്തും, ആ പഴം കൊത്തും, പുളിയ ചവർപ്പ മധുരമില്ല, വിചാരിച്ചതുപോലെ ആയില്ല, കഷ്ടം തന്നെ എന്നിങ്ങനെ പരാതിയും പരിഭവവും ദുഃഖവും. അതാവട്ടെ മെലിഞ്ഞും മെലിഞ്ഞും വരിക. അതടുത്തേക്ക് വരുന്നത് മറ്റു പക്ഷികൾക്ക് തന്നെ ഇഷ്ടമല്ല. എന്നാൽ വേറൊരു പക്ഷി അത് ഇരുന്ന ദിക്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് പഴത്തിൻ്റെ പിന്നാലെ ഓടുന്നില്ല. പക്ഷെ അതിന് ദിവസം കഴിയുന്തോറും അതിന് ആരോഗ്യം കൂടിക്കൂടി വരും, നല്ല ശാന്തി. അതിൻ്റെ അടുത്തേക്ക് പോകാൻ മറ്റു പക്ഷികൾക്ക് വലിയ ഇഷ്ടമാണ്. അതിൻ്റെ സാന്നിധ്യം മറ്റു പക്ഷികളൊക്കെ കൊതിക്കുന്നുണ്ട്. ഇതിലെ ആ ചാടിച്ചാടി പോണ പക്ഷികളാണ് ബദ്ധന്മാർ. ഓരോ വിഷയങ്ങളുടെ പിന്നാലെ പോകും, അത് കിട്ടിയ സുഖാവെന്ന് വിചാരിച്ച് പോകും, കിട്ടിക്കഴിഞ്ഞാൽ അല്ല കേട്ടോ, വിചാരിച്ച പോലെ അല്ല, ചവർപ്പാൻ പുളിയ മധുരല്ല ഇല്ല. ഇങ്ങനെ വിഷയങ്ങളുടെ പിന്നാലെ പോയി കിട്ടിക്കഴിഞ്ഞാലും സന്തോഷമൊന്നുമില്ല. അതും കൂടി ഞാൻ ആഗ്രഹിക്കുള്ളൂ. ഇനി ഒന്നും പറയില്ല ഗുരുവായൂരപ്പ, ഇനി ഒന്നും ചോദിക്കില്ല എന്നൊക്കെ പറയും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചോദിച്ചോട്ടെ, തീരുന്നില്ല. ആ പക്ഷിയെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനത്തെ പക്ഷി ആവാണ്ടിരിക്കുക, ആർക്കും ഇഷ്ടാവില്ല. ആ പക്ഷിക്ക് എന്നും പരാതി, എന്നും പരിഭവം. എന്നാൽ ചില പക്ഷികളുണ്ട് കിട്ടും ഒന്നും വേണ്ട. പ്രായം 56 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, എന്നാലും അവരുടെ എന്താ സൗന്ദര്യം, പല്ലൊന്നുമില്ല. എന്നാലും മുത്തശ്ശിക്ക് എന്തു ചന്തം, ഒരു കവിത ഉണ്ട് അല്ലേ, മുല്ലപ്പൂ പോലത്തെ പല്ലൊന്നുമില്ല, തത്തമ്മ ചുണ്ടില്ല, എന്നാലും മുത്തശ്ശിക്ക് എന്തു ചന്തം. പക്ഷെ ഉള്ളിൽ നല്ല നിറവുണ്ട്, നേടേണ്ടത് നേടി അങ്ങനെ ഇരിക്കുകയാണ്. തനിക്കൊന്നും ആവശ്യമില്ല, താൻ ആശ്രയിക്കുന്നത് തന്നെയാണ്, താൻ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. വേറെ ആശ്രയിക്കുന്നവർക്ക് അത് പോയാൽ എന്ത് പറ്റും, വീട് പോകും. നമ്മൾ കണ്ടി ഇരുന്നാൽ ആ കൊമ്പ് ഒടിഞ്ഞത് അല്ലെങ്കിൽ ഉണങ്ങിയ കൊമ്പാണെങ്കിൽ ആ കൊമ്പ് പോകുമ്പം ചിറകുണ്ടെങ്കിൽ കുഴപ്പമില്ല, തൻ്റെ ചിറകിനെ തന്നെ ആശ്രയിക്കണം. ആ ധൈര്യം ഉണ്ടെങ്കിൽ പോയിരിക്കാം, അഥവാ അത് പോരാൻ തോന്നിയാൽ പറക്കാലോ. അതുകൊണ്ട് ഈ ഭാഗവത്തെ ആശ്രയിക്കുക, അതാണ് താല്പര്യം. അതുകൊണ്ട് ബദ്ധൻ മുക്തനാവണം, കെട്ടിൽപ്പെട്ടവനാണെങ്കിൽ കെട്ടഴിക്കണം, അതാണ് വേണ്ടത് ഉദ്ധവ എന്ന് ഭഗവാൻ ഉത്തരം പറയണം. പിന്നെയും ഉദ്ധവരെ ചോദിച്ചു, അറിവുള്ളവർ പോലും ഇങ്ങനെ അപകടം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്, അതെന്താ? അത് ഉദ്ധവ, അറിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അനുഭവത്തിൽ വരണ്ടേ. പറയാനൊന്നും വലിയ കുഴപ്പമില്ല ഇതൊന്നും, പക്ഷെ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ ദുഃഖം നീങ്ങില്ല. ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രസംഗിച്ച ഭക്ഷണം കഴിച്ച പോലെയാകും, വിശപ്പ് മാറും. സദ്യയെ പറ്റി വിവരിക്കാം 2.5 മണിക്കൂർ, അതൊരു ദേഷ്യമാവുന്നല്ലാതെ വിശന്നിരിക്കുമ്പം കഴിച്ചാൽ തന്നെ മാറുള്ളൂ. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്നുള്ള ആ അറിവ് ലഭിച്ചുകൊണ്ട് കാര്യമില്ല, കഴിച്ചാലേ മാറുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ കഥ അറിവൊക്കെ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ തയ്യാറല്ല. ചേട്ടാ അങ്ങനെ കേൾക്കൽ തന്നെ, അനുഷ്ഠിക്കില്ല, ഒക്കെ കേൾക്കും, ഒരു നേരെ വിപരീതം ചെയ്യുള്ളൂ, അതിൽ വാശി. അതുകൊണ്ടാണത് തെളിയാത്തത്. ഇവിടെ ഈ ഒരു ചോദ്യം പണ്ട് സനകാദികൾ ചോദിച്ചിരുന്നു ബ്രഹ്മാവിനോട്. ആ സമയത്ത് ഞാൻ അവിടേക്ക് അരയന്നമായിട്ട് പോയിട്ട് ഈ സംശയം തീർത്തു കൊടുത്തു. അതാണ് ഭഗവാന്റെ ഹംസാവതാരം. എപ്പോഴെപ്പോഴൊക്കെയാണോ നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് അല്ലെങ്കിൽ സംശയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയമല്ല,
അത്യാവശ്യം വേണ്ട ഈ വക വിഷയം, ആധ്യാത്മിക വിഷയങ്ങളിൽ സംശയം ഉണ്ടായാൽ ആ സംശയം തീർക്കാൻ ആര് വരും? ഭഗവാൻ തന്നെ ഗുരുനാഥൻ്റെ രൂപത്തിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ തെളിയിച്ചു തരും. പണ്ട് സനകാദികൾ ഇങ്ങനെ സാധകന്മാരാണല്ലോ, അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായി. അവർ ബ്രഹ്മദേവനോട് ചോദിച്ച സമയത്ത് ബ്രഹ്മദേവൻ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ആര് വന്നു? ഭഗവാൻ തന്നെ അവിടേക്ക് അരയന്നമായിട്ട് വന്നു. അരയന്നമായിട്ട് വന്ന സമയത്ത് ഇവർക്ക് ഭഗവാനാ മനസ്സിലായില്ല. സനകാദികൾ ചോദിച്ചു, കോ ഭവാൻ, നീ ആര് ചോദിച്ചു. പെട്ടെന്നൊരു അരയന്നത്തെ കണ്ടപ്പം നീ ആരാ ചോദിച്ചപ്പം ഭഗവാൻ ഉത്തരം പറഞ്ഞു, ഈ ചോദ്യം ശരിയാണോ സനകാദികളെ? എന്താണ് നമ്മൾ ഒരാളെ കണ്ടാൽ എന്താ ചോദിക്കുക? യുവർ ഗുഡ് നെയിം പ്ലീസ്. അപ്പം എന്താ നമ്മൾ പറയാ? ബോധം, തത്വമസി. അങ്ങനെ പറയില്ല, വേറെന്താ ചാനലേ പറയുള്ളൂ. ഇവിടെ സനകാദികൾ നീ ആരാ ചോദിച്ചപ്പം ഭഗവാൻ പറഞ്ഞു, എന്താ സനകാദികളെ നിങ്ങളിപ്പം നീ ആരാ ചോദിക്കുന്നത്? നിങ്ങളല്ലേ എപ്പോഴും പറയാറ് എല്ലാം ഭഗവാൻ എല്ലാം ഭഗവാൻ. എന്നിട്ട് ഇപ്പം എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ തന്നെ കണ്ടിട്ടും ആരാ ചോദിച്ചു? സനകാദികൾക്ക് മനസ്സിലായി, വെറുതെ അല്ല ജ്ഞാനികൾ പോലും ദുഃഖിക്കുന്നത്. ഞങ്ങളൊക്കെ പറയുമ്പോൾ കുറേ ജ്ഞാനികളാണെന്നാണ് പറയണത്, എന്നിട്ടും കണ്ടില്ലേ ഭഗവാനെ കണ്ടപ്പം പോലും എന്ത് ചോദിച്ചു? കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുക, ആരാ? അത് ഞാൻ തന്നെയല്ലേ. എന്നെ കണ്ടിട്ട് ഞാൻ ആരാ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ എൻ്റെ കയ്യിനോട് ചോദിക്കുക, ആരാ? ഇത് ഞാനാണ്. ഇത് മാത്രമല്ല, അതൊക്കെ ഞാനാണെന്ന് അറിയലാണെന്ത്, അതാണ് അറിവ്. ആ അറിവൊക്കെ പറയും. എല്ലാം ഇരിക്കുന്നത് അവൻ ഇവനെന്നറിയുന്നതോർത്താൽ അവനീലാതിമമായ ഒരാത്മരൂപം. അവൻ ഇവൻ എന്നൊക്കെ പറയണത് ഓർത്താൽ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്താൽ. നോക്കിയാലല്ല, നോക്കിയാലൊക്കെ വേറെ തോന്നും. നിറം വ്യത്യാസമുണ്ട്, ജാതി വ്യത്യാസമുണ്ട്, പാർട്ടി വ്യത്യാസമുണ്ട്, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓർത്താൽ, വിചാരം ചെയ്താൽ, ഈ ശരീരത്തിനെയും മനസ്സിനെയും കടന്ന് ഒന്നും കൂടി അങ്ങോട്ട് ചിന്തിച്ചാൽ ഒക്കെ ബോധം തന്നെയാണ്, ഒക്കെ ആ സത്യം തന്നെയാണ്, ഭഗവാനാണെന്ന് തിരിച്ചറിയും. ഓർക്കണം. ആ ഓർക്കലില്ല, പറച്ചിലൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, അത് അനുഭവത്തിൽ വരണില്ല. അതാണ് ദുഃഖത്തിന് കാരണം. അതിന് ഗ്രാഹ്യത്യാജ്യ വിവേകം വേണം. അത് കാണിക്കാനാണ് അരയനായിട്ട് വന്നത്. അരയണത്തിൻ്റെ പ്രത്യേകത, അതിന് വെള്ളവും പാലും ചേർത്ത് കൊടുത്താൽ അത് പാല് മാത്രമായിട്ട് കുടിക്കും. പാത്രത്തിൽ നമ്മൾ വെള്ളം പാലും ചേർത്ത് വെച്ചാൽ അരയനം വന്ന് കുടിച്ചങ്ങോട്ട് പോയാൽ വെള്ളം അവിടെ ബാക്കിയുണ്ടാവും. നമ്മൾ വന്ന് കുടിച്ചങ്ങോട്ട് പോയാൽ പാൽ അവിടെ ബാക്കിയുണ്ടാവും. അത് വ്യത്യാസം. എന്ത് തനിക്ക് വേണം അത് സ്വീകരിച്ച് ഉയരാനുള്ള കഴിവ് ആർക്കുണ്ട്? അരയണത്തിനുണ്ട്. ഇങ്ങനെ വേണം നമുക്കും. മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പലരും ഉണ്ടാവും, പല സ്വഭാവക്കാരായിരിക്കും. അവരിൽ നിന്നൊക്കെ പാഠം പലതും പഠിക്കാനുണ്ടാവും. തനിക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ളൊരു പാഠം അദ്ദേഹം പഠിപ്പിച്ചു വെച്ചാൽ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദോഷങ്ങളൊക്കെ അവർക്കുണ്ടാവും, നമ്മൾ നോക്കാൻ പോണ്ട. നമ്മളങ്ങനെ നോക്കി ആചാര്യൻ്റെ പിന്നാലെ പോയി എന്താ ദോഷം ഉണ്ടോ നോക്കണം, പിന്നാലെ വരണ്ട, ദോഷം കണ്ടുപിടിച്ചേ. എന്തിനത്? എന്തെങ്കിലും ഗുണമുണ്ട്, കേട്ടത് വലിയ കാര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കുക, മനസ്സിലാക്കുക, വഴിക്ക് പോവുക. ഒന്നും സ്വന്തമായിട്ടുള്ളതല്ലല്ലോ പറയണത്, ഒക്കെ ഭാഗവത്തിലുള്ളതല്ലേ. അത് ഭഗവാന്റെ മഹിമാന്ന് കൂട്ടുന്നല്ലാതെ അങ്ങനെ അന്വേഷിച്ച് പോകേണ്ടതർത്ഥം. വ്യക്തികൾക്ക് പരിമിതി ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം എല്ലാവർക്കും ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. ഇനിയിപ്പോൾ ദോഷമൊന്നുമില്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ട് തോന്നുന്ന പലതും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതാണ് വേണ്ടത്. അരയണത്തെ പോലെ ആവണം. അരയണം പാല് മാത്രം സ്വീകരിക്കുന്നത് പോലെ വേണ്ടത് മാത്രം സ്വീകരിച്ച് ഹംസമാവൂ, പരമഹംസന്മാരാവൂ. പാരമഹംസ്യാം സംഹിതായാം, അങ്ങനെയാണ് ഭാഗവതം പറയുന്നത്. പരമഹംസന്മാരുടെ സംഹിത. ഈ ഒരു ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഹംസമാവും. ഹംസം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ഇനി ഹംസ എന്ന് പറഞ്ഞാൽ തിരിച്ച് പറയുമ്പം സോഹം, സഹ അഹം. സഹ പറഞ്ഞാൽ അവൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അരയനായിട്ട് വന്ന് പഠിപ്പിച്ചത് എന്താണെന്നറിയോ? സോഹം. നീ ആരാന്ന് ചോദിക്കേണ്ട, അവൻ ഞാൻ തന്നെ. പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് മറന്നു പോവാണ്. എല്ലാം ഗുരുവായൂരപ്പനാന്ന് അങ്ങനെ പറയും ചെയ്യുന്നു. എടുത്തു വന്നിട്ട് എവിടെയാ അമ്മയുടെ വീട് എവിടെയാ, എന്തിനാന്ന് അപ്പം അറിഞ്ഞിട്ടില്ല. അതാ കുഴപ്പം. അതുകൊണ്ട് അത് അനുഭവത്തിൽ വരാത്തതാണ്. വലിയ വലിയ അറിവുള്ളവർ പോലും അവരുടെ ബുദ്ധിയിൽ മാത്രമേ അറിവെത്തിയിട്ടുള്ളൂ, ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ദുഃഖിക്കുന്നത്. ഇനി വദന്തി കൃഷ്ണശ്രേയാമുസേ ബഹൂനി ബ്രഹ്മവാദിനഃ. അറിവുള്ളവർ തന്നെ കൃഷ്ണ പല പല മാർഗങ്ങൾ പറയണത് എന്താ? അവർക്ക് തമ്മിൽ എന്താ യോജിപ്പില്ലാത്തത്? അതാണ് ഉദ്ധവൻ്റെ ചോദ്യം. നമുക്ക് അങ്ങനെ ഉണ്ടാവും, ഓരോ ആചാര്യന്മാർ ഓരോ മട്ട. അപ്പം അങ്ങനെ ഈ ആചാര്യം ഇങ്ങനെ പറയും, മറ്റേ ആചാര്യം വേറെ എന്നാ പറഞ്ഞത്. ഒക്കെ സപ്താഹത്തിൽ നടത്തുന്നത് അല്ലെ, ഒക്കെ ഭാഗവം തന്നെയാണ്. എന്നിട്ട് ഇവരെന്തെങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയണത്? അത് നോക്കണ്ട. ഒരാളെന്നെ വേദി മാറണമെന്നനുസരിച്ച് ചിലപ്പം പല രീതിയിൽ പറയും. അത് ആളെ നോക്കിയിട്ടാണ് പറയുക. ഒരേ ആളിപ്പോൾ 2 കുട്ടികളുണ്ട്. വലിയ കുട്ടി +2ലാണ്, രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സേ ഉള്ളൂ. രണ്ടുപേരുടെ ഒരുപോലെ സംസാരിക്കുക ആണോ? +2 ഉള്ള ആളോട് കൊഞ്ചുമോ? അതൊന്നും അയാളോട് കൊഞ്ചൊന്നുമില്ല. അയാളോട് നേരം പറയും 3 വയസ്സ് കുട്ടിയോടോ
എനിക്ക് കൊഞ്ചിച്ചുകൊണ്ടാവും പറയാം. അതുപോലെയാണ്. രണ്ടും വിരുദ്ധമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നു വന്നേക്കാം, പക്ഷേ അവർ ചെയ്യുന്നത് ശരിയാണ്. അത് നോക്കണ്ട. ചിലർ പറയും കർമ്മയോഗമാണ് ശ്രേഷ്ഠം, ചിലർ പറയും ജ്ഞാനമാണ് ശ്രേഷ്ഠം, ചിലർ പറയും ഭക്തിയാണ് ശ്രേഷ്ഠം, ഒക്കെ ഒരുപോലെ തന്നെ. അങ്ങനെയൊന്നും നോക്കണ്ട. അതൊക്കെ അമ്പലത്തേക്ക് കയറാൻ കുറേ വഴികളുണ്ടാവും. തെക്കേ നട, വടക്കേ നട, കിഴക്കേ നട, പടിഞ്ഞാറ് നട. പക്ഷെ അകത്ത് കയറി നമ്മളൊക്കെ ഇതെവിടുന്നേ കയറി, ഞാൻ കർമ്മയോഗത്തിലൂടെ, ഞാൻ ജ്ഞാനയോഗത്തിലൂടെ. എല്ലാവരും എത്തും അവിടെ തന്നെ. പിന്നെ എവിടെയായാലും എന്താ, എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒക്കെ ഒന്നാണെന്ന് തിരിച്ചറിയും. അത്രയേ ഉള്ളൂ. അവനവൻ ഏതാണോ സ്വാദ് സ്വീകരിക്കുക. എനിക്ക് ജപിക്കാനാണ് ഇഷ്ടം, എന്നാൽ ജപിച്ചോളൂ. എനിക്ക് പ്രദക്ഷിണം വയ്ക്കാനാണ് ഇഷ്ടം, എന്നാൽ അത് ചെയ്തോളൂ. എനിക്കിങ്ങനെ നമസ്കരിക്കാൻ നോക്കിയിട്ട് ചെയ്തോളൂ. എനിക്കിങ്ങനെ ഭാഗവതം അങ്ങനെ വായിക്കാം, എന്നാൽ ചെയ്തു. എനിക്കിങ്ങനെ പരദൂഷണം പറയാം, ചെയ്യരുത്. അല്ല, അത് വേണ്ട, അത് വേണ്ട. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണക്കാക്കാം. ഓരോ യോഗം, താല്പര്യമുള്ള സാധന ചെയ്യാം, അത്രയേ ഉള്ളൂ. ഉദ്ധവ, ഒന്ന് ഞാൻ പറയാം, തന്നെ സംബന്ധിച്ചായതുകൊണ്ട്. തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ന തഥാമേ പ്രിയതമാത്മയോനി ന ശങ്കര. തന്നോടുള്ള അത്ര ഇഷ്ടം എനിക്ക് ആത്മയോനിയോടോ ശങ്കരനോടോ ഇല്ല, ബ്രഹ്മാവിനോടോ ശിവനോടോ ഇല്ല. എന്നാൽ ബലരാമേട്ടനോടുണ്ടോ? ഇല്ല. ന ച സംഘർഷണോ ന ശ്രീഹി. എനിക്ക് ലക്ഷ്മിയോട് പോലും തന്നോടുള്ള അത്ര ഇഷ്ടം എനിക്കില്ല. ഇനി ഒന്ന് ഞാൻ പറയാം, എനിക്കെൻ്റെ ഭക്തന്മാരോടുള്ള അത്ര ഇഷ്ടം എനിക്ക് നൈവ ആത്മാ, എനിക്ക് എന്നോട് പോലും ഇല്ല. അത്രയ്ക്കിഷ്ടമാണ് എനിക്കാരെ, എനിക്ക് ഭക്തന്മാരെ. യഥാ ഭവാൻ. ഇത് ഭഗവാൻ പറഞ്ഞത് ഉദ്ധവനോട് മാത്രമല്ല, നമ്മളോടൊക്കെ പറഞ്ഞതാ. അർജുനോട് ഇത് പറയും. ഉദ്ധവനെ വേണ്ടി ഇരുന്നാൽ ഉദ്ധവൻ ചോദിക്കും, അങ്ങല്ലേ ഇപ്പം എന്നോട്. അത് ഭഗവാന്റെ ഒരു ഭാഷയാണ്. ഭഗവാൻ എല്ലാവർക്കും സ്വന്തമല്ലേ, അല്ലേ? അല്ലേ? അതാണ്, എല്ലാവർക്കും സ്വന്തമാണ്. നൈവ ആത്മാച യഥാ ഭവാൻ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, എനിക്ക് തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്തിമാർഗമാണ് തനിക്ക് നല്ലത്. ഭക്തിയാഹമേകയാഗ്രാഹ്യ എന്ന് പറഞ്ഞ അർത്ഥം, ഉദ്ധവനെ സംബന്ധിച്ച് ഉദ്ധവന് ഭക്തിയാണ് കുറച്ചുകൂടി സൗകര്യം. ഏതായാലും കുഴപ്പമില്ല, ഭക്തി മെല്ലെ നമ്മളെവിടെ എത്തിക്കും? ജ്ഞാനത്തിലെത്തിക്കും. ഭക്തി എവിടെ എത്തിക്കും? മെല്ലെ 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 ജ്ഞാനത്തിലെത്തിക്കും. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടേക്ക് എത്താനുള്ള സാധനയാണെന്ത്? ഭക്തിയും കർമ്മവും ഒക്കെ. ഏതായാലും വിഷയങ്ങൾ ധ്യാനിച്ചാൽ എന്നിലെത്തും എന്ന് വിചാരിക്കേണ്ട. വിഷയങ്ങൾ ധ്യാനിച്ച വിഷയത്തിലെത്തും. ദുഃഖത്തെ ധ്യാനിച്ച ദുഃഖിച്ചിരിക്കാം, എന്നെ ധ്യാനിച്ച സമാധാനം എത്തിയിരിക്കാം. എന്ത് വേണം തീരുമാനിക്കാം. മനസ്സ് ഒരേ സമയം രണ്ട് ദിക്കിൽ നിൽക്കില്ല. ഒരേ സമയം നമുക്ക് രണ്ടെണ്ണം വിചാരിക്കാൻ പറ്റില്ല, ഒന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ വേറൊന്ന് ചിന്തിക്കാൻ, അത് ചിന്തിക്കുമ്പോൾ വേറൊന്നും വരില്ല. പക്ഷെ നമുക്കിങ്ങനെ തോന്നും കുറേ ചിന്ത വന്നു, ഒരുമിച്ച് രണ്ടെണ്ണം ഒരു സമയത്ത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കഴിയുന്നതും എന്ത് ചെയ്യുക? നല്ലത് മാത്രം ചിന്തിക്കുക. മാ മനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. അതുകൊണ്ട് മനസ്സിന് വേണ്ടാത്തത് ചിന്തിക്കാനുള്ള ഇട കൊടുക്കാതെ നോക്കുക. ആ ടൈം ഫില്ല് ചെയ്യുക. എന്താണ്? അധികം ഗ്യാപ്പ് വെച്ചാൽ വേണ്ടാത്തത് പോയിട്ട് പിടിക്കും. നമ്മൾ സമയം കൊടുക്കരുത്. മനസ്സിനെ അങ്ങനെ എന്ത് ചെയ്യുക? ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്. ഭാഗവതം കഴിഞ്ഞാൽ നാരായണീയം, അത് കഴിഞ്ഞാൽ ഗീത, അത് കഴിഞ്ഞാൽ അങ്ങനെ നേരെ പരദോഷം പറയണമെന്നുണ്ട്, പക്ഷെ നേരം കിട്ടും. ഇതൊന്ന് കഴിഞ്ഞിട്ടാവാം, അത് കഴിയുമ്പോഴേക്ക് അടുത്തതായി. അങ്ങനെ അങ്ങോട്ട് വെച്ചാൽ നല്ല സമാധാനം ഉള്ളിലുണ്ടാവും. അപ്പോഴാണ് ധ്യാനത്തിനെ പറ്റി ചോദിച്ചു. ധ്യാനത്തെ പറ്റി സമാസനാസീന, ശാന്തമായൊരു സ്ഥലത്തിരിക്കണം, ശുദ്ധമായ സ്ഥലത്തിരിക്കണം. ശുദ്ധം എന്ന് പറഞ്ഞാൽ, വൃത്തി എന്ന് പറഞ്ഞ അർത്ഥം ഏതെങ്കിലും ടൈൽസ് ഒട്ടിച്ച സ്ഥലം വേണമെന്നും അല്ലാത്ത അർത്ഥം നമ്മളങ്ങനെ വിചാരിക്കാം. അവർ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പൊരിക്കുമെന്നുണ്ടാവുക. അതല്ല, അവിടെ എന്ത് വേണം? ചിലപ്പം പരിവരുത്ത സ്ഥലമായിരിക്കും. ഗംഗയുടെ തീരത്തൊന്നും അത്ര വലിയ, നമ്മൾ നോക്കിയ ബാഹ്യമായിട്ട് നോക്കിയ വലിയ വൃത്തിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ കല്ലും മുള്ളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ശുദ്ധമായ സ്ഥലമാണ്. എവിടെ ഇരുന്നാലാണോ മനസ്സ് ശാന്തമാണത്, അങ്ങനെയുള്ള സ്ഥലത്ത് പോയിരിക്കുക. അത് എവിടെ വെച്ചാൽ അവിടെ. അമ്പലത്തിലിരിക്കുമ്പോൾ ശാന്തം അല്ലെങ്കിൽ അമ്പലം വിട്ടുപോയിക്കോളും. അങ്ങനെ പറയാൻ പാടുമോ ചോദിച്ചാൽ, ശാന്തമായിട്ടിരിക്കാൻ എവിടെയും പറ്റുക, അവിടെ പോയി നിൽക്കുക. ചിലക്കത് പറ്റില്ല. ചിലക്ക് ആളും ബഹളമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലാത്ത ദിക്കിൽ പോയിരിക്കും. ചിലക്ക് ആളും ബഹളം വേണം, അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നാം ചോദിക്കാൻ ഇഷ്ടം, അവിടെ പോയി തിരിച്ചോളൂ. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തനിക്ക് പറ്റുന്നത് പോലെ ശാന്തമായിട്ട് ദിക്കിൽ ഇരിക്കണം വെച്ചാൽ അങ്ങനെ ഇരിക്കുക. തല താഴാണ്ട് നോക്കണം, നിവർന്നിരിക്കണം. അതാണ് സമാസനാസീന. എന്നിട്ട് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കാം ഭഗവാനെ, അതല്ലെങ്കിലോ ഹൃദയത്തിൽ ധ്യാനിക്കാം. അത്രയുള്ള എല്ലാ ദിക്കിലും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ ധ്യാനിക്കുക സൗകര്യത്തിന്. ഇനി രൂപം കൊടുക്കാം, ഇഷ്ടപ്പെട്ട രൂപം കൊടുക്കാം. ഭഗവതിയെ ഉപാസിക്കുന്ന വെച്ചാൽ ഭഗവതിയെ ധ്യാനിക്കാം. ഇതിവിടെ വിഷ്ണുപുരാണമായതുകൊണ്ട് ഭാഗവതം വിഷ്ണുപുരാണമാണ്. വിഷ്ണു സംബന്ധമായതായതുകൊണ്ട് ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുത്തു, അങ്ങനെ ധ്യാനിക്കാം. അങ്ങനെ മെല്ലെ 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 മറ്റ് ധ്യാനമൊന്നും ഇല്ലാണ്ടിരിക്കാൻ എന്നെ ധ്യാനിക്കണം. എന്താണ്? അതിന് വേണ്ടിയിട്ടാണ്. ഒരു ധ്യാനം ഇല്ലാത്ത ആളൊന്നും ധ്യാനിക്കണം എന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ എന്തുണ്ട്? മക്കൾ ധ്യാനം, ഭാര്യ ധ്യാനം, കാശ് ധ്യാനം, വീട് ധ്യാനം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് വേണം? എന്നാൽ ഗുരുവായൂരപ്പനെയും ധ്യാനിക്കണം. ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഒന്നും ധ്യാനിക്കാത്ത അലച്ച കുഴപ്പമില്ല. അയാൾ ബ്രഹ്മ. ഒരു ചിന്തയില്ലാത്ത ആളെന്താണ്?
അത് ശുദ്ധബോധം, സച്ചിദാനന്ദം. അതല്ലല്ലോ നമ്മളിപ്പോൾ. നമുക്ക് കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ ധ്യാനിച്ചേ വെക്കൂ. ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യും വെച്ചാൽ അവർക്ക് ചിത്തം ഏകാഗ്രമായി കഴിഞ്ഞ ചില സിദ്ധികളൊക്കെ സ്വാഭാവികമായിട്ട് വരും. അവരുടെ സാന്നിധ്യം കുറേ പേർക്ക് സന്തോഷം കൊടുക്കും. അവരെ കാണുമ്പോൾ തന്നെ ആശ്വാസം ഉണ്ടാവും. അവർക്ക് നല്ല വാക്ക് പറഞ്ഞ് വേഗം തന്നെ ഒരാളുടെ ദുഃഖം ഇല്ലാണ്ടിയാക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സിദ്ധികൾ, അണിമ മഹിമ മുതലായിട്ടുള്ള സിദ്ധികളുണ്ടാവും. ഒരേ സമയത്ത് രണ്ട് ദിക്കിലെത്താൻ സാധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ സിദ്ധികളൊക്കെ ഇതുപോലെ ചോദിച്ചാൽ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവൻ്റെ കാലിൽ കരിങ്കല്ല് കെട്ടിത്തൂക്കും പോലെയാണ്. എന്താണ്? ലക്ഷ്യത്തിലെത്താൻ വൈകും. ഭഗവാൻ പരീക്ഷിക്കുകയാണ്, നോക്കട്ടെ ഇയാൾ അതിലൊതുങ്ങി നിൽക്കുമോ. കുറേ കാശ് അങ്ങോട്ട് കൊടുക്കും. ഭാഗവതമൊക്കെ പഠിക്കാൻ തുടങ്ങിയ കുറേ കാശ് കിട്ടി. ഭാഗവതം മുടക്കി വെച്ചാൽ കഴിഞ്ഞു കഥ. ചിലപ്പോൾ ഐശ്വര്യം, അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അർത്ഥം. ഭൗതികമായ നേട്ടങ്ങൾ കൊടുക്കും, കുറേ അങ്ങോട്ട് കൊടുക്കും. അതിൽ അഹങ്കരിച്ചാലോ കുറച്ച് കഴിഞ്ഞ് നഷ്ടപ്പെടും. ഭഗവാനെ വേണമെന്ന് പറഞ്ഞ് പിന്നെയും മുന്നോട്ട് സഞ്ചരിക്കണം. കാരണം ഐശ്വര്യങ്ങളൊക്കെ നാളെ നഷ്ടപ്പെടും. ഉദ്ധവ, പലരും ഐശ്വര്യം എല്ലാ കാലവും ഉണ്ടാവുമെന്ന് കരുതും. ആ സിദ്ധി എന്നും ഉണ്ടാവും. ഇല്ല, ആരോഗ്യ സിദ്ധിയല്ല എല്ലാ കാലവും ഉണ്ടാവുമോ? ചിന്തിക്കാനുള്ള കഴിവ് സിദ്ധിയാണ്, എല്ലാ കാലവും ഉണ്ടാവുന്നില്ല. അതിന് മുന്നേ ചിന്തിച്ച് ഉറപ്പിക്കണം. നാളെ വല്ല ഡിമെൻഷ്യയൊക്കെ വരില്ല. നിങ്ങൾക്കാർക്ക് വരില്ല, എനിക്ക് വരില്ല. അങ്ങനെയൊക്കെ പറയാൻ സാധിക്കില്ലല്ലോ. അത് വരണതിൻ്റെ മുമ്പ്, താളം തെറ്റുന്നതിൻ്റെ മുന്നേ ഉറപ്പിച്ചോളൂ. അതാണ് പറയുന്നത്. അതുകൊണ്ട് ധ്യാനിക്കണം. അതിനാണ് ധ്യാനം അഭ്യസിക്കുന്നത്. അങ്ങനെ ധ്യാനിക്കുമ്പം ഐശ്വര്യങ്ങളൊക്കെ വരും. ഐശ്വര്യങ്ങളിൽ ഭ്രമിക്കരുത്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു കളിയാണ്. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അത് പിടിച്ചങ്ങോട്ട് പോട്ടെ കരുതിയിട്ട് അടുത്തേക്ക് വരരുതെന്ന ഭഗവാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കും. വല്ല ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് അതും കൊണ്ട് പോവും ചിലർ അതും വേണ്ട പറഞ്ഞ ഈ മുത്തവ തന്നെ പോലെ. എൻ്റെ മക്കളൊക്കെ എന്നെ വിട്ടുപോയി സമാധാനമായിട്ടിരിക്കാൻ. പക്ഷെ തനിക്ക് മനസ്സിലായില്ലേ എന്ത് പ്രഭാസത്തിൽ പോയാലൊന്നും ഭഗവാനെ ആശ്രയിക്കാണ്ട സമാധാനമാവില്ല. താൻ തിരിച്ചറിഞ്ഞില്ലേ? ഇതുപോലെ ചിലരെന്ത് ചെയ്യും, എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരും, എന്നെ ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുന്നവരുടെ പിന്നാലെ ഞാൻ സഞ്ചരിക്കുകയാണ് ഉദ്ധവ. എന്തിന്? പൂയയേത്യംഘ്രിരേണുഭി. എനിക്ക് ശുദ്ധാവണ്ടേ? കുറേ ഭക്തന്മാർ വന്ന് പരാതി പറയുമ്പോഴേ മേലാകെ അഴുക്കവും. ഒന്ന് ശുദ്ധമായി കുളിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? നാമം ജപിക്കുന്ന തന്നെ പോലുള്ള ഭക്തന്മാരുടെ പിന്നാലെ പോയിട്ട് അവരുടെ പാദത്തിൽ പറ്റിപ്പിടിക്കുന്ന പൊടിയെടുത്ത് ഞാൻ ഒന്ന് കുളിക്കും. പൂയേത്യംഘ്രിരേണുഭി. എനിക്കൊന്ന് ശുദ്ധാവണ്ടേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആദരവ് ഭഗവാൻ ആരോടുണ്ട്? ഒന്നും വേണ്ട പറയുന്നവരോടുണ്ട്. നമ്മളോടൊക്കെ വലിയ ആദരവൊന്നും ഉണ്ടാവില്ല. നമ്മൾ ലിസ്റ്റായിട്ട് നടക്കുകയാണ്. എന്തെങ്കിലും കണ്ടുവച്ചാൽ ഒന്ന് കൊടുക്കണം. ഒന്നും വേണ്ട പറയുന്നവർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് വിഭൂതികളൊക്കെ അതൊന്നും തട്ടിമാറ്റി എൻ്റെ അടുത്തേക്ക് വരികയാണ് വേണ്ടത്. എല്ലാ ദിക്കിലും ഭഗവാനെ കാണാറാവനാണ് ഏറ്റവും വലിയ കഴിവ്. അതാണ് വിഭൂതി യോഗം. ഇത് ഞാൻ പണ്ട് അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ അങ്ങോട്ട് ക്ഷീണിച്ചപ്പം പറഞ്ഞു കൊടുത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വർണ്ണിച്ചു. എല്ലാവരിലും ഉള്ളത് ഈശ്വരനാണെന്നുള്ളത് അറിയണം. അറിഞ്ഞാൽ പോരാ, അത് അനുഭവിക്കണം. ആദ്യം അറിയണില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ തൊഴുതങ്ങോട്ട് നമസ്കരിക്കുക. നമുക്ക് അവിടെ ദേഷിച്ച് അവരെ കാണുമ്പോൾ ഒരു സാഷ്ടാംഗം കൃത്രിമമായിട്ട്. എന്താണ്? ഉള്ളിലൊന്നുമില്ല. അത് തെറ്റല്ലേ? തെറ്റൊന്നുമല്ല. അയാൾ ബ്രഹ്മം തന്നെയാണ്, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. അങ്ങനെ അങ്ങോട്ട് വീണ് നമസ്കരിച്ചാൽ പിന്നെ അവരോടുള്ള ദേഷ്യം മെല്ലെ 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 കുറയണത് കാണാം. ഇനി അങ്ങനെ നമസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അഭിനം പറയുന്നത് അങ്ങനെ നമസ്കരിക്കേണ്ടതാണ്. കാരണം ഈ ജന്തുക്കളൊക്കെ അങ്ങനെ നമസ്കരിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ? നായ എങ്ങനെ വരുമ്പോൾ നായയിലും ഉള്ളത് ഗുരുവായൂരപ്പനല്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് നായ നിൽക്കും എന്ന് പറഞ്ഞങ്ങോട്ട് നമസ്കരിച്ചാൽ നായ കടിച്ചങ്ങോട്ട് പോകും. അപ്പം നായയുടെ അടുത്തേക്ക് പോകുമ്പം നായയും ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെയാണ്. പക്ഷേ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കല്ല് കൈ പിടിച്ചോളൂ. അഥവാ വന്നു വെച്ചാൽ ഇനിയിപ്പം സംശയമൊന്നുമില്ല, കല്ലും ഗുരുവായൂരപ്പനാണ്, നായയും ഗുരുവായൂരപ്പനാണ്. അപ്പം ഒന്ന് എറിഞ്ഞാലും സാരമില്ല, കടിക്കാൻ വന്നു വെച്ചാൽ അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ ചില ദിക്കിൽ മാത്രം കാണുമ്പോഴാണെങ്കിൽ കുഴപ്പം. അപ്പം നായയുടെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കണക്കാക്കുക. ആ ഗുരുവായൂരപ്പൻ അങ്ങനെ കേട്ടോ, ആ ഗുരുവായൂരപ്പൻ അതിൽ വരുമ്പോൾ ഇങ്ങനെയാണ് സ്വഭാവം. വൈദ്യുതി ഫാനിൽ വരുമ്പം കറങ്ങുക ചെയ്യുക, വെളുപ്പിൽ വരുമ്പം കത്തുക ചെയ്യുക. അത് ഓരോന്നിൽ വരുമ്പോൾ ഓരോ സ്വഭാവമാണ്. എന്നാലും ഉള്ളതെന്താ? വൈദ്യുതി തന്നെയാണ്. അതിലുള്ളത് ബോധം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണെന്ന് ഉറപ്പിച്ചും കൊണ്ട് സഞ്ചരിക്കുകയാണ് വേണ്ടത്. അതാണ് വിഭൂതി യോഗം. എല്ലാത്തിലും അങ്ങനെ കാണാൻ പറ്റണില്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കേമം തോന്നുന്നതിൽ കണ്ടോളൂ, അച്ഛനിൽ കണ്ടോളൂ, അമ്മയിൽ കണ്ടോളൂ. ആ കുഴപ്പമില്ല. അസുരന്മാരിൽ കാണാൻ പറ്റില്ല, അസുരന്മാരിൽ പ്രഹ്ലാദനിൽ ആ കുഴപ്പമില്ല. നമ്മളടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. രാക്ഷസന്മാരിൽ പറ്റില്ല, അതിൽ വിഭീഷണം കുഴപ്പമില്ല. ഇങ്ങനെ 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 കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ എല്ലാത്തിലും ഉണ്ട്. പക്ഷികളിൽ ഞാൻ കാക്കയെ പറഞ്ഞാൽ ഇഷ്ടാവില്ല. അപ്പം ഗരുഡനാണ്, ഗരുഡൻ കുഴപ്പമില്ല. ഗരുഡൻ പിന്നെ പുള്ളിക്കാരൻ്റെ കുഴപ്പമില്ല. ഗരുഡൻ മാത്രമല്ല, കാക്കയും ഞാൻ തന്നെയാണ്.
തത്തിയും കാക്കിയും കുയിലും എല്ലാ പക്ഷികളും ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഈ ഇടുങ്ങിയ മനസ്സിനെ അങ്ങനെ വിശാലമാക്കുക. എല്ലാത്തിലുള്ളത് ഞാനാണെന്ന് മനസ്സിലാവും. എത്ര കാലം അഭ്യസിച്ചാലാണോ അത് മനസ്സിലാവുന്നത് അത്രയും കാലം എല്ലാ ദിക്കിലും ഈശ്വരനെ കാണാറാവുന്നത് വരെ പ്രണമേത് ദണ്ഡവത് വടി വീണതുപോലെ വെച്ചാൽ വടി വീണതുപോലെ അങ്ങോട്ട് നമസ്കരിക്കുക. ഇനി അങ്ങനെ നമസ്കരിച്ചില്ലെങ്കിലും മനസ്സിലെന്ത് ചെയ്യുക? നമസ്കാരം. ആരോടാണ് നമുക്ക് വല്ലാണ്ട് ദേഷ്യം തോന്നുന്നത്? നമസ്കാരം. ബ്രഹ്മം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു കളി നോക്കണേ. അങ്ങനെ ചീത്ത വിളിക്കാൻ കണ്ടില്ലേ ഗുരുവായൂരപ്പൻ ആ വേഷം കെട്ടിയിട്ട് എന്നങ്ങോട്ട് വിചാരിച്ചാൽ പിന്നെ അയാളോടുള്ള ആ ദ്വേഷം അങ്ങോട്ട് പോവും. ദ്വേഷം ഇവിടെ വെച്ചാൽ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്. അത് ഈശ്വരനാണ്, അത് മറന്നു പോണ്ട. ഇങ്ങനെ പരിശീലിക്കൂ. ഇതാണ് ഏറ്റവും നല്ല സാധന. എന്താണ്? അത്രയും സ്നേഹങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ സാധനങ്ങൾ പലതും പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് ഇതാണ് എനിക്ക് തന്നോട് പറയാനുള്ളത് ഏറ്റവും നല്ല സാധന. എത്ര കാലം തൊഴുത് നമസ്കരിച്ചാലാണോ എല്ലാവരിലും ഈശ്വരനെ കാണാറാവുന്നത് അതുവരെ ഇത് തുടർന്നോളൂ. മനസായതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിരി. കപിലൻ പറയും ഇനി അങ്ങനെ തൊഴുത് നമസ്കരിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നമസ്കരിച്ചോളൂ. മനസാ. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ല. നമ്മൾ തൊഴുത് നമസ്കരിക്കുമ്പോൾ അത് ഗോഷ്ഠി കാണിക്കാൻ വിചാരിക്കില്ലേ? ഇയാളെങ്ങനെ നാട്ടുകാരെ കാണിക്കുക, അങ്ങനെ കാണുന്നവരൊക്കെ നമസ്കരിക്കണം വേണ്ട. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, നമുക്ക് ആരും ബുദ്ധിമുട്ടിക്കണ്ട. ഉള്ളിൽ അഭ്യസിക്കണേ കുഴപ്പമില്ലല്ലോ. നിങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് കണ്ടുപിട്ടാണെങ്കിൽ ഉള്ളുകൊണ്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ അഭ്യസിച്ച് നോക്കൂ. അങ്ങനെ അഭ്യസിച്ച് നോക്കുമ്പോൾ മെല്ലെ എന്ത് പറ്റും? നമ്മുടെ ഹൃദയം തെളിഞ്ഞ് വരും. അതിലൊരു സംശയവുമില്ല. അഭ്യസിച്ച് നോക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ വിഡിത്തം പറയല്ലേ തോന്നിയേ കഴിഞ്ഞു. അല്ല, ഇതൊക്കെ എല്ലാവരും സമ്മതിച്ച സാധനയാണ്. അങ്ങനെ ഒന്ന് സഞ്ചരിക്കൂ ഉദ്ധവ എന്ന് ഉപദേശം.